ലൈവ് വെക്കും ഞാൻ ചെയ്യാം. Hello everyone, welcome back to Xylem Learning. Welcome back to our English class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതാ നിങ്ങൾ ഈ തംബ്ലൈനിൽ കാണുന്നത് തന്നെയാണ്, ഇംഗ്ലീഷിന്റെ മിനി മാരത്തോൺ ആണ്. പഠിച്ചു തുടങ്ങാൻ പോവാണ്, നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ. ഇനി ക്ലാസ്സുകളുടെ ഒരു ഘോഷയാത്ര തന്നെ വരാൻ പോകുന്നുണ്ട്. ഏതായാലും ഒരുപാട് പഠിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് മക്കളെന്ന് അറിയാം, വേണ്ടിയിട്ടൊക്കെ. ഏതായാലും ആ എനർജി നിങ്ങൾ ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് നിങ്ങളെ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കിട്ടും. സോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. യെസ്, ആദ്യം ജേഡി സാറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ശേഷം ഞാൻ 8:30 വരും. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിച്ചടങ്ങണം. അടിപൊളിയാകും. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ ഇംഗ്ലീഷിൽ ഒരു മാർക്ക് പോലും കുറയാത്ത രീതിയിൽ സൈലം നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ട്. നമ്മൾ സെറ്റ് ആക്കും. അപ്പൊ സാർ ആദ്യം ക്ലാസ്സിലേക്ക് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ലൈക്ക് ബട്ടണിൽ അമർത്താൻ മടിയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ എന്റെ മേലേക്ക് ചാടി കയറാം. പിന്നെ എന്താണ്, ഒന്ന് റെസ്റ്റ്, ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഉഷാറായിക്കോട്ടോ. ഇതുവരെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഓക്കെ, ഏതായാലും സാറ് കണ്ടിന്യൂ. ഏതായാലും മക്കളെ, നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല കട്ടക്ക് സപ്പോർട്ടാണ്. യു ഗൈസ് ആർ സെൻഡിങ് ദാറ്റ് ഇമോജി ത്രൂ ദി കമന്റ് ബോക്സ്, which means we have to start this class as soon as possible. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യാൻ കാത്തിരിക്കാൻ നേരമില്ല. നമ്മൾ ഇത് പൊളിക്കാൻ പോവുകയാണ്. കാരണം ഇന്ന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഹിയർ ഇൻ സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും തരാൻ പോവാണ് മക്കളെ. നിങ്ങൾക്ക് ഈ തവണത്തെ എക്സാമിനുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഒരൊറ്റ ലൈവിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈലത്തിന്റെ ഇംഗ്ലീഷ് ഫാക്കൽറ്റീസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇന്നത്തെ ലൈവില് അത്രയും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, മിനി മാരത്തോണിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നൽകാൻ പോവാണ് ഇത്തവണത്തെ സൈലം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ മാത്രം പഠിച്ചാൽ പോലെ നിങ്ങളുടെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവും, അവരിലേക്കൊക്കെ ഡെഫിനറ്റ്ലി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട്, നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും പെട്ടെന്ന് തന്നെ ലൈവിലേക്ക് കയറാൻ പറയാ. ഡെഫിനറ്റ്ലി ഇന്ന് നമ്മൾ പൊളിക്കും. താങ്ക് യു ഫോർ ദാറ്റ് ഇമോജി. സെറ്റ് ആണ് മക്കളെ. ഇന്നത്തെ ലൈവിൽ ഫസ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ എന്താകും, ഇങ്ങനെ സെറ്റ് ചെയ്ത് വരാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ ചാപ്റ്റർ കംപ്ലീറ്റ് ലൂസി ക്ലിഫോർഡ് എന്നുള്ള പേര് മറക്കരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. ലൈറ്റ് ഓൺ ദ ഹിൽസ്, മലയിലെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് എന്നുള്ളതാണ് അതിന്റെ ചാപ്റ്ററിന്റെ പേര്. പക്ഷെ ആ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് വെറും 10 പോയിന്റിൽ നിങ്ങൾക്ക് സൈലം പഠിപ്പിച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? അത് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നമ്മൾ വന്നിട്ടുള്ളത്. വെറും 10 പോയിന്റിൽ ആ വലിയ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാൻ പോകണം. വേണോ, പഠിച്ചോ. നിങ്ങൾ മാത്രമല്ല, ധാരാളം ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, അവരിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി NMS എക്സാം അവിടെ കഴിഞ്ഞു. ഇനി നമ്മളെ ക്രിസ്മസ് എക്സാം ആണ്. ഇത് നമുക്ക് സെറ്റ് ആക്കണം. NMS നമുക്ക് നോക്കാം, അതിന്റെ റിസൾട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ. ഇനി ക്രിസ്മസ് എക്സാം ആണ്. ക്രിസ്മസ് എക്സാമിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടത് ക്ലാസ് ആണ്. ഈ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് വെറും 10 പോയിന്റിൽ സൈലം നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് മക്കളെ. യെസ്, കൗണ്ട് അങ്ങനെ കൂടട്ടെ. നിങ്ങൾ വിചാരിച്ചാൽ ഇതിന്റെ 4 ഇരട്ടി കൗണ്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. വി ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. യെസ്, 10 പോയിന്റ്. ഇതാ കണ്ടോ, ഫസ്റ്റ് പോയിന്റ് ആണ്. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ ലൂസി ക്ലിഫോർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ലൂസി ക്ലിഫോർഡ്. ഇത് നരേഷൻ നിങ്ങൾക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റിയ പോയിന്റ് കൂടിയാണ്. എക്സാമിന് നരേഷൻ 5 മാർക്കിന്റെ നരേഷൻ ചോദിച്ചാൽ എഴുതാൻ പറ്റിയ പോയിന്റ് കൂടിയാണ്. ഈ 10 പോയിന്റിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് സൈലം. ഓക്കെ, കണ്ടോ, ഇറ്റ് ടെൽസ് ദാറ്റ് എൻകറേജ്മെന്റ് ക്യാൻ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മാൻ. ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് എഴുതിയ ആളെ പേരെന്താ? ലൂസി ക്ലിഫോർഡ്. യെസ്, ഇറ്റ് ടെൽസ് ദാറ്റ് എൻകറേജ്മെന്റ് ക്യാൻ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മാൻ. നമ്മൾക്ക് ഒരാൾക്ക് എൻകറേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അതല്ലേ സൈലം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എൻകറേജ്മെന്റ് നൽകുന്നു. നിങ്ങളിലുള്ള ബെസ്റ്റ് പേഴ്സണെ, നിങ്ങളിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മാർക്കിനെ സൈലം നിങ്ങളിൽ നിന്ന് അരിച്ചെടുക്കുകയാണ്. അതാണ് സൈലം ചെയ്യുന്നത്. എൻകറേജ്മെന്റ് നൽകുക, ധൈര്യം നൽകി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാക്സിമം നമ്മൾ തരുന്നുണ്ട്. അത് നൽകുന്നു. എന്നിട്ട് മനുഷ്യനെ, ആ ഒരു വ്യക്തിയെ മാക്സിമം ആ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നു. വൺ ഡേ, ഇനി കഥയാണ്. A boy invited his sister into a field. ഒരു ചെക്കന് അവന്റെ സിസ്റ്ററിനെ, അവന്റെ പെങ്ങളെ ഒരു ഫീൽഡിലേക്ക്, വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. To see a picture drawn by him. അവൻ വരച്ച ഒരു പിക്ചർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി.
വിചാരിച്ചിട്ട് അവനൊരു പിക്ചർ വരച്ചിട്ട് തന്റെ സിസ്റ്ററെ ആ ഒരു വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ പിക്ചർ വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. അത്ര വലിയ രസമൊന്നുമില്ല. നമ്മളൊക്കെ ചിത്രം വരയ്ക്കുന്നത് പോലെയുള്ള ആ ഒരു ലെവലേ ഉള്ളൂ. അത്ര വലിയൊരു ഇന്റർനാഷണൽ ലെവലൊന്നും ആ ഒരു ചിത്രമില്ല. The girl told that if we want to do our best, we should do it for the people we love. അങ്ങനെ നല്ല ഒരു പിക്ചർ വരയ്ക്കണമെങ്കിൽ കണ്ടോ, എൻകറേജ്മെന്റ് ആണ് മക്കളെ. എൻകറേജ്മെന്റ് പറഞ്ഞോ എന്താ ചെയ്തത്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ ആ പിക്ചർ വരയ്ക്കുന്ന സമയത്ത് that would be the best one. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായിരിക്കും ഏറ്റവും ഭംഗിയുള്ളത് എന്നങ്ങ് അവനെ പറഞ്ഞു കൊടുത്ത് അവനെ എൻകറേജ്മെന്റ് ചെയ്യിക്കുകയാണ് മക്കളെ. യെസ് യെസ്. എന്നിട്ടോ യെസ്, അതാ 4ാമത്തെ പോയിന്റാണ്. ചാപ്റ്റർ 10 പോയിന്റിൽ കഴിയാൻ പോകണം. യെസ്, soon a big tragedy struck the family. പക്ഷെ പെട്ടെന്ന് ആ ഫാമിലിക്ക്, ഈ ബോയിന്റെ സിസ്റ്റർ ആണല്ലോ, പെങ്ങളാണല്ലോ, ആ ഫാമിലിക്ക് ചെറിയൊരു ട്രാജഡി, ചെറുതല്ല ഒരു ട്രാജഡി സംഭവിക്കുകയാണ്. The little girl died in her sleep. ആ കൊച്ചുകുട്ടി ആ ഉറക്കത്തിൽ മരിച്ചുപോയി ഗൈസ്. യെസ്, പാവം അല്ലേ. ദ ബോയ് വാസ് വെരി സാഡ്. ബോയ്ക്ക് ഭയങ്കര സങ്കടമായി. അന്ന് അവന് ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ചെക്കന് ഭയങ്കര സാഡായി. ഹി ഡിഡ് നോട്ട് ഹാവ് ഇനഫ് കറേജ് ടു സീ ദ സെയിം ഫീൽഡ് വിത്തൗട്ട് ഹെർ. ആ സെയിം വയൽ, നേരത്തെ അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്ന, പിക്ചർ കാണിച്ചു കൊടുത്തിരുന്ന ആ വയലിൽ അവൻ ഒറ്റക്ക് പോയിരിക്കാൻ അവന് മടിയാണ്. കാരണം അവന് പഴയ ഓർമ്മകൾ വരും തന്റെ സിസ്റ്ററിനെ കുറിച്ചിട്ട്. അങ്ങനെ അവൻ അതായത് ധൈര്യമില്ല. ആഫ്റ്റർ സം ടൈം, കുറെ വർഷങ്ങൾക്ക് ശേഷം, കുറെ കാലങ്ങൾക്ക് ശേഷം, came into the boy's heart. അവന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ വരികയാണ്. To draw a picture, ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, എക്സാമിന് നരേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ 6ാമത്തെ പോയിന്റ് ആണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവന്റെ മനസ്സിൽ ഒരു ആഗ്രഹം വരുന്നോ, ഒരു പിക്ചർ വരയ്ക്കണം. അന്ന് ഞാൻ മുഴുമിപ്പിക്കാതിരുന്ന, അന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതിരുന്ന ഒരു പിക്ചർ എനിക്ക് വരയ്ക്കണമെന്ന് ആ ഒരു ചെക്കന്റെ മൈൻഡിലേക്ക് ഒരു ഐഡിയ വരികയാണ്. യെസ് യെസ്, ആഗ്രഹം വരികയാണ്. When he finished it, അവൻ ആ ചെക്കൻ അത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് the audience appreciated it very much. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. Wow, this is the best picture I have seen ever എന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അവിടെയുള്ള കംപ്ലീറ്റ് ഓഡിയൻസ് പറയാണ്, ഇതാണ് മോനെ കിടു പിക്ചർ, ഇതാണ് സെറ്റ് പിക്ചർ, ഇത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പിക്ചർ ഇതാണ്. ആ ചെക്കനൊന്നായിട്ട് അന്താളിച്ചു പോയി. ചില ഫിലിം പറയും, ഇത് എനിക്ക് ഭ്രാന്തായതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ. ഏതായാലും ചെക്കന്റെ പിക്ചറിനൊക്കെ ഫുൾ പോസിറ്റീവ്, കാരണം പൊളി മാനെ, സെറ്റ് സാധനം പറഞ്ഞു കൊടുത്തു. ഏതായാലും ഇറ്റ്സ് മേഡ് എവ്രിവൺ ഹാപ്പി. ആ ഒരു ചിത്രം കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഏതെങ്കിലും ഒരു പിക്ചർ ഉണ്ടോ? ജസ്റ്റ് കോമെന്റ് ബിലോ. ഏതായാലും whatever, എന്തോ ആവട്ടെ, ആ ചെക്കൻ വരച്ച പിക്ചർ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. എന്നിട്ടോ as he was drawing the picture, he spoke to his dead sister in his heart. സംഭവം എന്താ? ഡെഡ് സിസ്റ്റർ, മരിച്ചുപോയ സിസ്റ്റർ പണ്ടൊരു ഉപദേശം നൽകിയിരുന്നു. ഒരു ഉപദേശം നൽകിയിരുന്നു. എന്താണ് ഉപദേശം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, അവൾ പറഞ്ഞിരുന്നു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ളതായി മാറും എന്ന് പെങ്ങൾ പഠിപ്പിച്ചിരുന്നു. അതാണ് ആ ഒരു സീക്രട്ട് വെച്ചിട്ടാണ് ഈ ചെക്കൻ ഇവിടെ വരച്ചത്. ഏതായാലും ഇവന് വരയ്ക്കുന്ന സമയത്ത് ആ മരിച്ചുപോയ ആ ഒരു സിസ്റ്ററോട്, ആ പെങ്ങളോട് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. He asked her about the secret of happiness. അവളോട് ഹാപ്പിനെസിന്റെ സീക്രട്ട് ചോദിച്ചിരുന്നു. ഹാപ്പിനെസിന്റെ ആ ഒരു സീക്രട്ട് ചോദിച്ചിരുന്നു. The girl said that one could find happiness for oneself only by seeking it for others. അവിടെയാണ് പെങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുക, എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുക, എങ്ങനെ നമുക്ക് സന്തോഷം കിട്ടും എന്ന് ചോദിച്ചപ്പോ ഗേള് പറഞ്ഞ മറുപടിയാണ് ഹൈലൈറ്റ്. അതാണ് മൈൻഡിൽ വേണ്ടത്. അത് റിലേറ്റഡ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. 5 മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഓക്കെ, one could find happiness for oneself. ഒരാൾക്ക് അയാൾക്ക് തന്നെ ഹാപ്പിനെസ് കിട്ടപ്പോൾ ഓൺലി ബൈ സീക്കിംഗ് ഇറ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന സമയത്ത് മാത്രമേ ഒരാൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുള്ളൂ. ഒരാൾക്ക് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ മറ്റാൾക്ക് ഹാപ്പിനെസ് കൊടുക്കണം. എങ്ങനെ? അതല്ലേടാ സൈലം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുമ്പോൾ, നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എക്സാമിൽ കൂടുതൽ മാർക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഹാപ്പിനെസ് കൂടുതൽ കിട്ടുന്ന സമയത്ത്, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾ കൂടിയാണ് ഇവിടെ ഹാപ്പി ആവുന്നത്. NMMS എക്സാമിന് കൂടുതലായിട്ട് നിങ്ങൾ ഹാപ്പി ആവുന്നു എന്ന് മനസ്സിലാക്കിയതിൽ ഡെഫിനറ്റ്ലി സൈലത്തിലെ മുഴുവൻ ഫാക്കൽറ്റീസിനും ഹാപ്പിനെസ് ഉണ്ട്. അത് തന്നെയാ ഗേളും പറഞ്ഞത്, മറന്നു പോകരുത്. ഗേള് പറഞ്ഞു, മറ്റൊരാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്കും ഹാപ്പിനെസ് ഉണ്ടാവും. അതാണ് ഇനി ക്ലൈമാക്സ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്. 10ാമത്തെ പോയിന്റോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ കീറി ഒട്ടിക്കുകയാണ്. ഈ പരിപാടി നിർത്തും. കാരണം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞു. ദ ലൈറ്റ് ഓൺ ദ ഹിൽ എന്നുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങളുടെ മൈൻഡിൽ കയറാൻ പോവുകയാണ് വിത്ത് ലാസ്റ്റ് പോയിന്റ്. കണ്ടോളൂ, ലവ് ഹെൽപ്സ് വൺ ടു ലിവ് ലൈഫ്.
ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്നേഹം. ജസ്റ്റ് കമന്റ് ബോക്സിൽ ആ ഒരു സ്നേഹത്തെ നേരത്തെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തു. I'm really happy because you guys have a specific person, a specific thing to be loved. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ടല്ലോ. ഏതായാലും ജസ്റ്റ് ഒരു കമന്റ് ബോക്സിൽ ഒരു ലവ് ചിഹ്നം ഇട്ടേടാ. ഇവിടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സ്നേഹമാണ്. യെസ്, അത് നിങ്ങളുടെ ഉപ്പയോട് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട്, നിങ്ങളുടെ അമ്മയോട്, നിങ്ങളുടെ ഉമ്മയോടൊക്കെയുള്ള സ്നേഹമായിരിക്കും. When that love helps one to bring happiness to others as well as to oneself, it's called heaven. യെസ്, മറ്റൊരാൾക്ക് ഹാപ്പിനെസ് നൽകുമ്പോൾ നമുക്കും ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേടാ സ്വർഗം. അതാണ് സ്വർഗം. ഇതാണ് മക്കളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഐ റിയലി ലവ് യു ഗൈസ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഹെവൻ. അതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, മറ്റന്നാള് മലയാളം കഴിഞ്ഞാൽ തൊട്ടടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. നിങ്ങൾക്ക് സംബന്ധിച്ച് മാർക്ക് കുറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കുട്ടികളെ സംബന്ധിച്ച് 10ാം ക്ലാസ്സിലാണെങ്കിൽ പോലും A+ നഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിന് വേണ്ട പ്രാധാന്യം പലരും കൊടുക്കാറില്ല. പലപ്പോഴും പലരും കരുതും ഇത് ഈസി ആണല്ലോ, കുറെ കവിതകളും അതുപോലെ തന്നെ കുറെ കഥകളും മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ല, അതിൽ കുറെ ഡിസ്കോ. അതേപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്, 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 40 മാർക്ക് മാറി 80 മാർക്ക് ആകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. അപ്പോ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ 9ാം ക്ലാസ് പഠിക്കാൻ പറ്റൂല. അത് വലിയ സീന് വരുന്നുണ്ട്. സോ പക്ഷെ നമുക്ക് ഇപ്പോഴേ സെറ്റ് ആക്കാം. ശ്രദ്ധിച്ചിരുന്നോ? അടിപൊളിയായിട്ട് JD സാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കും. ഒരു ടെൻഷനും മക്കൾക്ക് വേണ്ട. മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാവരും. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് സൈലത്തിലെ ടീച്ചേഴ്സ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ NMMS എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ മുന്നിലുള്ളത് എന്താണ്? ക്രിസ്മസ് എക്സാം ആണ്. അപ്പോ എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റണം. അതിനു വേണ്ടിയുള്ള ക്ലാസ് ആണ്. അപ്പോ എല്ലാരും സെറ്റപ്പ് ആയിട്ട് പഠിക്കുക. ലൈക്ക് എത്ര ഒന്നും കണ്ടാ പോരാ, എല്ലാ മക്കളും ലൈക്ക് അടിക്കണം. ഓക്കെ, ഏതായാലും നമ്മൾ ആ ഒരു AD സാറുടെ ബ്ലെസ്സിങ്ങും കാര്യങ്ങളും കിട്ടി. ഇനി മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്ക് നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത്. മക്കളെ, നമ്മളിപ്പോ പഠിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതി വെച്ചോ, നിങ്ങൾ കുറിച്ച് വെച്ചോ. വരാനിരിക്കുന്ന എക്സാമിൽ ചോദിക്കാൻ പോകുന്നത് ഇത്രയൊക്കെയാണ്. നരേഷൻ ചോദിക്കും. ആ നരേഷന്റെ ആൻസർ എന്താ? നമ്മൾ ഈ പറഞ്ഞ 10 പോയിന്റ് ഇല്ലേടാ, ആ 10 പോയിന്റ് എഴുതി വെച്ച നരേഷന്റെ മാർക്കായി 5 മാർക്കായി. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാ? ഡെഫിനറ്റ്ലി ഈ ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ഈ ഗേളിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിക്കാനുള്ളത്. ഡെഫിനറ്റ്ലി ഈ ഒരു കവിത കണ്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാം എന്നുള്ള ഫോർമാറ്റ് നമ്മൾ പറയും. ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഡയറി ചോദിക്കും. ഡെഫിനറ്റ്ലി തന്റെ സിസ്റ്റർ മരിച്ച ദിവസം അല്ലെങ്കിൽ തന്നോട് വിട പറഞ്ഞ ദിവസമുള്ള ഡയറി. ഓക്കെ, അങ്ങനെ ആ ഒരു ഡയറി ചോദിക്കാം. അല്ലെങ്കിൽ പിന്നീട് രണ്ടാമതൊരു ബോധോദയം വന്നല്ലോ, രണ്ടാമത് ആ ചിത്രം വരയ്ക്കണം എന്നുള്ള ആഗ്രഹം വന്നല്ലോ, അന്നത്തെ ഡയറി. ഏതായാലും ലെറ്റർ എഴുതാൻ പറയും. തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, തന്റെ ആ ഒരു സിസ്റ്ററിനോടുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിന് ലെറ്റർ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ PYQ സെറ്റ് ആക്കിയിട്ടാടാ, PYQ നോക്കിയിട്ടാടാ നിങ്ങളോട് ഞാൻ ഈ പറയുന്നത്. എക്സ്പെക്ടബിൾ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, നമുക്ക് നോക്കാം. ഇനിയും ഉണ്ടല്ലോ നമുക്ക് എക്സാമിന് ഡേയ്സ്. നമുക്ക് നോക്കാടാ, സെറ്റ് ആക്കാടാ. യെസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇത് ഓക്കെ ആണോടാ? ഈ ചാപ്റ്റർ ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഇമോജി ഇട്ടിട്ട് നമ്മളെ എല്ലാവരെയും എല്ലാ ടെൻഷനിൽ നിന്നും കൂളാക്കുന്ന ഈ ഒരു ഇമോജി ഇട്ടിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞ. ഈ മലയാളം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തുമണികളെ, നിങ്ങൾക്ക് മലയാളമല്ല, അറബി അല്ല, ഉറുദു അല്ല, സംസ്കൃതമല്ല, ഏത് ലാംഗ്വേജ് ആണെങ്കിലും സൈലം ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പേടിക്കണോ? വേണ്ട മക്കളെ. നാളെ മുതൽ നിങ്ങൾക്ക് ഏതാണോ എക്സാം അതിന്റെ തലേ ദിവസം അതിന്റെ എക്സാക്ട് ലൈവുമായിട്ട് സൈലം വരും. സൈലം വന്നിരിക്കും. ദാറ്റ് സൈലം. യെസ്, യു ഗൈസ് ആർ സെൻഡിങ് ദാറ്റ് ഇമോജി, which means നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണം. നിങ്ങൾ ആ ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞു. ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്, അനദർ ചാപ്റ്റർ. ആക്ച്വലി ഇറ്റ്സ് എ പോം. മക്കളെ നോക്കിക്കോ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്റർ സെറ്റാക്കി. ഇനി നമ്മുടെ മുന്നിലുള്ളത് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആണ്. ഇത് പറഞ്ഞില്ലേ, ഈ ഒരൊറ്റ ലൈവ് കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് ചാപ്റ്ററും നമ്മൾ പഠിപ്പിച്ചിരിക്കും. വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാടോ? വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലപ്പണിക്കാരെന്ന് പറയില്ലേ, കത്തിയൊക്കെ മൂർച്ച ചെയ്യിപ്പിക്കുന്ന ആള്. ആ ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കി തരാം. പക്ഷേ നമ്മുടെ വ്യൂസ് കുറച്ചുകൂടി ഒരു ലെവലിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് 8ാം ക്ലാസ്സിലെ ഗ്രൂപ്പിലേക്ക് ഇനിയും ഷെയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത് ഷെയർ ചെയ്തത് മാത്രമല്ല, ലൈക്ക് ഇടാൻ മറന്നു വരുത്. ഇത്രയും തൊണ്ട പൊട്ടി അലറുന്ന നമുക്കൊരു ലൈക്ക് തരാൻ നിങ്ങൾക്ക് മനസ്സില്ലേ മക്കളെ? ഏതായാലും ജസ്റ്റ്
ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. ബ്ലാക്ക് സ്മിത്സ്, വില്ലേജ് ബ്ലാക്ക് സ്മിത്സ്, ഇതിന്റെ തീം കേട്ടോ, ലോങ് ഫെലോ. ഓതറ പേര് മറന്നു പോവരുത്. ഇതിൽ നിന്ന് എന്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, ഒരു നരേഷൻ പോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ തന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഓതർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്. ലോങ് ഫെലോ ആണ്, ഒരു നീളമുള്ള ചെങ്ങായി ആലോചിച്ചാൽ മതി. ഹാസ് ക്രിയേറ്റഡ് എ ബ്യൂട്ടിഫുൾ കമ്പാരിസൺ വിത്ത് ദ വർക്ക് ഓഫ് ദ ബ്ലാക്ക് സ്മിത്ത് വിത്ത് ഹൗ വി മൗൾഡ് അവർ ഫ്യൂച്ചർ ഇൻ ഹൗ ഹാൻഡ്സ്. ഒരു കൊല്ലപ്പണിക്കാരനെയും നമ്മുടെ ഭാവി ജീവിതം നമ്മളെങ്ങനെ ഉരുത്തിരിയുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ മൗൾഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതും കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ ലോങ് ഫെലോ. നമുക്ക് നോക്കാം. The poet has given a close observation of the life of a normal village blacksmith. ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു കൊല്ലപ്പണിക്കാരൻ, ഓക്കെ, കത്തിക്ക് മൂർച്ച കൂട്ടുന്ന അല്ലെങ്കിൽ കോടാലിക്ക് മൂർച്ച കൂട്ടുന്ന അങ്ങനത്തെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഒരു ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള, ഭയങ്കര ഒരു എന്താ പറയാ, അത്രയും ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു കവിത എഴുതുന്നത്. ആൻഡ് കമ്പയർഡ് ടു ദ ഐഡിയ ഓഫ് വൺ ബീങ് ദ മാസ്റ്റർ ഓഫ് ഹിസ് ഓൺ ഫെയ്ത്ത്. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണെന്ന് പറയാറുണ്ട് ആര്? ദുൽഖർ സൽമാൻ. ഏതായാലും അതുപോലെ അവന്റെ വിധി അവനാണ് തീരുമാനിക്കുന്നത് എന്നുള്ള തീമിലേക്ക് ആൾക്കാരെ എത്തിക്കുകയാണ്. He explains the life of the blacksmith. ആ ബ്ലാക്ക്സ്മിത്തിന്റെ ലൈഫ് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എങ്ങനെയെന്നറിയോ? Breaks and burns the metal and molds it. ഒരു മെറ്റൽ കൊണ്ട് എടുത്തിട്ട്, ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് അതെന്താക്കുന്നു, അടിച്ചടിച്ച് അവനെ ഉലയിൽ ഊതിയിട്ട് അവൻ എന്താക്കുന്നു, അടിച്ചടിച്ച് അവൻ അതെന്താക്കുന്നു, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. Yes, similarly in our life failures are breaking points. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഫെയിലിയേഴ്സ് ഒക്കെ എന്താടാ, ബ്രേക്കിംഗ് പോയിന്റ്സ് ആണ്. പലപ്പോഴും ഇന്നത്തെ NMSന്റെ ആ ഒരു മാർക്കൊക്കെ പറഞ്ഞ സമയത്തും, സാറേ ഞാൻ തോറ്റു, എനിക്ക് അത്ര മാർക്കില്ല, വിചാരിച്ചത്ര മാർക്കൊന്നും കിട്ടിയില്ല. ബട്ട് ദാറ്റ്സ് എ ബ്രേക്കിംഗ് പോയിന്റ്. അതൊരു മറ്റൊരു ബ്രേക്കിംഗ് പോയിന്റ് ആണ് മക്കളെ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് സൈലം അതിലുപരി ധാരാളം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് നൽകിയിട്ടുണ്ട്, ധാരാളം വിസ്ഡം നിങ്ങൾ ഓൾറെഡി നേടിയെടുത്തിട്ടുണ്ട്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ഓൾറെഡി നേടിയിട്ടുണ്ട്. നിങ്ങൾക്കതൊരു എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും there is something new and better is the process of formation. എന്ത് തന്നെ ആയാലും അതിലൊരു ഫോർമേഷൻ ഉണ്ട്. സംതിങ് ബെറ്റർ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. NMMS പരീക്ഷ എഴുതിയ ഒരാളും എഴുതാത്ത ഒരാളും ഡിഫറെന്റ് അല്ലേ? നിങ്ങൾ പറ, ഡിഫറെന്റ് അല്ലേ? അവർക്ക് ക്വസ്റ്റ്യനെ പറ്റിയുള്ള പാറ്റേണിനെ പറ്റി ഐഡിയ വന്നില്ലേ? അവർക്ക് കുറെ നോളജ് കിട്ടിയില്ലേ? യെസ്, അതാണ് പറയുന്നത്. ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ വി ആർ ഗെയിനിങ് ദ എക്സ്പീരിയൻസ് നേടുന്നു. ഹെൻസ് വി നീഡ് ടു വർക്ക് ഹാർഡ് ടു മേക്ക് അവർ ലൈഫ്. നമ്മുടെ ജീവിതം നിർമ്മിക്കാൻ വേണ്ടി, ജീവിതം നാം കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഹാർഡ് വർക്ക് ആൻഡ് കീപ് മൂവിംഗ് ഫോർവേഡ് വിത്തൗട്ട് ലൂസിംഗ് ഹോപ്പ് ഇൻ ലൈഫ്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ NMS നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ, കിട്ടിയ ആൾക്കാരുണ്ട്, ഡെഫിനറ്റ്ലി അവർ കൺഗ്രാറ്റുലേഷൻസ് ആണ്. പക്ഷെ നിങ്ങളും അടിപൊളിയാണ്, സെറ്റാണ്. കാരണം യു ഗൈസ് ഓൾസോ എന്താണ് ട്രൈഡ്. നിങ്ങൾ എന്തായാലും ശ്രമിച്ചിട്ടുണ്ട്. ഇഫ് യു ഫോൾ ഓൺ യുവർ ഫേസ് യു ആർ സ്റ്റിൽ മൂവിംഗ് ഫോർവേഡ്. നിങ്ങൾ മുഖം കുത്തി വീഴുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ടാ വീഴുന്നെന്നാ പറഞ്ഞത്. യെസ്, ഏതായാലും നോക്കൂ, പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഇനി നിങ്ങൾ കത്തിന്റെ ചിഹ്നമൊക്കെ അയക്കേണ്ടത് വില്ലേജ് ബ്ലാക്ക് സ്മിത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കണ്ടോടാ, ആൻഡ് സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. ഒരു ചെസ്റ്റ്നട്ട് ട്രീ, ഇതാണ് ചെസ്റ്റ്നട്ട്. ഓക്കെ, ഈ മരത്തിന്റെ താഴെ നിന്ന് വില്ലേജ് സ്മിതി സ്റ്റാൻഡ്സ്. വില്ലേജ് സ്മിതി എന്ന് പറഞ്ഞാൽ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആണ്. അതായത് എന്താണ്, ഈ കൊല്ലപ്പണിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു. ദിസ് മീൻസ് എ മൈറ്റി മാൻ ഈസ് He is a mighty man. അദ്ദേഹം ഭയങ്കര ജിമ്മനാണ്, ഭയങ്കര ജിം ബോഡിയുള്ളതാണ്, ഭയങ്കര അടിപൊളിയാണ്. With large and sinewy hands. ഇത്രയും സിൻവി ഹാൻഡ്സ് ആണ്, മസിലുള്ള ബോഡി. കഴിഞ്ഞ ലൈവിലാന്ന് തോന്നുന്നു ഏതൊരു നമ്മൾ മസിലൊക്കെ കാണിച്ചിരുന്നു. യെസ്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. 4K അടിക്കട്ടെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്താൻ കഴിയും. യു ഗൈസ് ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ദ മസിൽസ് ഓഫ് ദ ബ്രൗണി ആംസ്. ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു ആംസിന്റെ എന്താണ്, സിൻവി ഹാൻഡ്സ് ആണ്. അത്രയും മസിലുകളാണ് അദ്ദേഹത്തിന്റെ കൈകളിലുള്ളത്. യെസ്, ആ സ്ട്രോങ് ആസ് അയൺ ബാൻഡ് പോലെ. നിങ്ങള് ഇടിവള എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ അയൺ ബാൻഡ് പോലെ സ്ട്രോങ് ആണ് അദ്ദേഹത്തിന്റെ കരങ്ങൾ, അദ്ദേഹത്തിന്റെ സിൻവി ഹാൻഡ്സ്, അദ്ദേഹത്തിന്റെ മസിൽ ബോഡി. യെസ് എന്ന് പറയുന്നുണ്ട്. യെസ്, സെറ്റ് ആണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ഔട്ട്ലുക്ക് കണ്ടല്ലോ. അദ്ദേഹം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഫ്രീക്ക് ആയിട്ടുള്ള ഒരു എന്താണ്, കൊല്ലപ്പണിക്കാരനാണ്. ഏതായാലും യെസ്, അത്രയും മസിലുള്ള ആളാണ്. നെക്സ്റ്റ് സ്റ്റാൻസ, ഹിസ് ഹെയർ ഈസ് ക്രിസ്പ്. ഇതിപ്പോ വേണമെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അടിപൊളി എഴുതാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഒബ്സർവേഷൻ ആണ് നമ്മുടെ ലോങ് ഫെലോ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഏതായാലും ഹിസ് ഹെയർ ഇസ് ക്രിസ്പ്. അദ്ദേഹത്തിന്റെ ഹെയർ ഭയങ്കര ക്രിസ്പാണ്, ഭയങ്കര ചുരുള മുടിയാണ്. ആൻഡ് ബ്ലാക്ക് ആണ്, ആൻഡ് ലോങ് ആണ്, നീളമുള്ള മുടിയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറാണ്, അതുപോലെ തന്നെ ക്രിസ്പ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഹിസ് ഫേസ് ഈസ് ലൈക്ക് ദ
ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ട്. സൂര്യന്റെ വെയിൽ വെച്ചിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. യെസ് യെസ്, സൂര്യന്റെ പുറത്ത് കുറെ നേരം നിൽക്കുന്ന സമയത്ത് സൂര്യന്റെ വെയിൽ വെച്ചിട്ട് ടാൻ അടിക്കും. യെസ്, അതൊക്കെ ഉണ്ട്. ആൻഡ് ഹിസ് ബ്രോ ഇസ് വെരി വിത്ത് ഹോണസ്റ്റ് സ്വെറ്റ്. അവിടെയാണ് ഹോണസ്റ്റ് സ്വെറ്റ് എന്ന ഉദ്ദേശം കൊണ്ടാണ് ലോങ് ഫെല്ലോ ഒരു ലിറ്ററേച്ചർ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അല്ലാതെ നമുക്ക് ഇനി കൂടെ നിങ്ങൾ ചോദിക്കും, യെസ് ഹിസ് ബ്രോ, അവന്റെ ഈ ഒരു നെറ്റിത്തടങ്ങളിലൊക്കെ ഐബ്രോയിലൊക്കെ എന്തുണ്ടടാ, എന്തുണ്ട്? ആ ഒരു വിയർപ്പ് തുള്ളികൾ അത്രയും ഓണറബിൾ ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള തുള്ളികളാണ്, അത്രയും മൂല്യമുള്ളതാണ്. ഹി ഏൺസ് whatever he can. അദ്ദേഹത്തിന് വേണ്ടതൊക്കെ അദ്ദേഹം നേടുന്നു എന്നാ പറയുന്നത്. യെസ്, അദ്ദേഹത്തിന് ധാരാളം ആവശ്യങ്ങളുണ്ട്. അത് വലിയൊരു എമൗണ്ടിലേക്ക്, ഒരു ലിമിറ്റ് മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളതുള്ളൂ. അത് മാത്രം അദ്ദേഹം നേടുന്നു. അതായത് ഒരു അത്യാർത്ഥി ഒരു ലെവൽ, ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം ഇല്ല. ആൻഡ് ലുക്സ് ദ whole world in the face. എല്ലാ ലോകം മുഴുവൻ അദ്ദേഹം എന്താക്കുന്നു, നോക്കിക്കാണുന്നു. അതായത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും നോക്കിക്കാണുന്നുണ്ട്. ലോകത്തെ എല്ലാം അവൻ നോക്കിക്കാണുന്നുണ്ട്. For he owes not any man. പക്ഷെ ആ ലോകത്തിലുള്ള ഒരാളോടും അവൻ കടപ്പെട്ടിരിക്കുന്നില്ല. വിച്ച് മീൻസ് അവൻ കടപ്പെട്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളെയും വിഷമിപ്പിക്കാതെ അവന്റെ കാര്യം നോക്കി അവൻ അങ്ങ് നോക്കുന്നു. അല്ലാതെ മറ്റൊരാളെയും വിഷമിപ്പിക്കാനോ മറ്റൊരാളോടുമായിട്ട് എന്തെങ്കിലും കാർക്കശ്യ രൂപത്തിൽ ഇപ്പൊ സംസാരിക്കാനോ എന്താക്കാനോ അയാളെ ഉപദ്രവിക്കാനോ ഒന്നും അയാൾ നിൽക്കുന്നില്ല. ഹി ഹാസ് ഹിസ് ഓൺ ലൈഫ്. അവന്റെ ജീവിതം അവൻ ഇങ്ങനെ അടിപൊളിയായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെറ്റാണ്, ഒരു പ്രശ്നവുമില്ല. വീക്ക് ഇൻ വീക്ക് ഔട്ട് ഫ്രം മോൺ ടു ടിൽ നൈറ്റ് യു ക്യാൻ ഹിയർ ഹിസ് ബെലോബ്ലോ. ബെലോബ്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ, ഈ കത്തി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മീൻസ് ഒരു കാറ്റ് വേണമല്ലോ, അതിനാണ് ഇപ്പോഴൊക്കെ ഇങ്ങനെ കറക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ബെലോബോ. ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് എന്താക്കാം, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് കേൾക്കാം. യു ക്യാൻ ഹിയർ ഹിം സ്വിങ് ഹിസ് ഹെവി സ്ലഡ്ജ്. ആ ഹെവി സ്ലഡ്ജ്, ഈ സ്ലഡ്ജ് അങ്ങനെ സ്വിങ് ചെയ്യുന്നത് കാണാം. വിത്ത് മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ. ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഒരു സാധനം, ഒരു എന്താ പറയാ, ഒരു ഹാമർ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സൗണ്ടും സാധനങ്ങളൊക്കെ. ഏതായാലും അതേപോലെ ഒരു ബീറ്റ്, വളരെ സ്ലോ ആയിട്ടുള്ള ബീറ്റ് സൗണ്ട് ഒക്കെ, വളരെ മെഷേർഡ് ആയിട്ടുള്ള, അതായത് അതിന്റെ അടുത്ത സൗണ്ട് അത്രയും ബീറ്റ് ആണ്, ഒരു മ്യൂസിക് പോലെ നമുക്ക് തോന്നും. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്, മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ. ഒരു ബീറ്റ് പോലെ ആ ഒരു സൗണ്ട് എങ്ങനെ സ്ലോയിൽ കേൾക്കാൻ പറ്റും. ലൈക്ക് എ സെക്സ്റ്റൻ റിംഗിങ് ദ വില്ലേജ് ബെൽ. അതായത് പള്ളിയിൽ അച്ഛന്മാരുണ്ടാവുമല്ലോ, എന്താണ് പാതിരിമാരുണ്ട്, പാതിരിമാരെന്നല്ല പറയില്ല, സെക്ഷൻ പള്ളിയിൽ അച്ഛന്മാര്. അവരെന്താക്കും, അവര് പള്ളിയിലെ ബെല്ലടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡെഫിനറ്റ്ലി. അതുപോലെയുണ്ട്, ഒരു സ്പെഷ്യൽ ടോണിലാണ് അവരടിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. when the evening sun is low എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്ന സമയത്ത് കണ്ടിന്യൂഷൻ കണ്ടോളൂ. and children coming home from school. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയം. കേട്ടോ, കവിതയാണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിന്റെ അവസാനം, ഇതിന്റെ ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോം എടുത്തതിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം എങ്ങനെയാണ് വില്ലേജ് ബ്ലാക്ക് സ്മിത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ലുക്ക് ഇൻ അറ്റ് ദ ടോപ്പ് ദ ഓപ്പൺ വിൻഡോ. ആ തുറന്നു വെച്ച ഇങ്ങനെ പണിയെടുക്കുന്നത്, അതോ പുറത്തുനിന്ന് വാതിലൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും പിള്ളേരൊക്കെ. ആൻഡ് ദേ ലവ് ടു സീ ദ ഫ്ലേമിംഗ് ഫോർജ്. ഇങ്ങനെ തീ പാറുന്നത് കാണാം, തീപ്പൊരികൾ ഇങ്ങനെ പാറി കളിക്കുന്നത് കാണാൻ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമാണ്. ആൻഡ് ഹിയർ ദ ബെല്ലോസ് റോർ. ആ ബെല്ലോസ് ഒക്കെ ഇങ്ങനെ അലറുന്നത്, ഈ ബെല്ലോസ് ഒക്കെ ഇങ്ങനെ ആ ഒരു സൗണ്ട് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതുപോലെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പെട്രോളിന്റെ മണക്കം, മീൻസ് ഇതൊരു ടൈപ്പ് ഓഫ് ആൾക്കാർ, ഇങ്ങനെ തീപ്പൊരിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, പടക്കം പൊട്ടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അതിലുണ്ടാവും. ചില ആൾക്കാർ ഈ പെട്രോളിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. പെട്രോളിന്റെ മണം അത്ര നല്ല അല്ല, എന്തായാലും പലർക്കും ഇഷ്ടമാണ്. ചിലപ്പോൾ പുതിയ ബുക്കിന്റെ ഒക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള ഈ ചെറിയൊരു ഇതുണ്ടല്ലോ, പെബിൾസ് ഒക്കെ പൊട്ടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അല്ലേ. ചില ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും, ഒരു ഗിഫ്റ്റ് ബോക്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങളാണ്. ഏതായാലും അതുപോലെ ഈ കുട്ടികൾക്ക് എന്താണ്, ഈ തീപ്പൊരി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ക്യാച്ച് ദ ബേണിംഗ് സ്പാർക്ക് ദാറ്റ് ഫ്ലൈ. പറന്നുകൊണ്ടിരിക്കുന്ന ഈ തീപ്പൊരി എന്താക്കും, കൈയോട് ഇങ്ങനെ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ. ആൻഡ് ലൈക്ക് ഷാഫ് ഫ്രം ദ ത്രസ്റ്റിംഗ് ഫ്ലോർ. അതായത് ഷാഫ് ഉണ്ടാവും. ആക്ച്വലി നമ്മൾ എന്താ പറയാ, ഈ ഒരു എന്താ പറയാ, ഉമി എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. ഈ ഒരു നെല്ലൊക്കെ ഇങ്ങനെ വേർതിരിക്കുന്ന സമയത്ത് എന്താ പറയാ, അതിന്റെ എന്താ പറയാ, ഈ ഒരു സംഭവം ഈ പരിപാടി തന്നെ. അതായത് നെല്ലൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് അതിൽ നിന്ന് നെല്ലിൽ നിന്ന് ഈ ഒരു ഉമിയൊക്കെ വേർതിരിക്കുന്ന ആ ഒരു പ്രോസസ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്പാർക്സ് പോലെ, പൊടികൾ പോലെ ഈ തീപ്പൊരികൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഡ്രില്ലർ യൂസ് ചെയ്യുന്നത്, ഡ്രില്ലർ അല്ല, ഈ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻ കണ്ടില്ലേ, അതൊക്കെ കട്ട്
ചെയ്യുന്ന സമയത്ത് ഒരു തീപ്പൊരി വരില്ലേ? യെസ് അല്ലെങ്കിൽ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ എന്ത് പറയാം, സ്പാർക്സ് ഒക്കെ വരുന്നത് കാണാം, ഇതുപോലെ തീപ്പൊരി ഒക്കെ വരുന്നത് കാണാം. അതുപോലെ തീപ്പൊരികളൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കും എന്നാണ് പറയുന്നത്. ഇതാ ഹിഗോസ്. ഇനിയാണ് മെയിൻ തീമിലേക്ക് വരുന്നത്. കാരണം ഇവിടെ വരെ നമ്മൾ എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആ ഒരു ചുറ്റുപാടും അദ്ദേഹത്തിന് ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഹി ഗോസ് ഓൺ സൺഡേ ടു ദി ചർച്ച്. ഞായറാഴ്ച അദ്ദേഹം ചർച്ചിലേക്ക് പോകുന്നു ആൻഡ് സിറ്റ്സ് among his boys. അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ, ആ ചെക്കന്റെ ഫ്രണ്ട്സിന്റെ കൂടെ, നമ്മുടെ വില്ലേജ് സ്മിതിയുടെ ആ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്നു. എവിടെ? ചർച്ചിൽ ഇരിക്കുന്നു. എന്നിട്ടോ he hears the person pray and preach. അവിടെയുള്ള പള്ളിയിലച്ഛൻ എന്താക്കുന്നത്? പാഴ്സൺ എന്ത് ചെയ്യുന്നു? പ്രീച്ച് ചെയ്യുന്നു. അദ്ദേഹം ആ ജനങ്ങളോട്, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് എന്ത് ചെയ്യുന്നു? ഉപദേശങ്ങൾ നൽകുന്നു. ഉപദേശങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. he hears his daughter's voice. അവന്റെ മകളുടെ സൗണ്ട് അവൻ കേൾക്കുന്നു. എവിടുന്നാ മകളുടെ സൗണ്ട് കേട്ടത്? കേട്ടോ സിങ്സ് ഇൻ ദ വില്ലേജ് കൊയർ. ഡെഫിനറ്റ്ലി വില്ലേജ് കൊയറിൽ നിന്ന്, ആ ചേർച്ചിലൊക്കെ ഒരു കൊയർ ഉണ്ടാവും, ഒരു ട്രൂപ്പ് ഉണ്ടാവും, പാട്ടൊക്കെ പാടാനുള്ള ഒരു ടീം ഉണ്ടാവും. അവരിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്താണ്? അവന്റെ മകളാണ്, നമ്മുടെ വില്ലേജ് സ്മിതിയുടെ മകളാണ്. അവളുടെ പാട്ട് ഇങ്ങനെ കേൾക്കും. ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹാർട്ട് റിജോയ്സ്. അവളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു സന്തോഷമാണ്. Anybody can get വൈക്കോൽ. കറക്റ്റ് ആണ് മക്കളെ. താങ്ക് യു ഫോർ ദ കോമെന്റ്സ്. ഓക്കെ, യെസ് ഏതായാലും നിങ്ങൾ പറ. ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹാർട്ട് റിജോയ്സ്. എന്തുകൊണ്ടായിരിക്കും അവന്റെ ഹൃദയത്തിന് അത്രയും ഒരു സന്തോഷം നൽകാൻ കാരണം? നിങ്ങൾ പറഞ്ഞോളൂ. ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ വോയിസ് കേൾക്കുന്ന സമയത്ത്, അവന് ആ പെൺകുട്ടികൾ ആ ക്വയറിൽ പാടുന്ന സമയത്ത് അവന് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്നു പറയുന്നു. വൈ? ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. എന്തുകൊണ്ടായിരിക്കും ആ ചെക്കൻ, നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്, ആ പെൺകുട്ടികൾ പാടുന്ന സമയത്ത്, ആ ക്വയറിൽ നിന്ന് പാടുന്ന സമയത്ത് അവന് സന്തോഷം കിട്ടുന്നത്? യെസ് ബാപ്പ എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ് കറക്റ്റ് ആണ്. ഹിസ് ഫാദർ. യെസ് അവന്റെ അച്ഛനായതുകൊണ്ട് ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇറ്റ് സൗണ്ട് ടു ഹിം ലൈക്ക് ഹർ മദർസ് വോയിസ്. ആ പെൺകുട്ടിയുടെ അമ്മയെ പോലെ ഇദ്ദേഹത്തിന് തോന്നുന്നു. അതായത് നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ ആരായിട്ട്? വൈഫിനെ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. യെസ്, എന്റെ പ്രിയ പത്നിയുടെ അതേ സൗണ്ട് പോലെയുണ്ടല്ലോ എന്റെ മകളുടെ പാട്ട് എന്ന് അദ്ദേഹം കാണുന്നുണ്ട്. യെസ്, മദേഴ്സ് വോയിസ് സിംഗിങ് ഇൻ പാരഡൈസ്. അവരെ എവിടെ പാടുന്നു? അങ്ങ് ദൂരെ സ്വർഗത്തിൽ വെച്ചിട്ട്, ഹെവനിൽ വെച്ചിട്ട്, സ്വർഗത്തിൽ വെച്ച് പാട്ട് പാടുന്നത് പോലെ ഇവന് നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന് ഫീൽ ചെയ്യാണ്. യെസ് ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹൗ വൺസ് മോർ. ഒരിക്കൽ കൂടി അവളെ പറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ചിന്തകൾ വരികയാണ് അല്ലെ. പലപ്പോഴും പല മരിച്ചുപോയ ആൾക്കാരുടെ വസ്തുക്കളും അവരുടെ സൗണ്ട് പോലത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? പല മരിച്ചുപോയ ആൾക്കാരെ പറ്റി ഓർമ്മകൾ വരും. ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്. എങ്ങനെയായിരിക്കും അവളിപ്പോ ആ ഒരു കല്ലറയിൽ കിടക്കുന്നുണ്ടാവുക എന്നതിനെ പറ്റിയൊക്കെ അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിത്ത് ഹിസ് ഹാർഡ് റഫ് ഹാൻഡ് ഹി വൈപ്സ്. അവന്റെ ആ ഒരു ശക്തമായ കരങ്ങൾ കൊണ്ട്, അവന്റെ ഹൃദയം എന്താണ്? വളരെ സോഫ്റ്റ് ആണ്. പക്ഷെ അവന്റെ കരം, ഈ ഒരു വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആണ്, ഈ കൊല്ലപ്പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കരങ്ങളൊക്കെ എന്താണ്? വളരെ സ്ട്രോങ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കരങ്ങളാണ്. ഇങ്ങനെ ഉലയിൽ അടിച്ചടിച്ച്, അതുപോലെ തന്നെ അവന്റെ കത്തിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്ന, മൂർച്ച വെപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കരങ്ങളിലൊക്കെ തയമ്പ് കിട്ടിയിട്ടുണ്ടാവും ഗൈസ്. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് സ്ട്രോങ് ആണ്. അങ്ങനെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, റഫ് ആയിട്ടുള്ള കൈ കൊണ്ട് അവന് കണ്ണുതിരിങ്ങനെ തുടക്കുകയാണ് അല്ലേ. കരങ്ങളെ ശക്തമുള്ളവന്റെ ഹൃദയം വളരെ ലോലമാണ്. യെസ് ഗ്രാമർ പറഞ്ഞു തരും ചോദിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്, സൈലത്തിന്റെ ലൈവിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് ചുമ്മാ ഇറങ്ങി പോവാനല്ല. നിങ്ങൾക്ക് ഗ്രാമർ ആയാലും ഡിസ്കോഴ്സ് ആയാലും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ആയാലും എല്ലാം സൈലം സെറ്റാക്കി തന്ന ചരിത്രം സൈലത്തിനുണ്ട്. ഇനിയും ആ ചരിത്രം തുടർന്നുകൊണ്ടേയിരിക്കും. Don't worry about the grammar, the discourse, any other kind of chapters. Okay, എഡിറ്റിംഗ് ആവട്ടെ, എല്ലാം നമ്മൾ സെറ്റ് ആകും. A tear out of his eyes. അവന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. But we need your support. ഇതൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു കവിത കഴിയാൻ പോവാണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറെ ലെവലിലേക്ക് എത്താനുള്ളതാണ്. സോ ജസ്റ്റ് ഷെയർ. അതുപോലെ തന്നെ ഇനിയും ലൈക്ക് ചെയ്യാത്ത ഇഷ്ടം പോലെ ആൾക്കാരവിടെ കാണുന്നുണ്ട്. ലൈക്ക് ചെയ്തേക്കാം, മറക്കണ്ട. ഓക്കെ വി നീഡ് യുവർ സപ്പോർട്ട്. യു ഗൈസ് ആർ ദ ഗ്രേറ്റ് തിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്ന്. യെസ്, ഇനി അവസാനമായിട്ട് ടോയിലിംഗ്, റീജോയ്സിങ്, സോറോയിങ്.
ടോയിലിംഗ് മീൻസ് കഷ്ടപ്പാട്, അവരുടെ ഹാർഡ് വർക്ക്. റീജോയ്സിങ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ജോയ്, അവന് സന്തോഷമുണ്ട്. അതായത് പകലിൽ അവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, അതാണ് ടോയിലിംഗ്. പകലിൽ പണിയെടുക്കുന്നു. റീജോയ്സിങ്, അവന് വീണ്ടും ഒരു ആനന്ദമുണ്ടാകുന്നു, അവന് വല്ലാത്തൊരു ആനന്ദമുണ്ടാകുന്നു. എപ്പോ തൻ്റെ മകള് അവിടെ പാട്ട് പാടുന്നത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആനന്ദം ഉണ്ടാകുന്നു. തൻ്റെ വൈഫിന്റെ പാട്ട് പോലെ അദ്ദേഹത്തിന് തോന്നുന്നു. സോറോയിങ്, പിന്നീട് സങ്കടപ്പെടലാണ്. തൻ്റെ വൈഫിനെ ആലോചിച്ച് പിന്നീട് എന്താക്കും, സങ്കടപ്പെടും. ഓൺവേർഡ്സ് ത്രൂ ലൈഫ് ഹി ഗോസ്. അങ്ങനെയാണ് അവരുടെ ജീവിതം. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതം. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. വളരെ വലിയൊരു മോട്ടിവേഷൻ സാധനം ഇതിൽ ഒരു വരി കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും എന്താ ഉണ്ടാവുക? ഇതുണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ സന്തോഷങ്ങൾ ഉണ്ടാവും, സന്താപങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ഉണ്ടാവും, സന്തോഷമുണ്ടാകും, വീണ്ടും സങ്കടമുണ്ടാകും, വീണ്ടും സന്തോഷമുണ്ടാകും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാം ശരിയാവും. യെസ് ഈച്ച് മോർണിംഗ് സീ സം ടാസ്ക് ബിഗിൻ. എല്ലാ രാവിലെയും പുതിയ ടാസ്കുകൾ അദ്ദേഹത്തിന് അവിടെ കാണുന്നുണ്ടാകും. ഈച്ച് ഈവനിങ് സീസ് ഇറ്റ് ക്ലോസ്. എല്ലാ വൈകുന്നേരവും നോക്കുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ ക്ലോസ് സംതിങ് ഡൺ. ചിലതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ എന്താക്കും, കത്തി മൂർച്ച വെപ്പിക്കാൻ കൊണ്ടുവരും. ചില ആൾക്കാർ ചിലപ്പോൾ ഗ്രിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ തരും. ചില ആൾക്കാർ പുതിയ എന്തെങ്കിലും സാധനം ഈ ഒരു കമ്പി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വരും. അങ്ങനെ എല്ലാം എന്താക്കും, അറ്റംപ്റ്റ് ചെയ്യും. ചിലതൊക്കെ എന്താക്കും, ചിലത് ട്രൈ ചെയ്യും, ചിലത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. യെസ്, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതായത് അവന്റെ ആ ഒരു വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ ആ ഒരു വർക്ക്ഷോപ്പിലുള്ള ആ ഒരു ഷോപ്പിലുള്ള അവസ്ഥയാണ് പറയുന്നത്. ഹി ഹാസ് ഏൺഡ് എ നൈറ്റ് സ്പോർട്സ്. അങ്ങനെ അദ്ദേഹം നേടിയെടുക്കുന്നത് എന്താ, രാത്രിയിലുള്ള ആ ഒരു സ്ലീപ്പ്. രാത്രിയിൽ അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു. ആ റെസ്റ്റ് അദ്ദേഹം നേടിയെടുക്കുന്നത് ബൈ ഡൂയിങ് ദിസ് ഹാർഡ് വർക്ക്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് രാത്രി ഉറക്ക് വരുമോ? യെസ്, പിറ്റേന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പണം വേണം. ആ പണം അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. അങ്ങനെ അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് എന്താകുന്നു, അടിപൊളിയായിട്ട് ഉറങ്ങുന്നു. യെസ്, ഇഫ് യു ഗൈസ് വാണ്ട് ടു റെസ്റ്റ്, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ കുറഞ്ഞ സമയം, സൈലം ലൈവ് എടുക്കുന്ന കുറഞ്ഞ സമയം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ? നിങ്ങൾ ലൈവ് കണ്ട് കുറച്ചു നേരം നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾക്ക് അതിനുശേഷം ധാരാളം സമയം റെസ്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒന്നിനെ പറ്റിയും ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാൻ കഴിയും. എങ്ങനെ? നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക, ഇതിന്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് മനസ്സിലാക്കുക, എന്നിട്ട് ഇത് നന്നായിട്ട് എക്സാം അടിപൊളിയായിട്ട് എഴുതുക, എന്നിട്ട് പോയി മാർക്ക് വാങ്ങുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ കോൺഫിഡൻസ് നിറയ്ക്കും. സൈലം നിറച്ചു തരും, സൈലത്തിന്റെ ഫാക്കൽറ്റീസ് നിറച്ചു തരും. ഡെഫിനറ്റ്ലി അത് മതിയടാ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞുള്ള വെക്കേഷനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിലും ആ ഒരു സമാധാനം കിട്ടിയാൽ നിങ്ങൾക്ക് സെറ്റാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, താങ്ക്സ് ടു യു. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് ആണ്. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് ആണ്. അതിന്റെ മീനിങ് യു എന്നാണ് കേട്ടോ. താങ്ക്സ് ടു യു മൈ വർത്തി ഫ്രണ്ട്. എന്റെ വളരെ വാല്യബിൾ ആയിട്ടുള്ള ഫ്രണ്ടേ, താങ്ക് യു ഫോർ ദ ലെസൺ യു ഹാസ് ടോട്ട്. നീ എനിക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു പാഠം, അതിന് നന്ദിയുണ്ട്. Thus at the flaming forge of life our fortune must be wrought. ഈ ഒരു ഫ്ലെയിമിംഗ് ഫോർജ് ഓഫ് ലൈഫ്, ഈ ഒരു ആളിക്കത്തുന്ന ജീവിതം, ഇങ്ങനെ ആളിക്കത്തുന്ന ജീവിതത്തിൽ our fortune must be wrought. അതായത് wrought എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് മെറ്റൽസ് ബീറ്റൻ ഔട്ട് ഷേപ്ഡ് ബൈ ഹാമറിംഗ്. ഹാമർ ചെയ്ത് ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിനാണ് റൗട്ട് എന്ന് പറയാം. അതായത് ഒരു ഷേപ്പിലുള്ള ഒരു സാധനം, ഇതൊരു ഷേപ്പ്, ഇതിനെന്താക്കുന്നു, ഹാമർ വെച്ചിട്ട് അടിച്ച് മറ്റൊരു ഷേപ്പ് ആക്കുന്നതിനാണ്. യെസ്, അങ്ങനെ ഈ ഒരു ഫ്ലെയിമിംഗ് ഫോർജിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഇരുമ്പിന്റെ കഷ്ണം അടിച്ച് വേറൊരു പോർഷനിലേക്ക്, വേറൊരു മോഡലിലേക്ക് മാറ്റുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതവും എന്താക്കണം, പുതിയൊരു തലത്തിലേക്ക് മാറ്റണം. ഒന്നും അറിയാത്ത ഒരാള് അവന്റെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ, യൂട്യൂബിൽ സൈലത്തിന്റെ ലൈവുകൾ കാണുന്ന സമയത്ത് അവൻ പുതിയൊരാളായിട്ട് പല ക്വസ്റ്റ്യന്റെയും ആൻസർ പഠിച്ചവനായിട്ട് ട്രാൻസ്ഫോം ചെയ്തു വരുന്നു. യെസ്, അത് തന്നെയാണ് പറഞ്ഞത്. Thus on it sounding anvil shaped. ആ ഒരു സൗണ്ടിൽ ആൻവിൽ വെച്ചിട്ട് എന്താക്കുന്നു, ആൻവിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സാധനം അടിയിൽ വേണ്ടേ, അതിൽ വെച്ചിട്ട് അവൻ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഈച്ച് ബേണിംഗ് ഡീഡ് ആൻഡ് തോട്ട്. എല്ലാ ബേണിങ്ങും ഇങ്ങനെ കരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ ചൂടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി എന്താക്കും, ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും, അതിനെ ഓരോ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറയും. അങ്ങനെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഓരോ ബേണിങ്ങും എന്താണ്, അവന്റെ പ്രവൃത്തികളാണ്, അവന്റെ ചിന്തകളാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും, ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഓരോ ചിന്തകളും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഇതിൽ നിന്നുള്ള എക്സാക്ട് സ്റ്റാൻസ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരും. യെസ്, ഇതിന്റെ പോപ്തിന്റെ ഈ ഒരു കവിതയുടെ മോറൽ പറയുന്നത് ഈച്ച് ഡേ വി ഷേപ്പ് അവർ ഫ്യൂച്ചർ. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഫ്യൂച്ചറാണ്. നാളെ എന്ന് പറയുന്ന ഫ്യൂച്ചറിനെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്താക്കുന്നു, ഷേപ്പ് ചെയ്തെടുക്കുന്നു. അതാണ് ഇനി വരാറുന്ന എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ലൈഫ് വിത്ത് അവർ ഓൺ ഹാൻഡ്സ്. നമ്മുടെ ജീവിതം നമ്മുടെ ഹാൻഡ്സ് കൊണ്ട് തന്നെ. യെസ്, നിങ്ങളാണ് ഷേപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പാരന്റ്സിന്റെ നിർബന്ധം കൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഷേപ്പ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ഇനിയുള്ള എല്ലാ ദിവസവും ലൈവ് കാണും. നമ്മൾ എന്താക്കിയിരിക്കും, നമ്മുടെ ജീവിതം ഷേപ്പ് ചെയ്ത് മാറ്റിയെടുക്കും. ഡെഫിനറ്റ്ലി കണ്ടോ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എങ്ങനെയാ എന്ന് നമ്മൾ ചോദിക്കാം. യെസ്, കണ്ടോ, ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്താ പറഞ്ഞേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കണ്ടോ, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. കവിതയിൽ നിന്ന് ഈ വരി അങ്ങോട്ട് വായിച്ചോ. ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ 5 മാർക്കാ. The question given below, each question carries 1 score. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു ലൈൻസ് അല്ലേ, എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സാധനാടാ. കണ്ടോ, under a spreading chestnut tree the village smithy stands. The smith a mighty man, he is with large and sinewy hands and muscles of his brawny arms are stronger as iron band. ഇത് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ ഓരോ ലൈൻ ബൈ ലൈൻ, ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ അർത്ഥം വെച്ച് പഠിച്ചു. ഇനി ക്വസ്റ്റ്യൻ കണ്ടോ, where is the blacksmith seen? Where is the blacksmith seen? എവിടെയാണ് നമ്മുടെ ബ്ലാക്ക് സ്മിത്തിനെ കാണുന്നത്? നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ ഇന്ന് കണ്ട ലൈവ്, ഇത്ര വരെ കണ്ട ലൈവ് മുതലായി നിങ്ങൾക്ക് നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ പറ്റും. എനിക്കും പറയാൻ പറ്റും. എനിക്കിന്ന് വളരെ നേരത്തെ പറഞ്ഞ ആ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഉറങ്ങൂലേ, ആ പണിയെടുത്തതിന്റെ ക്ഷീണം അല്ലെങ്കിൽ ആ പണിയെടുത്തതിന്റെ അത്രയും യൂസ്ഫുൾ ആയി എന്ന് മനസ്സിലാകുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങുന്നില്ലേ, അതുപോലെ എനിക്കും കിടന്നുറങ്ങാം നിങ്ങൾക്ക് ഇന്നത്തെ ലൈവ് മുതലായി എന്ന് പറഞ്ഞുകൊണ്ട്. യെസ്, പറയടാ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ. പറഞ്ഞോ എവിടെയാണ് ബ്ലാക്ക് സ്മിത്തിനെ കാണാൻ കഴിയുന്നത്? യെസ് under a chestnut tree. മക്കളെ, നിങ്ങൾ പൊളിയാണടാ. നമ്മുടെ യോദ്ധാക്കളാണ് നിങ്ങൾ യോദ്ധാക്കളാണ്. യോദ്ധ ബാച്ച് ആണ് നിങ്ങൾ. യോദ്ധാക്കളാണ്. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈലത്തിന്റെ യോദ്ധാക്കളാണ്. നിങ്ങൾ ആൻസർ പറഞ്ഞിരിക്കുന്നു. ഐ എം റിയലി ലവ് യു ഗൈസ്. ആൻസർ the blacksmith is seen under a spreading chestnut tree. chestnut tree എന്ന് അതിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ആൻസറിൽ ചെസ്നട്ട് ട്രീ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ആൻസർ ആണ് മക്കളെ. നിങ്ങളാണ് ഇന്നത്തെ കിങ്. നിങ്ങൾക്ക് കിങ്സിനെ കൂട്ടണോ? നിങ്ങൾ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കൂടി ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന എക്സാക്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ പാറ്റേൺ കണ്ടുപിടിച്ചോ. ഇനി ഇതിലില്ലാത്ത മറ്റൊരു ക്വസ്റ്റ്യൻ എന്താന്ന് പറയട്ടെ. ഹു ഈസ് ദ ഓതർ ഓഫ് ദിസ് പോം? ഈ പോത്തിന്റെ ഓതർ ആരാണ്? നമ്മളെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ആ ഒരു പേര് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നില്ലേ? ജസ്റ്റ് പറയടാ, കമന്റ് ബോക്സിൽ പറഞ്ഞു നോക്ക്. ഇത് ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്? അതല്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ചെയ്യാണ്. ഇത് നിങ്ങളുടെ മെമ്മറിയിൽ കയറും. നാളെ എക്സാമിൽ നിങ്ങൾക്ക് ചെസ്നട്ട് ട്രീ എന്നുള്ള സാധനം മറക്കില്ല. യെസ്, ഹൗ ഈസ് ദ സ്മിത്ത് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം? എങ്ങനെയാണ് സ്മിത്തിനെ, ആ ഒരു വില്ലേജ് ബ്ലാക്ക് സ്മിത്തിനെ, ആ ഒരു ഈ നമ്മുടെ കൊല്ലപ്പണിക്കാരനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹത്തെ പറഞ്ഞതെന്നുള്ളതാണ് ഈ ഒരു കംപ്ലീറ്റ് ലൈനും അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ്. കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി എഴുതി വെക്കാം. കണ്ടോ, യെസ്. ദ സ്മിത്ത് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മൈറ്റി മാൻ വിത്ത് ലാർജ് ആൻഡ് സിൻവി ഹാൻഡ്സ്. വലിയ മസിൽ മാൻ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആം സീൻ ടു ബി അയൺ ബാൻഡ് പോലെ കൈമേൽ കെട്ടുന്ന അയൺ ബാൻഡ്. യെസ്, ലോങ് ഫെല്ലോ. മുതലായടാ, ഞാൻ ഇപ്പൊ ലൈവ് ഇവിടെ നിർത്തിയാലും എനിക്ക് മുതലാം. കാരണം നിങ്ങളൊക്കെ ഞാൻ ഒരു മെൻഷൻ ചെയ്യുമ്പോഴേക്കും ലോങ് ഫെലോ എന്നതാ കമന്റ് ബോക്സിൽ അതാ കത്തിക്കയറുന്ന. പോരേടാ മച്ചാനെ, ഇത് മതിയടാ മച്ചാനത് പോരടാ എന്ന് പറഞ്ഞത്. ഇത് മുതലായി. യെസ്, ഇനിയുണ്ട് ഇഷ്ടം പോലെ. ഇത് 2ാമത്തെ ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോഴേക്കും ഈ ലെവലിലാണ് നിങ്ങൾ കൂടെ നിൽക്കുന്നത് കട്ടക്കെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വേറെ ലെവലാകും. സൈഡ് ആൻ ഇൻസെൻസ് ഓഫ് സിമിലി ഫ്രം ദ എബവ് ലൈൻ. സിമിലി എന്താണ്, മെറ്റഫർ എന്താണെന്ന് നമ്മൾ ഓൾവേസ് പറയുന്ന ഒരു സംഭവമാണ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സിമിലി, ആസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിമിലി, അതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ മെറ്റഫർ. എക്സാമ്പിൾ നമ്മൾ പഠിപ്പിച്ചുതരാം. കണ്ടോ He is like a lion. Capital നോക്കണ്ടാ. He is a lion. Okay.
അപ്പൊ ഇതെന്താണ്, ഇവിടെ ലൈക്ക് യൂസ് ചെയ്തത് കൊണ്ട് മാത്രം ഇതെന്താണ്, സിമിലി ആണ്. ഇവിടെ ലൈക്കും ഇല്ല ആസും ഇല്ല, അതുകൊണ്ട് എന്താണ്, ഇത് മെറ്റഫർ ആണ്. ഓക്കെ, സെറ്റാണല്ലോ. ഇവിടെ മെറ്റഫർ ആണ്, സിമിലി ആണ്. ഇതിൽ നിന്ന് ആ ഒരൊറ്റ പോയിന്റ് കൊണ്ട് സിമിലിയും മെറ്റഫറും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും ബൈ ഗിവിങ് ദിസ് വൺ. ഇതിൽ നിന്ന് നിങ്ങൾ ആ ഒരു സിമിലി ഒന്ന് കണ്ടെത്തടാ, നിങ്ങൾ ജസ്റ്റ് 1 2 3 4 5 6 ഇതിലേത് ലൈനിലാണെന്ന്, ജസ്റ്റ് ഏത് വരിയാണ്, വരിന്റെ നമ്പർ ചോദിച്ചപ്പോഴേക്കും എക്സാക്ട് വരിയൊക്കെ കമന്റ് ചെയ്ത് അങ്ങോട്ട് തന്നു. ഇതാണടാ യോദ്ധാക്കൾ. യെസ്, നിങ്ങൾ സ്ട്രോങ് ആസ് അയൺ ബാൻഡ് എന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് ആസ് എന്നുള്ള വേർഡ് കാണാം. യെസ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ലൈക്കോ ആസോ വന്നു കഴിഞ്ഞാൽ സിമിലിയാണ്. നിങ്ങൾ പറഞ്ഞടാ, നിങ്ങൾ പൊളിയാടാ, നിങ്ങൾ ലെവലാടാ. യെസ്, കമന്റ് ബോക്സിൽ അതാ നിറഞ്ഞ് കവിയാണ്, ആൻസേഴ്സ് ഒക്കെ ലെവലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, ഇത് ഒരൊറ്റ സ്റ്റാൻസയാണ് കഴിഞ്ഞ വർഷം തന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ധാരാളം സ്റ്റാൻസുകൾ ഇപ്പൊ ക്ലാസ് എടുത്തു അല്ലെ. ഈ ഒരു സ്റ്റാൻസയാണ് ഇപ്പോ ഇത് ക്വസ്റ്റ്യൻ വന്നുള്ളത്. ഈ സ്റ്റാൻസ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ സെറ്റ് ആക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഉറപ്പായിട്ടും സെറ്റ് ആക്കിയിരിക്കും. നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഇതൊക്കെ ഓക്കെ ആണോ? ഇതുവരെ പഠിപ്പിച്ച ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമോജി മിസ്റ്റർ ബീന്റെ അപ്പുറത്തുള്ള ഒരു ഇമോജി ഒന്ന് ഇട്ടേടാ കമന്റ് ബോക്സിൽ. ആ ഒരു ഇമോജിയാണ് ഇനി വേണ്ടത്. നിങ്ങൾ 6 എന്നുള്ള ആൻസർ ഇപ്പോഴും നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ആ ഒരു സ്നേഹം അത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ആ ഒരു ശക്തിയും നമ്മൾ മനസ്സിലാക്കി. ഇത് ഓക്കെ ആണോ? ചാപ്റ്റർ സെറ്റ് ആണോ? We have to move to the next chapter. Yes, സെറ്റ് ആണോടാ? നിങ്ങൾ ആലോചിച്ച് നോക്കടാ, അരമണിക്കൂർ കൊണ്ട് നമ്മൾ 2 ചാപ്റ്റർ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് സെറ്റാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേ ഇൻ ദ കൺട്രി. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബോറിംഗ് ചാപ്റ്റർ ആണ് ഡേ ഇൻ ദ കൺട്രി. പക്ഷേ ഇന്ന് മുതൽ നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ ആവാൻ പോവുകയാണ് എ ഡേ ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആവാൻ പോവുകയാണ് ഈ ഒരു ചാപ്റ്റർ. കണ്ടോ, ഈ ഒരു 3 പിക്ചറിലൂടെ കംപ്ലീറ്റ് കഥകളും പറയുന്നുണ്ട് ഈ എ ഡേ ഇൻ ദ കൺട്രി. ഇച്ചിരി സംഭവം കുറച്ച് പറഞ്ഞാൽ ഇച്ചിരി ലാഗ് ആക്കിയത് കൊണ്ടാണ്, ആ ചാപ്റ്റർ ഇച്ചിരി ലാഗ് ആയതുകൊണ്ട്, കുറച്ച് ലെങ്തി ആയതുകൊണ്ടും കുറച്ച് ലാഗ് ആക്കിയതും കൊണ്ടുമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. പക്ഷെ അതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. കാര്യം എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കഥ പറയാം. കണ്ടോ, ഒരു ചെക്കൻ, ആ ചെക്കൻ്റെ കൈ എന്താക്കി, അവൻ കാട്ടുപോയപ്പോൾ കൈ മാളത്തില് പിന്നെ ഏതോ ഒരു പക്ഷിന്റെ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇട്ടപ്പോൾ മുട്ട കിട്ടി. പക്ഷെ എന്താക്കുന്നില്ല, കൈ പുറത്തേക്ക് ഇടുന്നില്ല, കൈ കുടുങ്ങിപ്പോയി. അപ്പൊ അവന്റെ ഫ്രണ്ട് ഫിയോക്ല ടെറന്റിന്നാണ്, മീൻസ് ഡെനിൽക്കെയാണ് ഈ കൈ കുടുങ്ങിയ ആള്. ഡി അവന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, ഡെനിൽക്കന്റെ സിസ്റ്റർ ആണ് ഫിയോക്ല. ആ ഫിയോക്ല ഈ കോബ്ലറേയും കൊണ്ടുവരികയാണ്. അതായത് ടെറന്റി എന്ന് പറഞ്ഞുള്ള ഈ ഒരു കോബ്ലറേയും കൂട്ടിക്കൊണ്ടുവരാണ് ഈ നമ്മുടെ അവന്റെ ബ്രദർ ഡെനിൽക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവനെ വന്നിട്ട് രക്ഷിച്ചു. പക്ഷെ മഴയൊക്കെ പെയ്ത് സീനായി. അവര് ആ കാട്ടിലൂടെയുള്ള സഞ്ചരിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് കഥ. ഓക്കെ, കണ്ടോ, ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? ടെറന്റി ദ കോബ്ലർ ഉണ്ട്, ഇങ്ങേരാണ് ടെറന്റി. കോബ്ലർ ഉണ്ട്, ഫിയോക്ല ഉണ്ട്, ലിറ്റിൽ ഗേൾ ഉണ്ട്. ഇവളാണ് ഈ ടെറന്റിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്തിനാ? നമ്മുടെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഡെനിൽക്കയുണ്ട്, കുരുത്തം കെട്ട ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കണ്ട പ്രാവിന്റെയും അതുപോലെ തന്നെ പക്ഷികളുടെ ഒക്കെ മുട്ട എടുക്കാൻ പോയ സിലിച്ച് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഓഫ് ടെറന്റി. അത് ജസ്റ്റ് ഒരു സമയത്ത് മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ. ടെറന്റിന്റെ ഫ്രണ്ടാണ്. ടെറന്റിനെ അന്വേഷിച്ച് പോയ സമയത്ത് ഫിയോക്ല എന്താക്കുന്നതാണ്, കണ്ടുമുട്ടുന്ന ഒരാളാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ഈ ഒരു ചാപ്റ്റർ. എന്നിട്ട് അവരെന്താക്കുന്നു, ഏതൊരു പുഴത്തീരത്ത് ഈ ഒരു ബാണിൽ കടന്നുറങ്ങുന്നതും അവിടെ അവിടെ കണ്ട കാഴ്ചകളും അവിടെയുള്ള ആ ഒരു പ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. എ ഡേ ഇൻ ദ കൺട്രി എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കും. അതുകൊണ്ട് ജസ്റ്റ് രണ്ട് സ്ലൈഡിൽ ഇതിന്റെ സമ്മറിയും ഒരു സ്ലൈഡിൽ ഇതിന്റെ കൺക്ലൂഷനും പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകും. ദിസ് ഈസ് എ ലവ്ലി സ്റ്റോറി. ഇത് ശരിക്കും പറഞ്ഞാൽ
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ചാപ്റ്റർ കിട്ടിയെന്ന് ഓർമ്മയില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ലവ്ലി സ്റ്റോറി. ഇറ്റ് ഈസ് ജസ്റ്റ് എ സിംഗിൾ ഡേ when a heavy but short rainstorm hit this tiny village. ഈ ഒരു ചെറിയൊരു കുഞ്ഞു വില്ലേജ് ആണ്. ആ വില്ലേജിൽ മൊത്തം ഒരു ഷോർട്ട് റെയിൻ സ്റ്റോം എന്ന് പറയും, ചെറിയൊരു വെള്ളപ്പൊക്കം പോലെ വലിയൊരു കൊടുങ്കാറ്റ് വീശി. hit this tiny village, ഒരു വലിയ ഓക്കെ. യങ് ഡെനിൽക്ക ഹാസ് ഗോട്ട് ഹിസ് ആം കോട്ട് ഇൻ ദ ട്രീ. മരത്തിൽ ഡെനിൽക്കന്റെ കൈ അങ്ങോട്ട് കുടുങ്ങിപ്പോയി. എവിടെ? മരത്തിൽ മുട്ട എടുക്കാൻ നോക്കിയ സമയത്ത് കൈ കുടുങ്ങിപ്പോയി. ഇവൺ യങ് ലിറ്റിൽ ഫിയോക്ല ഹാസ് റേസ്ഡ് ദ വില്ലേജ്. തന്റെ പെങ്ങൾ എന്താ ചെയ്തത്? വളരെ എന്താ പറയാ, റെസ്ക്യൂ മൈൻഡുള്ള ഒരാളാണ്. ഓക്കെ, തന്റെ പെങ്ങള് ഫിയോക്ല ചെയ്ത് നേരെ വില്ലേജ് പോയി. അവിടെ പോയിട്ടോ ടു ഫൈൻഡ് ദ കൈൻഡ് ടെറൻഡി കോബ്ലർ. അവിടെ ഒരു ചെരുപ്പ് തുന്നിയുണ്ട്. കോബ്ലർ എന്ന് പറഞ്ഞാൽ ചെരുപ്പൊക്കെ തുന്നുന്ന ഒരാൾ. ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഏതായാലും അവന്റെ അടുത്ത് പോയിട്ട് ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട് ഇവൻ രക്ഷിക്കണം, നമ്മുടെ ചെക്കൻ വീണ് കിടക്കാണ്, എന്റെ ബ്രദർ അവിടെ പെട്ട് കിടക്കാന്ന് പറഞ്ഞു. Despite the rain, he hurries with Fiokla to free Danielka. നിങ്ങൾ ആലോചിക്കുക, ഒരു കോബ്ലറുടെ മൈൻഡാണ്. ആ കോബ്ലർ എന്താണ് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ പ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കോബ്ലർ ഫിയോക്ലന്റെ കൂടെ എന്താക്കി? ഫിയോക്ലന്റെ കൂടെ ഡെനിൽക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു. എന്നിട്ട് രക്ഷിക്കുന്നുണ്ടോ? Then they walk and talk after the rain. മഴയ്ക്ക് ശേഷം, അങ്ങനെ രക്ഷിച്ചതിന് ശേഷം അവരെന്താക്കുന്നു? മഴയ്ക്കൊക്കെ ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, വില്ലേജിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ നടന്നു, മഴയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടന്നു പോവാണ്. And the children learn much from him about the nature. പ്രകൃതിയെ പറ്റി ധാരാളം കാര്യങ്ങൾ അവർ പഠിക്കുന്നു. എങ്ങനെയാണ് ഇടിവെട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ, ഒരു മുറി പറ്റിയാൽ ഏത് മരുന്ന് തേക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു കോബ്ലറാണ്. ഈ കുട്ടികൾക്കൊക്കെ വലിയ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അത് അറിയുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാർ ഒരു ചെരുപ്പ് കുത്തിക്ക് അവരെന്താക്കുന്നു? അതൊക്കെ അറിയാം. എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ, ഫിഷിനൊക്കെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്തെ പറ്റി, ചില നക്ഷത്രങ്ങൾ നോക്കിയിട്ട് അവരെന്താക്കും? വഴി നടക്കും. ആ നക്ഷത്രം കണ്ടാൽ മനസ്സിലാകും അത് കാലാവസ്ഥ ഏതാണെന്ന് മനസ്സിലാവും, ഏത് ദിക്കിലേക്കാണ് നടക്കുന്നത്. അവർക്ക് എന്ത് വേണ്ട? മറ്റേ കോമ്പസ് ഒന്നും വേണ്ട. കോമ്പസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഒക്കെ നോക്കുന്ന ഒരു സാധനമല്ലേ, അതൊന്നും വേണ്ട. അവരെല്ലാം തന്നെ വഴി നടക്കും. സെറ്റാണ്. യെസ്. Later that night, the kind Terendi comes quietly into the barn. അവസാനം ആ നൈറ്റിന് ശേഷം, ഓക്കെ, അവസാനം അവർ രാത്രി ആയിട്ടോ. അതിനുശേഷം ആ ഒരു വളരെ ദയാലുവായിട്ടുള്ള ടെറൻഡി, ആ കോബ്ലറില്ലേ, ആ രക്ഷിക്കാൻ വന്ന അയാള് എങ്ങോട്ട് വന്നു? ഒരു ബാണിലേക്ക് വന്നു. ബാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാൺ. ഓക്കെ, വൈക്കോലും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയ. അവർക്ക് എന്താക്കാൻ? അവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. And where the orphans are sleeping and leaves them some bread for the morning. രാവിലേക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ടാണ് ഇദ്ദേഹം പോകുന്നത്, ആ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ വെരി ടച്ചിങ് ഹ്യൂമൻ സ്റ്റോറി. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സ്റ്റോറിയാണ്. എസ്പെഷ്യലി മെൻഷനിങ് ദ നേച്ചർ, പ്രകൃതിയെ പറ്റിയിട്ട്. അതിൽ പറയുന്നുണ്ട് ആ നാട്ടിലുള്ള, ആ വില്ലേജിലുള്ള പലർക്കും, എല്ലാവർക്കും ഇതിനെ പറ്റിയുള്ള നോളജ് ഉണ്ട്. ഇതിനെപ്പറ്റി പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നു, ഒരു മുറി പറ്റിയാൽ ഏത് ചെടി ഉപയോഗിച്ച് ക്ലിയർ ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യെസ്. ഇതിന്റെ കൺക്ലൂഷനോട് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. കൺക്ലൂഷൻ കണ്ടോ? ദിസ് ലെസൺ ഈസ് അബൌട്ട് 2 children, a cobbler named Terendi who teaches him valuable lesson about nature. പ്രകൃതിയെ പറ്റിയിട്ടുള്ള ധാരാളം ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ടെറൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ ഫിയോക്ലക്കും ഡെനിൽക്കും. No matter how much ever we know about nature, നമുക്ക് എത്ര തന്നെ പ്രകൃതിയെ നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും still there is so much scope for us to learn about nature. നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനിയും അറിയാനുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. അതായത് പ്രകൃതിയെ പറ്റി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടല് പോലെ പരന്നു കിടക്കാണ് അല്ലെ. അതിലൊരു ടീസ്പൂണേ നമുക്ക് കിട്ടിയുള്ളൂ, അതിൽ ധാരാളം ഇനി എന്താക്കാണ്ട് കിട്ടാനുണ്ട്. ബിക്കോസ് നേച്ചർ ഈസ് മോർ ദാൻ ജസ്റ്റ് എ പ്ലേസ്. അതൊരു സ്ഥലം എന്ന ആ ഒരു നേച്ചർ, പ്രകൃതി എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്നതിനപ്പുറമാണ്. ജസ്റ്റ് വി ക്യാൻ വിസിറ്റ് ഡ്യൂറിങ് അവർ ഹോളിഡേയ്സ് ഓർ വീക്കെൻഡ്. നമുക്കൊരു വീക്കെൻഡിലോ ഒരു ഹോളിഡേയിലോ ഒക്കെ കാണാൻ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല പ്രകൃതി. നേച്ചർ ഈസ് ദ ആർട്ട് ഓഫ് ഗോഡ്. നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. പ്രകൃതിക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം ഡെനിൽക്കന്റെ, അല്ലെങ്കിൽ മിക്കവാറും ചോദിക്കാനുള്ളത് നമ്മുടെ ടെറൻഡിന്റെ. ഓക്കെ, ടെറൻഡിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത്. കാരണം ടെറൻഡിയുടെ ക്യാരക്ടർ അത്രയും പാവപ്പെട്ട കോബ്ലറായിട്ടും ഇവരെ രക്ഷിക്കാൻ വന്നു. അതും ഓർഫൻ ആയിട്ടുള്ള എന്തെങ്കിലും റിവാർഡ് കിട്ടോ? ഇല്ല, ഓർഫൻസ് ആണ്. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം.
ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ നിന്നും ഡയറിയും അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നരേഷൻ എക്സ്പെക്റ്റബിൾ ആണ്. ഈ ചാപ്റ്റർ ഓക്കെ ആണെങ്കിൽ നമ്മുടെ അമീൻ സാറിന്റെ പച്ചക്കൽബില്ലേ, ആ പച്ചക്കൽബ് കമന്റിലിട്ടെ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ്, പൊളിയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു പച്ചക്കൽബിട്ടെ, നമ്മുടെ അമീൻ സാറിന്റെ പച്ചക്കൽബിട്ടെ. യെസ് 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 യെസ്. ഇനി ഒരു ഒറ്റ ചാപ്റ്ററോട് കഴിഞ്ഞിട്ട് നമ്മളിത് അതിന്റെ പേര് നമ്മുടെ ഷാജു സാർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള 2-3 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, പവർ ആക്കാൻ വേണ്ടി. യെസ്, ഐ എം ഗെറ്റിംഗ് ദ പച്ചക്കൽബ് ഫ്രോം യു ഗൈസ്. ഓക്കെ, നമ്മുടെ അമീൻ സാറിന്റെ പച്ചക്കൽബാണത്. ഓക്കെ, ഏതായാലും അമീൻ സാർ ഇനി എന്തെങ്കിലും അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലായിരിക്കും. ഏതായാലും കണ്ടോ. യെസ് 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 യെസ്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് സോങ് ഓഫ് ദ ഫ്ലവർ. ഓക്കെ, നമ്മളിപ്പോൾ എത്ര ചാപ്റ്റർ കഴിഞ്ഞടാ, നിങ്ങൾ നോക്കിയോ, നിങ്ങൾ കണ്ടീനോ? യെസ്, വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് നമ്മളങ്ങോട്ട് തീർക്കാൻ പറ്റിയ തീർക്കാറില്ല. വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് അങ്ങോട്ട് തീർത്തു. യെസ്, ഡേ ഇൻ ദ കൺട്രി തീർത്തു. ഇനി നമുക്ക് 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽതാ ഇനി നമ്മൾ തീർക്കാൻ പോകുന്നത് സോങ് ഓഫ് ദ ഫ്ലവർ ആണ്. ഇനി ഫസ്റ്റ് ഷവർ ഉണ്ട്, നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് ഉണ്ട്, സോവർ ഉണ്ട്, റോസാപ്പാക്കാൻ സാറ്റ് സ്റ്റിൽ ഉണ്ട്. ഇതൊക്കെ ഷാജു സാറും ഞാനും കൂടി തന്നെ എന്താക്കും, സെറ്റാക്കും, പവറാക്കും. നിങ്ങളെല്ലാവരും പച്ചക്കൽബ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടം. വേറെ കളർഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഇമോജീസ് ഒക്കെ വരുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കാം. സോങ് ഓഫ് ദ ഫ്ലവർ. ഒരു പുഷ്പത്തിന്റെ പാട്ട്. എന്താണ് പൂവ്? യെസ്, സോങ് ഓഫ് ദ ഫ്ലവർ ഇസ് എ ബ്യൂട്ടിഫുൾ ഫോം അബൌട്ട് നേച്ചർ ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലിവിംഗ് ബീങ്സ്. പ്രകൃതിയും ജീവനുള്ള വസ്തുക്കളും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ദിസ് പോം വാസ് റിട്ടൺ ബൈ ഖലീൽ ജിബ്രാൻ. മറക്കല്ലേ മക്കളെ, ലോങ് ഫെലോനെ നമ്മൾ പഠിച്ചു, ലൂസി ക്ലിഫോർഡിനെ പഠിച്ചു, അതുപോലെ തന്നെ ഖലീൽ ജിബ്രാനെ മറക്കല്ലേ. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ, ഈ ഒരു പോത്തിന്റെ ഓതറാണ്. സോങ് ഓഫ് ദ ഫ്ലവറിന്റെ ഓതറാണ്. എ ഫേമസ് ലെബനീസ് പോയറ്റ് ആണ്. ലെബനാനാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ദിസ് പോം സ്പീക്സ് അബൌട്ട് ദി ലൈഫ് സൈക്കിൾ ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ ജീവിതമാണ് പറയുന്നത്. ഫ്ലവറിന് ജീവിതം ഉണ്ടോ? ഉണ്ട്, അത് പറയാൻ പോവുകയാണ്. കണ്ടോ, ആൻഡ് ഇറ്റ്സ് എക്സ്പീരിയൻസ്, അതിന്റെ എക്സ്പീരിയൻസും പറയാൻ പോവുകയാണ്. ദ ഫ്ലവർ ഇൻ ദ പോം ഈസ് റെപ്രസെന്റേറ്റീവ് ഓഫ് എവറി ആസ്പെക്ട് ഓഫ് നേച്ചർ. പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ഫ്ലവർ. അതെങ്ങനെ സാറേ പറഞ്ഞുതരാം. കണ്ടോ, കവിത കണ്ടോ? ഐ ആം എ കൈൻഡ് വേർഡ് അട്ടേർഡ് ആൻഡ് റിപ്പീറ്റഡ്. ഞാനൊരു വളരെ ദയാലുവായിട്ടുള്ള ഒരു വേർഡാണ്. അട്ടേർഡ് ആൻഡ് റിപ്പീറ്റഡ്, പലരും റിപ്പീറ്റഡ് ആയിട്ട് മൊഴിഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് ഞാൻ. ഈ ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയാനുണ്ട്. സോങ് ഓഫ് ദ ഫ്ലവർ പഠിക്കാത്ത എത്രയോ ആൾക്കാരുണ്ടാകും, അതിന്റെ അപ്രീസിയേഷൻ വേണ്ട ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ക്ലാസ്സുകളിൽ. അവർക്ക് ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അങ്ങോട്ട് തുടങ്ങിയാലോ? നിങ്ങൾ എല്ലാവരും ഇതിന്റെ ലിങ്ക് ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തേ. നമുക്ക് ധാരാളം ആൾക്കാർക്ക് ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. യെസ്, പെട്ടെന്ന് ഷെയർ ചെയ്യുക, പവറാക്കുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഇനിയും അമർത്താൻ മറന്നു പോയിട്ടുള്ള ആൾക്കാർ, പുതിയ ആൾക്കാർക്ക് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് ബട്ടൺ ഒന്ന് സെറ്റ് ആക്കുക. ഇതാ കണ്ടോളൂ, ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഐ ആം എ കൈൻഡ് വേർഡ് അറ്റേർഡ് ആൻഡ് റിപ്പീറ്റഡ്. ഞാൻ ഫ്ലവർ ആവാണ്ടോ കുറച്ചു നേരത്തേക്ക്? ഓക്കെ, ഫയർ അല്ല, ഫ്ലവർ. ഓക്കെ, ഞാൻ ആൾക്കാർ വീണ്ടും റിപ്പീറ്റ്. ഇത് ആരാ? ഇതിന്റെ നരേറ്റർ ആരാ? അല്ലെങ്കിൽ ഇത് ആരായിട്ടാ പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ഈ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫ്ലവർ ആണ്. ഓക്കെ, ഞാൻ വീണ്ടും ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞൊരു വേർഡാണ് ഫ്ലവർ. ഓക്കെ, ബൈ ദ വോയിസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ സൗണ്ട് കൊണ്ട് ധാരാളം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഐ എം എ സ്റ്റാർ ഫോളൻ ഫ്രം ദ ബ്ലൂ ടെന്റ് അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്. നീല ടെന്റ് പറഞ്ഞാൽ അവിടെ എന്താ വെച്ചത്? ആകാശം. ബ്ലൂ ടെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ ചോദിക്കേ. അവ പറയാ ആകാശം. ഇറ്റ്സ് എ സ്കൈ. ബ്ലൂ ടെന്റിൽ നിന്ന് ഗ്രീൻ കാർപ്പറ്റിലേക്ക് വീണ ഒരു സ്റ്റാർ ആണ് ഞാൻ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കാർപ്പറ്റ് പറഞ്ഞാല് പച്ചപ്പരവതാനി വിരിച്ച വയലുകളാവാം, അതുപോലെ തന്നെ താഴ്വരകളാകാം. പച്ചപ്പരവതാനിയിലേക്ക് വീണ ഒരു സ്റ്റാർ ആണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു നക്ഷത്രമാണ്. ഐ ആം ദ ഡോട്ടർ ഓഫ് ദ എലമെന്റ്സ്. കുറെ എലമെന്റുകളുടെ, ഇതൊക്കെ എലമെന്റ്സ് ആണ്, ഓരോ ഘടകങ്ങളാണ്. ആ ഘടകങ്ങളുടെ ഒക്കെ മകളാണ് ഞാൻ. ആരാണ് ആ ഘടകങ്ങൾ? വിത്ത് ഹോം വിന്റർ കൺസീവ്ഡ്. വിന്റർ ആണ് എന്നെ എന്താക്കിയത്? പ്രഗ്നന്റ് ആയത്. എന്നെ ഗർഭം ധരിച്ചത് വിന്റർ സീസണിലാണ്. വിന്റർ സീസണിൽ ഞാൻ ഈ പ്രകൃതിയുടെ ഗർഭപാത്രത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. വിന്റർ സീസൺ ഈ സീസൺ ഉണ്ടോ? മറക്കാണ്ടിരിക്കാനായി ഈ സാധനം വന്നത്. യെസ്, അവിടെ ഞാൻ എന്തായിരുന്നു? അവിടെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ടു വൂം സ്പ്രിംഗ് ഗേവ് ബർത്ത്. സ്പ്രിംഗ് സീസൺ എനിക്ക് എന്താക്കി? വസന്ത കാലഘട്ടം എനിക്ക് എന്ത് നൽകിയടാ? ജന്മം നൽകി എന്ന് പറയുന്നുണ്ട്. യെസ്. റിയർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. വസന്തകാലത്ത് ഞാൻ ജനിച്ചു, അന്ന് പൂ മൊട്ടിട്ടു അല്ലെ. ആൻഡ് റിയർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. സമ്മർ സീസണില്, വേനൽക്കാലത്ത് ഞാൻ എന്താക്കി? വളർന്നു.
ഞാനിങ്ങനെ വളർന്നു. താങ്ക് യു ഫോർ ദാറ്റ് ഇമോജി. ഓക്കെ. സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം സീസൺ. ശിശിര കാലഘട്ടം, ഇല പൊഴിയുന്ന ഈ ഒരു ശിശിര കാലഘട്ടത്തിൽ ഞാൻ എന്താക്കി കിടന്നുറങ്ങുകയായിരുന്നു. ഡെത്ത് പോലെ നമുക്ക് തോന്നും. അവിടെ കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞാൽ അവിടെ അവൻ അവസാനിച്ചു. ആ ഫ്ലവറിന്റെ ലൈഫ് സർക്കിൾ അവിടെ അവസാനിച്ചു അല്ലേ. വീണ്ടും എന്ത് വരും? വിന്റർ സീസൺ വരും. യെസ് അറ്റ് ഡോൺ. അവിടെ ഏകദേശം ഒരു സ്റ്റോപ്പ് ഉണ്ടോ, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതിനുശേഷം മറ്റു കാര്യങ്ങൾ പറയണം. At dawn I unite with the breeze. Down to dusk എന്ന് പറയും. പ്രഭാതം മുതൽ പ്രദോഷം വരെ. പ്രഭാതം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ആരെ കൂടെ ഉണ്ടാവുക? ആ യുണൈറ്റ് വിത്ത് ബ്രീസ്. ഇളം കാറ്റുണ്ടാവും. ഇളം കാറ്റിന് കൂടെ ഞാനിങ്ങനെ രാവിലെ ഒരു പൂവ് എന്തായിരിക്കും? ഇളം കാറ്റിന് കൂടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആൻഡ് ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. ലൈറ്റ് വരാനുണ്ടെന്ന് ആൾക്കാരോട് അനൗൺസ് ചെയ്തുകൊണ്ട് ഈ ഫ്ലവർ അങ്ങനെ ആടി കളിക്കും. അറ്റ് എവിഡന്റ് എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിൽ ഐ ജോയിൻ ദ ബേർഡ്സ്. അവിടെ പറന്നുകൊണ്ടിരിക്കുന്ന ബേർഡ്സിന്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യും. ഇൻ ബിഡിങ് ദ ലൈറ്റ് ഓഫ് ഫെയർവെൽ. അവർക്ക് ഫെയർവെൽ നൽകിക്കൊണ്ട്, അവർക്ക് യാത്ര നൽകിക്കൊണ്ട്, ആ യാത്രയാക്കിക്കൊണ്ട് വൈകുന്നേരം എല്ലാവരും വീട്ടിൽ പോകുന്ന സമയമാണ് അല്ലെ. എല്ലാ പക്ഷികളും കിളികളും ഒക്കെ വീട്ടിൽ പോകും. അപ്പൊ എല്ലാവർക്കും യാത്ര നൽകിക്കൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും. രാവിലെ ആകുന്ന സമയത്തോ ഞാൻ ആ ഒരു ഇളം തെന്നലിൽ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കും. യെസ്, അതിന്റെ കൂടെ ആയിരിക്കും ലൈറ്റ് വരുന്നുണ്ട് എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് യെസ് വൈകുന്നേരം ബേർഡ്സിന് ടാറ്റ പറയും. നെക്സ്റ്റ്, ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ്. എന്റെ കളർ കൊണ്ടാണ്, കണ്ടോ, എന്റെ കളർ കൊണ്ടാണ് ഈ താഴ്വരകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയാണ്. And the air is scented with my fragrance. ഈ ഒരു അന്തരീക്ഷം മുഴുവൻ ഈ ഒരു അന്തരീക്ഷം നമ്മളെ എയറിലാക്കാതല്ലോ, അന്തരീക്ഷം മുഴുവന് ഈ ഒരു നല്ല വാസനയുള്ളത് എന്റെ സുഗന്ധം കൊണ്ടാണ്. ഫ്ലവർ പറയാണ്, ഫ്ലവറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്. യെസ് നമ്മൾ ആലോചിക്കണം, ഒരിക്കലും നോക്കിയന്റെ പരസ്യം സാംസങ് കൊടുക്കില്ല. ഫ്ലവറിനെ പറ്റിയിട്ട് ഫ്ലവർ തന്നെ പറയണം. ഓക്കെ, JD അടിപൊളിയാന്ന് JD തന്നെ പറയേണ്ടി വരും. ഓക്കെ ഏതായാലും ആസ് ഐ എംബ്രേസ് ദ സ്ലംബർ ഓഫ് ദ ഐ. സ്ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കം, ചെറിയൊരു മയക്കത്തിന്റെ കണ്ണ്. ആസ് ഐ എംബ്രേസ് സ്ലംബർ ദ ഐസ് ഓഫ് നൈറ്റ് വാച്ച് ഓവർ മീ. ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങുന്നു. എപ്പോ ചെറിയൊരു ഷോർട്ട് മയക്കം ഉണ്ടാകും. ദ ഐസ് ഓഫ് നൈറ്റ് വാച്ച് ഓവർ മീ. രാത്രിയുടെ കണ്ണ് അതാരായിരിക്കും? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. രാത്രിയുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? രാത്രിയുടെ കണ്ണാരായിരിക്കും? ജസ്റ്റ് കമന്റ് ചെയ്യാം. രാത്രിയുടെ കണ്ണാരായിരിക്കും? ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രിയുടെ കണ്ണെന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ആസ് ഐ അവേക്കൻ, ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഐ സ്റ്റെയർ അറ്റ് ദ സൺ. ഞാൻ സൂര്യനെ എന്താക്കുന്നു? തുറിച്ചു നോക്കുന്നു. യെസ്. മൂണെന്ന് കമന്റ് ചെയ്യുന്നു. യെസ്, അത് മൂണാണ് ഗൈസ്, മൂണാണ്. യെസ്, കറക്റ്റ് ആൻസേഴ്സ് ആണ് കമന്റ്. The only eye of the day. പകലിലെ, which is the only eye of the day. പകലിലെ ആകെ ഒരു കണ്ണേ ഉള്ളൂ. അതാരാ? സൂര്യനാണ്. സൂര്യനെ ഞാൻ എന്താക്കുന്നു? തുറിച്ചു നോക്കുന്നു. കാരണം ഈ ഒരു ചെടികളും എല്ലാത്തിനും ഈ സൂര്യന്റെ പ്രകാശമാണല്ലോ. യെസ്, അതിലേക്ക് നോക്കുന്നു. എന്റെ പൊന്നടവേ, മൂണെന്ന് മാത്രല്ല, മൂണിന്റെ ഇമോജി ഒക്കെ ഇടുന്നു. ലെവല് മക്കളെ. യെസ്, കഴിയാൻ പോണം. ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ. വൈന് പകരം ഞാൻ കുടിക്കുന്നത് എന്താണ്? ഡ്യൂ ആണ്, മഞ്ഞു തുള്ളികളാണ്. ആൻഡ് ഹെയർക്കൻ ടു ദ വോയിസ് ഓഫ് ദ ബേർഡ്. ബേർഡ്സിന്റെ സൗണ്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ സ്പോട്ടിഫൈ ഓണാക്കി പാട്ട് കേൾക്കലല്ല, പക്ഷികളുടെ ചിലക്കുന്ന സൗണ്ടുകളാണ് എന്റെ ആനന്ദം, എന്റെ സൗണ്ടിന് ആനന്ദം, ആൻഡ് എന്റെ കാതിന് ആനന്ദം കേട്ടോ. ആൻഡ് ഡാൻസ് ടു ദ റിതമിക് സ്വേയിങ് ഓഫ് ഗ്രാസ്. പുല്ലുകൾ ആടുന്നതിനനുസരിച്ച് ഞാൻ ഡാൻസ് ചെയ്യുന്നു. ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കലല്ല, DJ ഡാൻസ് കളിക്കലല്ല. ഞാൻ എന്താണ്? പുല്ലുകൾ ആടുന്നതിനനുസരിച്ച് ആടുന്നു, പക്ഷികളുടെ സൗണ്ട് പാട്ടുകൾ കേൾക്കുന്നു. യെസ്, ദാറ്റ്സ് മീ. ഇനി അവസാനം ഐ ആം ദ ലവേഴ്സ് ഗിഫ്റ്റ്. ഇവിടെയാണ് മക്കളെ. ഇനി ഒരൊറ്റ 2 സ്ലൈഡ് കൊണ്ട് പരിപാടി ചെയ്യാൻ പോണ. ഐ ആം ദ ലവേഴ്സ് ഗിഫ്റ്റ്. ഞാൻ പ്രണയിനികളുടെ ഗിഫ്റ്റാണ്. പ്രണയിക്കുന്ന ആൾക്കാർ എന്ത് കൊടുക്കും? ഫ്ലവർ കൊടുക്കും. ഐ ആം ദ വെഡിങ് റച്ച്. വെഡിങ്ങിലുള്ള ബൊക്കയാണ്, പൂച്ചണ്ടാണ് അല്ലേ. വെഡിങ്ങിലുള്ള സമയത്ത് ആ വധുവിന്റെയും വരന്റെയും കയ്യിൽ പൂച്ചണ്ട് കൊടുക്കൂലേ, അതുപോലെ. ഐ ആം ദ മെമ്മറി ഓഫ് ദ മൊമെന്റ് ഓഫ് ഹാപ്പിനെസ്. പല സന്തോഷ നിമിഷങ്ങളുടെയും ഓർമ്മയാണ് ഞാൻ. സന്തോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഫ്ലവർ കൊടുക്കാറില്ലടാ. യെസ്, ഫ്ലവർ കൊടുക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിലും പലപ്പോഴും ഇപ്പോഴും ഫാമിലി ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഉണ്ടാക്കും, ഫ്ലവറിന്റെ ചിത്രം കാണാറുണ്ട്. അതൊക്കെ സന്തോഷല്ലേ, ഭയങ്കര സന്തോഷല്ലേ. ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ടു ദ ഡെഡ്. ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ്. ഞാൻ അവസാനത്തെ ഗിഫ്റ്റുമാണ്. ആർക്ക്? ടു ദ ലിവിങ് ഓഫ് ദ ഡെഡ്. മരിക്കുന്നവർക്ക്, ജീവനുള്ള ആൾക്കാർ മരിക്കുന്ന സമയത്ത് അവർക്കുള്ള അവസാനത്തെ ഗിഫ്റ്റും ഞാനാണ്.
സ്നേഹിതന്മാരുടെ ഗിഫ്റ്റ് ഞാനാണ്, കല്യാണത്തിന്റെ ഗിഫ്റ്റ് ഞാനാണ്, അവസാനം മരിക്കുന്ന സമയത്തുമുള്ള ഗിഫ്റ്റ് ഞാനാണ്. ബൊക്കെ വെക്കാറില്ല, ബൊക്കെ അല്ല, റീത്ത് വെക്കാറില്ലേ? ഐ ആം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. ഞാൻ ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും പാർട്ടാണ്. അതുമാവണം, നിങ്ങളും അതുമാവണം, നിങ്ങളും അതാവണം. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു സന്തോഷം വന്നാൽ നമ്മൾ അതിൽ കൂടണം. അതുപോലെ തന്നെ നിങ്ങളൊരു സുഹൃത്തിനൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവനെ കേൾക്കാനും നിങ്ങളുണ്ടാവണം, അവനെ സമാധാനിപ്പിക്കാനും നിങ്ങളുണ്ടാവണം. Then only you will be a great person. അത് അവിടെ പറയുന്നുണ്ട്. But I look up high to see only the light. എപ്പോഴും ഞാൻ ലൈറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും നല്ലതിലേക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ലൈറ്റിലേക്ക് മാത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. And never look down to see my shadow. എന്റെ നിഴലിനെ കാണാൻ ഞാൻ താഴോട്ട് നോക്കാറില്ല, എന്റെ നെഗറ്റീവ്സിനെ ഞാൻ ഒരിക്കലും നോക്കാറില്ല. This is the wisdom which man must learn. മനുഷ്യൻ മനസ്സിലാക്കേണ്ട വലിയൊരു അറിവാണിത്. ഇത് വലിയൊരു അറിവാണ്. ഇതൊരിക്കലും ഒരാൾ മറന്നു പോകരുത്. നമ്മുടെ പോസിറ്റീവിലേക്ക് നോക്കുക. നിങ്ങളിപ്പോൾ NMS എക്സാം എഴുതി കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, അവർ മാർക്കൊക്കെ നോക്കിയിട്ടുണ്ടാവും. യെസ്, എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ എന്നല്ല, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. ഇതുപോലെ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന സമയത്ത് ഞാൻ ഇതിനേക്കാൾ മാർക്ക് നേടും എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കണം. യെസ് ഓൺലി ലുക്കിംഗ് ടു ദ പോസിറ്റീവിലേക്ക് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ചാപ്റ്റർ സെറ്റാണ് ഇവിടെ, ഈ കവിതയിലൂടെ ഈ ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ ഇട്ടേ. ഇനി നമുക്ക് നമ്മുടെ ഷാജു സാർ വരും. ഷാജു സാറ് നിങ്ങൾക്ക് ബാക്കിയുള്ള 2-3 ചാപ്റ്ററുകൾ സെറ്റാക്കി തരാൻ പോവുകയാണ്. നിങ്ങൾ സെറ്റാണോടാ, നിങ്ങൾ ഫയർ ഇമോജി ഇട്ട് ഷാജു സാറിന് ഒരു വെൽക്കമും കൊടുക്കണം. ബാക്കിയുള്ള ചാപ്റ്റർ പവർഫുൾ ആയിട്ട്, ഇത്രയും പവർഫുൾ ആയിട്ട് വളരെയേറെ ലെവലിലേക്ക് നിങ്ങളുടെ ഷാജു സാർ സെറ്റാക്കാൻ പോവാണ്. വെൽക്കം ഷാജു സാർ. ഷാജു സാർ ഇതിപ്പോ വരും. നിങ്ങളെല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കടാ, ഇത് അത്രയും മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു പോമാണ്. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവിലേക്ക് നോക്കുക, നെഗറ്റീവിലേക്ക് നോക്കരുത്. ഓൾവേസ് ലുക്കിംഗ് ടു ദ പോസിറ്റീവ്. യെസ് ഹി കേം, ദ കിങ് ഈസ് ബാക്ക്. മക്കളെ കിങ് വന്നു, മക്കളെ കിങ് വന്നു. യെസ് കം ഓൺ ഷാജു സാർ. യെസ് ഇല്ല. ഹലോ സാർ, അല്ല മക്കളൊക്കെ അല്ലേ അവിടെ? എല്ലാവരും സാർക്ക് ഫയർ ഒക്കെ ഇട്ടിട്ട് വെൽക്കം ചെയ്യാണ്. സെറ്റാണ്, പവറാണ്. അപ്പൊ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. നല്ല മഴ, കോഴിക്കോട് നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊന്നും അറിയുന്നില്ല, നല്ല മഴയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ മക്കളെ? അപ്പോഴേ നമ്മള് തുടങ്ങാൻ പോവാണ്. JD സാറ് അവസാനിപ്പിച്ചെടുത്തു തുടങ്ങാൻ പോവാണ്. സാർ അതിന് ശേഷം ഉണ്ട് തോന്നുന്നു, കുറഞ്ഞ ചാപ്റ്റേഴ്സ് കൂടി ബാക്കിയുണ്ട്. അപ്പൊ സാറ് തിരിച്ചു വരുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്, ഫയറൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് മാത്രമാണ്. ഒന്ന് റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന ചാപ്റ്റർ, രണ്ടാമത്തത് ദ സോർ എന്ന് പറയുന്ന ചാപ്റ്ററും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മളിപ്പോ അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അതിനകത്തുള്ള ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചാല് ഇതാ, എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. വെറുതെ വാരി വലിച്ച് പഠിക്കാനൊന്നും നമുക്ക് ഇവിടെ സമയമില്ല അല്ലെ. നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പറയാൻ പോകുന്നുള്ളൂ. സോ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച റോസാ പാർക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ചോദ്യം കാണിച്ചു തരാം. നോക്ക്. The arrest of Rosa Parks provoked the black community. They started boycotting the buses. Prepare the likely news report എന്ന് പറഞ്ഞൊരു ചോദ്യം. ഇത് കണ്ടപ്പോ ജയറാമ് നിൽക്കുന്ന പോലെ എങ്ങനെ പരീക്ഷ ഹാളിൽ നിൽക്കേണ്ടി വരും. ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ, ഇതെങ്ങനെയാണോ? ഒരു പേടിയും പേടിക്കണ്ട, അതിപ്പോ നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റോസാ പാർക്സ് refused to move and this transformed a million lives. Prepare the cat sketch of Rosa Parks. ഒരുപാട് ആളുകൾ JD സാറുടെ ആ കോണ്ടന്റ് വീഡിയോ ഒക്കെ താഴെ ഞാൻ കണ്ടു കമന്റ് ചെയ്തിട്ടുണ്ട്. റോസാ പാർക്സിന്റെ കാറ്റ് സ്കെച്ച് വേണം എന്ന്. പരീക്ഷയും അടുത്തു സാർ, ഇനിയെങ്കിലും നമുക്കത് ഇന്നൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ റെഡി ആയിരിക്കുക, നിങ്ങളുടെ കണ്ണും കാതും തുറന്നിരിക്കുക. ഓക്കെ, ഇന്നിപ്പോ എന്തൊക്കെ കിട്ടും നമുക്ക്? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സമ്മറി ഓഫ് ദ ചാപ്റ്റർ. സമ്മറി മാത്രമേ പറയുള്ളൂ, നിങ്ങളെ ബോറടിപ്പിക്കൂല. നമുക്ക് സമ്മറി മാത്രം മതി അല്ലെ. പിന്നെ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഡയറി ഓഫ് റോസയുടെ ഡയറി. ഇത് ഉറപ്പായിട്ടും ചോദ്യം വരുന്നതാണ്. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇതും നമ്മളിപ്പോ പഠിക്കും. പിന്നെ സ്പീച്ച് ഉണ്ട്, ഇതും പഠിക്കും. ദൈവമേ, ഇന്റർവ്യൂ ഉണ്ട്, അതും പഠിക്കും. പിന്നെ എന്നാ പിന്നെ തുടങ്ങാല്ലേ? യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സമ്മറിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റെഡി അറൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ,
നിങ്ങളുടെ കോമെന്റ്സിലേക്ക് ഇപ്പൊ എനിക്ക് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഏതായാലും ഇടയ്ക്കൊക്കെ ഞാൻ നോക്കാം. അസീൽ മുഹമ്മദ്, അസീൽ, യെസ്, ഫയർ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. റോസ പാർക്സ് എന്ന് പറയുന്ന ആള് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ ചാപ്റ്ററിലെ അമേരിക്കക്കാരിയായിട്ടുള്ള ആക്ടിവിസ്റ്റ് ആണ് അവര്. സിവിൽ റൈറ്റ് മൂവ്മെന്റിലെ ആക്ടിവിസ്റ്റ് ആണ് അവര്. ബെസ്റ്റ് നോൺ ഫോർ പിറ്റോവൽ അല്ലെങ്കിൽ pivotal or vital important എന്ന് ആലോചിച്ചാൽ മതി. റോൾ ഇൻ ദ മോൺഗമറി ബസ് ബോയ്ക്കോട്ട്. മോൺഗമറി എന്ന് പറയുന്ന സ്ഥലത്തെ ബസ് ബോയ്ക്കോട്ട് ചെയ്തതിൽ അവർ വളരെയധികം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ആ പേര് മാത്രം ആലോചിച്ചാൽ മതി, റോസ പാർക്സ്. നെക്സ്റ്റ്, എ വൈറ്റ് മാൻ. അതിനകത്തുള്ള രണ്ടാമത്തെ ക്യാരക്ടർ ഒരു വൈറ്റ് മാൻ, മൂന്നാമത്തെ ഒരു ബസ് ഡ്രൈവർ, നാലാമത്തെ ഒരു പോലീസ്മാൻ. ഇത്രയും ക്യാരക്ടേഴ്സ് ആണുള്ളത് കേട്ടോ. നേരെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്നു. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ ഇസ് എ റിയൽ ഇൻസിഡന്റ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ്, ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ദിസ് ഇസ് എ റിയൽ ഇൻസിഡന്റ്. ഇംഗ്ലീഷ് എഴുതാൻ അറിയൂല സാറേ, എഴുതിയിട്ട് എനിക്ക് കഥയൊക്കെ അറിയാം, അങ്ങോട്ട് എഴുതിയിട്ട് വരുന്നില്ല, എനിക്ക് പേടിയാണ്. പേടിക്കണ്ട, ഞാൻ പറയുന്ന പോലെ കേട്ട് വെച്ചാൽ മതി. കഥ പോലെ മനസ്സിലിങ്ങനെ മലയാളത്തിൽ വെക്കുക, അത് നേരെ അങ്ങോട്ട് എഴുതുക, ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് എഴുതുക. എങ്ങനെ? റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ ഇസ് എ റിയൽ ലൈഫ് സ്റ്റോറി. Okay, it tells how Rosa Parks brought a change in the lives of millions of Afro-Americans. 10,000-കണക്കിന് ആഫ്രോ അമേരിക്കക്കാരുടെ ജീവിതം മാറ്റിമറിച്ച ആളാണ് ആര്? റോസ പാർക്സ്. 10,000-കണക്കിന് അമേരിക്കയിലുള്ള കറുത്ത വർഗക്കാരുടെ ജീവിതം, അതാണ് ഈ ആഫ്രോ അമേരിക്കൻസിന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. റോസ ലൂയിസ് മാക്ലി പാർക്സ്, ആ വലിയ പേരൊന്നും നമുക്ക് വേണ്ട. റോസ പാർക്സ് എന്ന് പറയുന്ന സിമ്പിൾ പേര് മതി. റോസ പാർക്സ് വാസ് എൻ അമേരിക്കൻ ആക്ടിവിസ്റ്റ്. 36 അവരൊരു അമേരിക്കക്കാരിയായ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അമേരിക്കൻ ആക്ടിവിസ്റ്റ് ഇൻ ദ സിവിൽ റൈറ്റ് മൂവ്മെന്റ്സ്, ബെസ്റ്റ് നോൺ ഫോർ എ pivotal role in the Montgomery bus boycott. നമ്മൾ നേരത്തെ പറഞ്ഞു മൗണ്ട്ഗോമറി എന്ന് പറയുന്ന സ്ഥലത്തെ ബസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇപ്പൊ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഈ പാലസ്തീൻ വിഷയവുമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 1 ബില്യൺ നഷ്ടമൊക്കെ വന്ന കമ്പനികൾ നമുക്കിടയിലുണ്ട്. പത്രത്തിലോ നിങ്ങൾ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സ്റ്റാർബക്ക് എന്ന് പറയുന്ന കമ്പനി അവർക്ക് ബോയ്ക്കോട്ട് ചെയ്തത് കൊണ്ട് അവർക്ക് എത്രയോ മില്യൺ നഷ്ടമുണ്ടായി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നൊക്കെ നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ബസ്സുകൾ അവരെന്ത് ചെയ്തു? മോൺഗോമറിയിലെ ബസ്സുകൾ കറുത്ത വർഗ്ഗക്കാര് ബോയ്ക്കോട്ട് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ പ്രതിഷേധിച്ച ഒരു സ്ത്രീ ആയിരുന്നു ആര്? നമ്മുടെ അതിന് ഇടവെച്ച ഒരു സ്ത്രീ ആയിരുന്നു നമ്മുടെ റോസ പാർക്സ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് has honored her as the first lady of the civil rights. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഗ്രസ് അവരെ ഒരു പദവി കൊടുത്ത് അലങ്കരിച്ചു. എന്താണ്? ആദരിച്ചു. ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന ഒരു ബഹുമതി കൊടുത്തു. മാത്രമല്ല ദ വുമൺ ഓഫ് ഫ്രീഡം മൂവ്മെന്റ് എന്നുള്ള പദവിയും ആർക്ക് കൊടുത്തു? ഇദ്ദേഹത്തിന് കൊടുത്തു, നമ്മുടെ റോസ പാർക്സിന് കൊടുത്തു. അതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ സമ്മറി മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദിസ് ചാപ്റ്റർ ഇസ് അബൌട്ട് എ ഫ്രീഡം ഫൈറ്റർ who fought against the white people of the for the black people's right in America. ഈ ചാപ്റ്റർ സംസാരിക്കുന്നത് ഇസ് അബൌട്ട് എ ഫ്രീഡം ഫൈറ്റർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ചാണ് പറയുന്നത്. റോസ പാർക്സ് ആണത്. ഓക്കെ, അതവര് ഹു ഫോട്ട് അഗെയിൻസ്റ്റ്, അവര് യുദ്ധം ചെയ്തത്, അവര് ഫൈറ്റ് ചെയ്തത് ആർക്കെതിരെയാണ്? എഗെയിൻസ്റ്റ് വൈറ്റ് പീപ്പിൾ, വെള്ളക്കാരായ ആളുകൾക്ക് നേരെയാണ്. ഓക്കെ, ഈ അമേരിക്കയിലുള്ള വെള്ളക്കാർക്കെതിരെയാണ് അവര് സമരം ചെയ്തത്. ഫോർ ദ ബ്ലാക്ക് പീപ്പിൾസ് റൈറ്റ്സ് ഇൻ അമേരിക്ക. അമേരിക്കയിലുള്ള കറുത്ത വർഗക്കാരായിട്ടുള്ള പാവപ്പെട്ട അമേരിക്കൻ കറുത്ത വർഗക്കാരുടെ റൈറ്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് സമരം ചെയ്തത്. റോസ പാർക്സ് വാസ് എ ഹാർഡ് വർക്കിംഗ് വുമൺ, കഠിനാധ്വാനിയായ സ്ത്രീ ആയിരുന്നു. ആൻഡ് വെൻ ഷീ ലെഫ്റ്റ് ഹർ വർക്ക് പ്ലേസ് ഓൺ December 1, 1955, അവര് ജോലി സ്ഥലത്തു നിന്നും പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവര് പോകുന്ന സമയത്ത് 1955 ഓർക്കണം കേട്ടോ. ഇതുപോലെ ഒരു ഡിസംബർ മാസമാണ്, December 1 ആഫ്റ്റർ ആൻ എക്സോസ്റ്റിംഗ് ഡേ, ടയേർഡായ ഒരു ദിവസം, ജോലി ഭാരം കൊണ്ട് ടയേർഡായിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സ്ത്രീ. വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ
her only thought was to take rest. സാധാരണ ദിവസത്തെക്കാളും കൂടുതൽ ജോലി ഉള്ളത് കൊണ്ട് അവള് കുറച്ച് ക്ഷീണിതയായിരുന്നു, നല്ല ക്ഷീണിതയായിരുന്നു. ഓക്കെ, അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ്. നമ്മൾ സ്കൂളിലൊക്കെ അങ്ങനെയല്ലേ, ലാസ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും ചില ആൾക്കാർ ബാഗൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാവും. എന്താ ടീച്ചർ ഇതാരെ ബാഗൊക്കെ ഇട്ടിരിക്കുന്നത്, ചന്ദ്രനിലേക്ക് പോകാനാണ്, ചന്ദ്രനിലേക്ക് പോകാനെന്ന പോലെയൊക്കെ ബാഗ് ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. ലാസ്റ്റ് എന്താ പറയുക, നമ്മളിപ്പോൾ പോകും എവിടേക്ക്, ബെല്ല് അടിക്കലും അല്ലെ. ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്, ഈ ജനഗണമന ചെല്ലുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ബാഗ് പാക്ക് ചെയ്യുന്നതൊക്കെ ടീച്ചർ ഇങ്ങനെ നോക്കുന്നതൊക്കെ അല്ലെ, നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതുപോലെ ഇവിടെ ഈ സ്ത്രീക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നാണ് ആഗ്രഹം. ഒന്ന് റെസ്റ്റ് കാലെന്ന് വെച്ച് ഇരുന്നിട്ടില്ലടോ, കുറെ നേരമായി. എന്താ പറഞ്ഞ പിടിയൽ ഉണ്ട്, മനസ്സിലാവുന്നില്ല. ഓക്കെ, ഏതായാലും എടാ നിങ്ങൾ അവിടെ ചാറ്റ് ചെയ്യലടാ, ഇവിടേക്ക് വാ, ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കണോ, പരീക്ഷയൊക്കെ എത്തിയില്ലേ. യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് when she got into the bus. അവൾ അങ്ങനെ ബസ്സിലേക്ക് ഒന്ന് കയറി. നമ്മൾ കുട്ടികൾ അങ്ങനെയാണല്ലേ, ബസ്സിലേക്ക് കയറും, ST കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ്സിലേക്ക് കയറുമ്പോൾ ചില കണ്ടക്ടർമാര് വളരെ സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറാറ് അല്ലേ. നമ്മൾ എല്ലാവരും കയറി കഴിഞ്ഞിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബാഗുമായിട്ട് നിങ്ങൾ എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എടോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, ഈ കുട്ടികളുണ്ടല്ലോ, നാളെ നിങ്ങൾക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്ക് ഉയരുന്ന വലിയ വലിയ മഹാന്മാരും മഹതികളും ഒക്കെ ആവാനുള്ള ആൾക്കാരാണ്. അവരുടെ പുസ്തകങ്ങളിൽ നിങ്ങളെപ്പറ്റി സച്ചിൻ ടെണ്ടുൽക്കർ പരാമർശിച്ചതുപോലെ അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ബസ്സിൽ കയറിയ സമയത്ത് ബാഗ് കുറച്ച് വലുതായി പോയത് കൊണ്ട് 2 ടിക്കറ്റ് എടുക്കണം പറഞ്ഞ ആ കണ്ടക്ടറെ അദ്ദേഹം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്കിൽ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മെൻഷൻ ചെയ്യും. സോ ബിവെയർ ഓഫ് ദാറ്റ്. സോ ശ്രദ്ധിച്ചു കൊള്ളുക. ഓക്കെ, ഇനി നോക്കുക. സോ any seats were vacant and she occupied one seat. So many seats were vacant. ഒരുപാട് സീറ്റുകൾ കാലിയായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഒരു സീറ്റിനകത്ത് കയറിയിരുന്നു. ആര് കയറിയിരുന്നു? റോസ പാർക്സ് ചാടിക്കയറിയിരുന്നു. ഇനിയോ there were white people and black people on the bus. കറുത്ത വർഗ്ഗക്കാരുമുണ്ട് വെളുത്ത വർഗ്ഗക്കാരും ഉണ്ടായിരുന്നു ബസ്സിനകത്ത്. The rule was such that അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ 1950-കളിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇതാണ്, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ്. ഗിവ് അപ്പ് എന്ന വേർഡ് ശ്രദ്ധിക്കണം. അബാൻഡൻ, ഉപേക്ഷിക്കുക. ഈ കറുത്ത വർഗ്ഗക്കാര് അവരുടെ സീറ്റ് ഉപേക്ഷിക്കണം. എപ്പോ? when a white passengers came in. ഒരു വെള്ളക്കാരനായ പാസഞ്ചർ കയറി കഴിഞ്ഞാല് ഇവൻ ഇറങ്ങി കൊടുക്കണം, സീറ്റ് ഒന്ന് മാറി കൊടുക്കണം. they had to get off the bus to go around to the back door and get on the bus again as a standing പാസഞ്ചർ. എണീറ്റാൽ മാത്രം പോരാ. ഇപ്പൊ കാലിന് സുഖമില്ലാത്ത ഒരാള്, കുട്ടിയുമായിട്ട് ഒരാൾ വന്നാല് നമ്മൾ എണീറ്റ് കൊടുക്കും അല്ലെ, സ്വാഭാവികമാണ്. നമ്മൾ എണീറ്റ് കൊടുക്കും, പ്രത്യേകിച്ച് കുട്ടികൾ എഴുന്നേറ്റ് കൊടുക്കും. അപ്പോ ഞാൻ പറയുന്നത്, ഇത് അങ്ങനെ എഴുന്നേറ്റാ പോരാ, നിങ്ങൾ ഇറങ്ങണം ബസ്സിന്നും, എന്നിട്ട് ബാക്കിലെ ഡോറ് വഴി പിന്നെയും കയറിയിട്ട് ഒരു പുതിയ പാസഞ്ചർ ആയിട്ട്, സ്റ്റാൻഡിങ് പാസഞ്ചർ ആയിട്ട് അവിടെ നിൽക്കണം എന്നതൊരു ഒരു 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 വല്ലാത്ത നിയമമാണല്ലേ. ആ നിയമത്തിനെതിരെ റോസ പാർക്സ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് സച്ച് എ റൂൾ. റോസ പാർക്സ് സാധാരണക്കാരായ സ്ത്രീ, അവള് അന്ന് തീരെ വയ്യായിട്ടാണ് അവിടെ ഇരുന്നത്. പക്ഷെ അവൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇത്തരത്തിലൊരു നിയമം നമുക്ക് വേണ്ട അല്ലെ, അതിനെതിരെ ഞാൻ എന്ത് ചെയ്യും, പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. A white man approached her, but she refused to get up. ഒരു വൈറ്റ് മാൻ, വെള്ളക്കാരൻ, അവളുടെ അടുത്തേക്ക് വന്നു. എനിക്ക് എന്റെ സീറ്റ് എന്ന അർത്ഥത്തിൽ വന്നു നിന്നു. But she refused to give up. അവൾ എണീക്കാൻ തയ്യാറായില്ല. And the seat as she had paid the same as the white passenger. കാരണം നിങ്ങൾ കൊടുത്ത അതേ പൈസ തന്നെയാണ് ഞാനും കൊടുത്തത്, അതുകൊണ്ട് ഞാൻ എണീക്കൂല എന്ന അർത്ഥത്തിൽ അവിടെ ഇരുന്നു. ആൻഡ് he neither old nor disabled. ഇയാളാണെങ്കിൽ പ്രായമുള്ള ആളുമല്ല, neither old or disabled. ഡിസേബിൾഡ് എന്ന് പറഞ്ഞാല് അംഗവൈകല്യമുള്ള ആളുമല്ല ഈ ചങ്ങായി. വെള്ളക്കാരനായി ജനിച്ചു വന്നതിന്റെ ഒരൊറ്റ എന്തുമാത്രമാണ് പരിഗണന കൊണ്ട് മാത്രം അയാൾക്ക് സീറ്റ് എണീറ്റ് കൊടുക്കാൻ സൗകര്യമില്ലായിരിക്കുക എന്ന അർത്ഥത്തിൽ അവൾ അവിടെ ഇരുന്നു. അക്കോർഡിംഗ് ടു ഹർ ദ റൂൾ വാസ് അൺഫെയർ. അവളെ സംബന്ധിച്ചിടത്തോളം ദ റൂൾ വാസ് അൺഫെയർ. ഈ നിയമം ശരിയല്ല, ഈ നിയമം മാറ്റേണ്ടതാണ് എന്നാണ്. Thus, it does not need to be obeyed. അതുകൊണ്ട് ഈ നിയമം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് എന്തെങ്കിലും അനുസരിക്കാൻ പോകുന്നില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നൊരു നിയമം ഉണ്ടായിരുന്നു.
ടാക്സ് കൊടുക്കൂല എന്നൊക്കെ തീരുമാനിച്ചില്ലായിരുന്നോ? അതേപോലെ ഇവിടെ ഇങ്ങനെയൊരു നിയമം നല്ലതല്ല, സോ ഇതിനോട് ഞങ്ങൾ അനുകൂലിക്കൂല. ഇഫ് പീപ്പിൾ ഗോ ഓൺ ഒബേയിങ് സച്ച് എ ബാഡ് റൂൾ then it will be stay in the book forever and someone should do something about it someday and the day was that day itself. അവൾ വിചാരിക്കാണ് ഇത്ര നിയമങ്ങൾ നമ്മളിങ്ങനെ അനുസരിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ കാലവും നമ്മൾ ഇത് അനുസരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഏതെങ്കിലും ഒരാള് ഒരു ദിവസം ഇതിനെതിരെ ശബ്ദിക്കുക തന്നെ വേണം, അത് ഇന്നാണ് എന്ന് അവൾ തീരുമാനിച്ചു. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? കഥ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. എന്താണ് സ്ഥിതി? ഫയർ ആയിട്ടോ ക്ലിയർ ആണെന്നോ ഒന്ന് പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്തേ, എന്നാ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. എവിടെ ക്ലിയർ ആണ്? റെഡിയല്ലേ? സൈലം യെസ് ഒക്കെ ജാവി വിജയ് എന്തൊരു പിശുക്കാണ്. ഓക്കെ യെസ് ക്ലിയർ ആണെന്ന് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നേരെ ഞാൻ ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. വെൻ ഷീ റെഫ്യൂസ് ടു ഗിവ് അപ്പ് ഹർ സീറ്റ് അതൊക്കെ കഴിഞ്ഞു നമ്മൾ. ഓക്കെ, എന്നാൽ വൈറ്റ് പാസഞ്ചർ ഓൾ ദ പാസഞ്ചേഴ്സ് വർ ഇൻഫീരിയേറ്റഡ് ആൻഡ് ദിസ് മെയ്ഡ് ദ ഡ്രൈവർ ആംഗ്രി. എല്ലാ ആൾക്കാരും ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇവളെന്താണ് എണീക്കാത്തതെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർ ദേഷ്യം വന്നു. ഡ്രൈവർ എന്താ ഇങ്ങനെ ബസ് എടുക്കാൻ കഴിയുന്നില്ല? ബസ് എടുക്കണമെങ്കിൽ ഈ വെള്ളക്കാരൻ നിൽക്കാൻ പാടില്ല, വെള്ളക്കാരൻ ഇരിക്കണം അല്ലേ? ഹി ബ്രോട്ട് ദ പോലീസ്. അയാൾ പോലീസിനെ വിളിച്ചു കൊടുക്കുന്നു. ആൻഡ് ദേ അറസ്റ്റഡ് റോസാനെ അറസ്റ്റ് ചെയ്തു. വെൻ ദ ന്യൂസ് ഓഫ് റോസാസ് അറസ്റ്റ് സ്പ്രെഡ്, ഈ ഒരു വാർത്ത അവിടെ സ്പ്രെഡ് ചെയ്തപ്പോ ദ ബ്ലാക്ക് പീപ്പിൾ ഡിസൈഡഡ് ടു ഫൈറ്റ് ഫോർ ഹെർ. കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകൾ മുഴുവനും അവൾക്ക് വേണ്ടിയിട്ട് സമരത്തിനൊരുങ്ങി. ദേ ന്യൂ ദേ ഹാഡ് ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈറ്റ് വിത്ത് ദ പോലീസ്. അവർക്കറിയാമായിരുന്നു പോലീസിനെതിരെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. പോലീസിനെതിരെ അവർക്ക് ഡിഫിക്കൽട്ട് വേർഡ്സ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഞാൻ കണ്ടു. എന്താണെന്ന് മനസ്സിലായില്ല. ഡിഫിക്കൽട്ട് ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഏതാ ഡിഫിക്കൽട്ട് വേർഡ്? ഒരു പേടിക്കണ്ട. നിങ്ങൾ ഡിഫിക്കൽട്ട് വേർഡിനെ പറ്റി ആലോചിക്കാൻ വേണ്ട. അതിന്റെ സിംപ്ലിഫൈ ചെയ്ത വേർഡ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രം കേട്ടാൽ മതി. വേറെ ഡിഫിക്കൽട്ട് വേർഡൊന്നും നിങ്ങൾ ആലോചിക്കാൻ വേണ്ട കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് അത് ഡിഫിക്കൽട്ട് വേർഡ് കണ്ടുപിടിക്കാൻ നിൽക്കട്ടെ. കഥ പറയുന്ന മനസ്സിലായിട്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന് ഏറ്റവും സിമ്പിളായി. അപ്പൊ ഗിവ് അപ്പ് എന്ന വേർഡ്, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് വേർഡാണ്. പക്ഷെ ഗിവ് അപ്പ് വേണ്ട, നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള ആലോചിച്ചാൽ മതി. അബാൻഡൺ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ആലോചിച്ചാൽ മതി. കോൺഫിഡന്റ് ആയിരിക്കുക. ഇത് നമുക്കുള്ള പരീക്ഷയാണ് കേട്ടോ. ഓക്കെ, നോക്ക്. സോ ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി. അതുകൊണ്ട് അവർ ബസ് കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പോലീസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബസ് കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നോ ബ്ലാക്ക് പാസഞ്ചർ വുഡ് യൂസ് സിറ്റി ബസ്സസ് അൺടിൽ റോസ വാസ് ഫ്രീഡ്. റോസയെ ഫ്രീ ആക്കുന്നത് വരെ, റോസ പാർക്സിനെ ഫ്രീ ആക്കുന്നത് വരെ ഒരു വൈറ്റ് പാസഞ്ചറും ബ്ലാക്ക് പാസഞ്ചറും ബസ്സുകളിൽ ഇനി കയറൂല, ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് അവര് തീരുമാനിച്ചു. They went to work in private cars. അവരെല്ലാവരും പ്രൈവറ്റ് കാറുകളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഓക്കെ, ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നമ്മുടെ ഒരു ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ താരമുണ്ടല്ലോ നമുക്ക് ഇല്ലേ? ഫുട്ബോൾ കളി എല്ലാവർക്കും ഒരു വികാരമായിരിക്കും. അപ്പോൾ ഫുട്ബോൾ കളിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ നമ്മളെ അമ്പരിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ താരമുണ്ട്. പേര് മറ്റൊന്നുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ. CR7 എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വൈറലായ വീഡിയോ ആണ്. അദ്ദേഹം ഈ കൊക്കക്കോലന്റെ ബോട്ടിൽ മുമ്പിലുണ്ടായിരുന്നു. ആ കൊക്കക്കോല എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് വേണ്ട, എനിക്ക് വെള്ളം മതി, പ്യുവർ വാട്ടർ ആണെന്ന് പറയുന്നൊരു വലിയ മെസ്സേജ് അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. പേറ്റന്റ് നിർത്തുമെന്നോ അദ്ദേഹത്തിനുള്ള സ്പോൺസർഷിപ്പ് നിർത്തലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ ശരിക്കും അദ്ദേഹം നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. CR7 നൽകുന്നൊരു മെസ്സേജ് ഉണ്ട് അല്ലെ? എന്താണെന്നറിയോ? അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണശീലം നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം. ഇത്തരത്തില് ആഡഡ് ഷുഗർ കൊണ്ടുള്ള നമ്മളെ പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒബിസിറ്റി ആണെങ്കിലും അതുപോലെ ബ്ലഡ് ഷുഗർ ആണെങ്കിലും ഒക്കെ വരുത്തുന്ന ഇത്തരത്തിലുള്ള പാനീയങ്ങള്, ഇത്തരത്തിലുള്ള ബോട്ടിൽ ഡ്രിങ്ക്സ് കഴിക്കരുത്. നിങ്ങളറിയോ 38 വയസ്സായി ഈ മനുഷ്യന്.
അദ്ദേഹം ക്ലബ്ബ് മാറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് 38 വയസ്സായിട്ടുള്ള ഈ മനുഷ്യന്റെ ആരോഗ്യനില, കായിക ക്ഷമത എന്ന് പറഞ്ഞാല് 24 വയസ്സുള്ള ഒരു പയ്യന്റേതാണെന്നാണ് പറഞ്ഞത്. അത്രയും ഫിസിക്കലി ഫിറ്റ് ആണ് അദ്ദേഹം. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണ്. CR7 എന്ന് പറഞ്ഞപ്പോൾ അതവിടെ ഇഷ്ടം പോലെ ആളുകൾ, മെസ്സി ആണെങ്കിലും CR7 ആണെങ്കിലും മെസ്സേജിന്റെ കൂമ്പാരമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അയാളുടെ കളി മാത്രം കണ്ടാൽ പോരാ, അയാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ടോ, അല്ലാതെ ഈ പറയുന്ന 4 വിരലുകൾ കൊണ്ടുള്ള എന്താ പറയാ നമ്മുടെ എക്സസൈസ് മാത്രമാണോ എന്നുള്ള കാര്യം ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സോ ഒന്ന് ഓടി ചാടിയൊക്കെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ദ ബോയ്കോട്ട് കണ്ടിന്യൂഡ് ഫോർ 381 days, 381 ദിവസം, ഒരു വർഷത്തിലധികം എന്ത് നടന്നു? ബോയ്കോട്ട് നടന്നു. ആരും ബസ് കയറിയില്ല, കറുത്തവർക്കാരും ബസ് കയറിയില്ല. ദിസ് റിസൾട്ടഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഫോർ ബ്ലാക്സ് ഇൻ അമേരിക്ക. അത് ശരിക്കും എന്തായി മാറി? അമേരിക്കയിലുള്ള ബ്ലാക്ക് പീപ്പിളിന്റെ ഫ്രീഡം മൂവ്മെന്റ് ആയിട്ട് അത് വഴി മാറി. ഓക്കെ, ഇൻ ദ കോർട്ട് there were many people who argued for her rights. കോടതി മുറിയിൽ അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ, ആർഗ്യൂ ചെയ്യാൻ ഒരുപാട് ആളുകൾ വന്നു. Thus the white people came to know that there should not be any difference between white people and the black people. അങ്ങനെ ആ നാട്ടിലുള്ള വെളുത്ത വർഗ്ഗക്കാർക്ക് മനസ്സിലായി ഒരു വ്യത്യാസവും പാടില്ല. ആരൊക്കെ തമ്മില്? കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിൽ ഒരു വ്യത്യാസം, ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരു എന്താ പറയാ എന്താ പറയാ ആ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി. ദിസ് ഇൻസിഡന്റ് ഓൺ ദ ബസ് ചേഞ്ച്ഡ് മില്യൺസ് ഓഫ് മൈൻഡ്സ് ഓഫ് അമേരിക്ക. ഈ ഒരൊറ്റ സംഭവം 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ആളുകളുടെ, മില്യൺസ് ഓഫ് അമേരിക്കൻസിന്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, ദ ജഡ്ജസ് of the Supreme Court said that segregation was unlawful in the public transport services. അദ്ദേഹം പറഞ്ഞൊരു വിധി ഇങ്ങനെയാട്ടോ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവ്, വിവേചനം. ആ ഡിഫിക്കൽട്ട് വേർഡാണ്. വിവേചനം എവിടെ പാടില്ല, ആളുകൾക്കിടയിൽ വിവേചനം എവിടെ പാടില്ല. ഇവിടെ ഒരു വീട്ടിനകത്ത് ഒരു കുട്ടി, ഏട്ടന് കുറച്ച് കറുത്തിട്ടാണ്, അനിയൻ കുറച്ച് വെളുത്തിട്ടാണ്, 2 പേർക്കും 2 ഭക്ഷണമാണ് അമ്മ കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരു നാട്ടിലുള്ള ഒരേ പൗരന്മാർക്ക് 2 തൊലിയുടെ നിറം ഉണ്ടായത് കൊണ്ട് വിവേചനം. അപ്പൊ ഈ നിയമം എന്താ പറഞ്ഞതെന്നറിയോ? ശരിക്കും ഇവിടെ അമേരിക്കയിൽ ഇങ്ങനെ എത്ര നിയമം മാറ്റുന്നുള്ളൂ. ഇന്നും അവിടെ എന്താണ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ട്. ഈ അടുത്തും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുകൊണ്ട് റോസ പാർക്സിന്റെ പ്രശ്നം സമരം കൊണ്ട് ആ ബസ്സിലുള്ള ഡിസ്ക്രിമിനേഷൻ മാത്രമേ കോടതി ഒഴിവാക്കിയിട്ടുള്ളൂ. അതാ പറയുന്നത് ദ സെഗ്രിഗേഷൻ ഓഫ് ദ വാസ് അൺലോഫുൾ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസിൽ ഈ സെഗ്രിഗേഷൻ പാടില്ലാതെ ഒരു താൽക്കാലികമായ രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഇന്നും ഈ അടുത്തും നമ്മൾ കണ്ടതാണ് പത്രങ്ങളിലൊക്കെ, അല്ലെ, ഒരു കറുത്ത വർഗ്ഗക്കാരനായ പ്രൊട്ടസ്റ്ററുടെ കഴുത്തിനിടയിൽ അയാളുടെ എന്താണ് കഴുത്ത് മുട്ടിന്റെ കാലിന്റെ ഇടയിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും പിന്നീട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ചാപ്റ്റർ അവിടെ കഴിയാണ്. ദ അതർ ഇൻസിഡന്റ് ടുക്ക് പ്ലേസ് ബിഫോർ സിമിലർ റോസ പാർക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നോക്കാം. സിൻസ് ദ ഇൻസിഡന്റ് റോസ പാർക്സ് ബിഗാൻ ദ Black American people's fight for fairness and justice for all human beings. Americans call her the mother of black civil right movement. അമേരിക്കക്കാർ അവളെ വിളിക്കുന്നത് എന്താണ്? മദർ ഓഫ് ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. Many years before Rosa Parks sat still on that bus, something else had happened in the another country. മറ്റൊരു സ്ഥലത്ത് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന റോസ പാർക്സ് അമേരിക്കയില് ഇങ്ങനെ സമരം ചെയ്ത സമയത്ത് മറ്റൊരു രാജ്യത്ത് ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം. A man called Mohandas Karamchand Gandhi stood still on a train in South Africa. സൗത്ത് ആഫ്രിക്കയില് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഗാന്ധിജി എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. He refused to get off. The white passengers threw him out. വെള്ളക്കാരായിട്ടുള്ള ആ ആളുകള് അദ്ദേഹത്തെ എന്ത് ചെയ്യുക ചെയ്തത്? ആ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ അല്ല നിങ്ങളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് വെളിയിലേക്ക് എറിയാണ് ചെയ്തത്. ട്രെയിനിൽ നിന്നും പിടിച്ച് പുറത്തേക്ക് ഇട്ടു. There are many other stories of his courage and of the courage others got from him to fight for their rights. പിന്നീട് നമ്മൾ കണ്ടത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വലിയ പോരാട്ടമാണ്. അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തെ പ്രചോദനമായിട്ട് പിന്നീട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ അദ്ദേഹത്തെ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്? ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നിങ്ങൾക്ക് ഇതേ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് ആഡ് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഒറ്റ ലൈൻ എഴുതിയാൽ മതി. ഗാന്ധിജി ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, ഇംപ്രസീവ് ആണ്, ഫുൾ മാർക്കിലേക്ക് നമുക്ക് എത്താനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കാം. സമ്മറി ഓഫ് ദ ചാപ്റ്റർ ഇസ് ഡൺ. ഓക്കെ, ഇനി എന്താണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോസയുടെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് നമുക്ക് വരാം. ഞാൻ കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ടാണ് തന്നത്. നിങ്ങൾ എല്ലാ പോയിന്റ്സും പഠിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യത്തെ ഹെഡിങ് കൊടുക്കാം. റോസാ പാർക്സ്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. റോസാ പാർക്സ് ഒരു ഹെഡിങ് കൊടുക്കുന്നു. റോസാ പാർക്സ് ഇസ് ദ സെൻട്രൽ ഫിഗർ ഓഫ് റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ. ആദ്യം പറയുന്നത് ഈ റോസാ പാർക്സ് എന്ന് പറയുന്ന ആള് റോസാ പാർക്ക് സാറ്റ്സിൽ എന്ന് പറയുന്ന കഥയിലെ നായികയാണ്. അത്രേ ഉള്ളൂ. മെയിൻ ക്യാരക്ടറാണ്, സെൻട്രൽ ഫിഗർ ആണ് എന്ന് പറഞ്ഞു. ഏത് പറയാലും കുഴപ്പമില്ല. സെൻട്രൽ ഫിഗർ എന്താണ്, ബുദ്ധിമുട്ടുള്ള വാക്കാണ്, ഒന്നുമില്ല. മെയിൻ ക്യാരക്ടർ, പ്രൊട്ടാഗണിസ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് റോസാ പാർക്സ് ഹെർസെൽഫ്. രണ്ടാമത്തെ പോയിന്റ്, ഇതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ആരുടെ? ഈ റോസാ പാർക്സിന്റെ. ഷീ ഈസ് ആൻ ഓർഡിനറി ആഫ്രോ അമേരിക്കൻ വുമൺ. 36 ഓർഡിനറി, സാധാരണക്കാരിയായ ആഫ്രോ അമേരിക്കൻ വുമൺ ആണ്. ആരാണ്? ആഫ്രോ അമേരിക്കൻ വുമൺ ആണ്. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. SJ എന്നാണ് കോഡ്. ഓക്കെ, ഇനി ഷീ ഈസ് വെരി സോഫ്റ്റ് ആൻഡ് പൊളൈറ്റ് ഇൻ ഹർ ടോക്ക് ആൻഡ് മാനറിസംസ്. അവൾ വളരെ സോഫ്റ്റ് ആണ്, വളരെ പൊളൈറ്റ് ആണ് അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും. മാനറിസം ആൻഡ് ടോക്കിംഗ്. ഓക്കെ, ഇനി ഷീ വർക്ക്സ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. അവള് ഒരു ഡ്രസ് മേക്കേഴ്സ് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഡ്രസ് മേക്കേഴ്സ് ഷോപ്പിലാണ് നിങ്ങൾക്കറിയാം, രാവിലെ മുതൽ സെയിൽസ് ഗേൾസും സെയിൽസ്മാനൊക്കെ നൃത്തം തന്നെയാണ്. ഡ്യൂട്ടി കഴിയുന്നത് വരെ നൃത്തമാണ്. അവിടെ ഒരു ചെയർ പോലും ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഓരോ ഒന്ന് പരിഗണിക്കണം കേട്ടോ. നിങ്ങൾ അച്ഛനൊക്കെ ചിലപ്പോൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ജോലിയുള്ള ആൾക്കാരുണ്ടാവും. ഒരു സല്യൂട്ട് കൊടുക്കാൻ, നമ്മൾ ഹൃദയം കൊണ്ടെങ്കിലും ഒരു സല്യൂട്ട് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കാലൊന്ന് പതുക്കെ തിരുമ്മി കൊടുത്താൽ നമുക്ക് എന്താ പറയാ, നാളെ ഒരു വലിയ എന്താ പറയാ റിവാർഡ് അതിൽ നിന്നും കിട്ടാനുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയായിരുന്നു അവർക്ക്. ഡ്രസ് മേക്കേഴ്സ് ഷോപ്പിലായിരുന്നു. ഷീ ഈസ് വെരി മച്ച് ഡെഡിക്കേറ്റഡ് ഇൻ ഹർ ജോബ് ആൻഡ് ഹോൾസം വാല്യൂസ് ഇൻ ഹർ ലൈഫ്. നല്ല ഡെഡിക്കേഷൻ ഉള്ള ചില ഉടായ്പ ആൾക്കാരുണ്ട് അല്ലെ, ഓരോ പോലൊന്നല്ല. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. വാല്യൂസ്, ജീവിതത്തിൽ മൂല്യങ്ങളുള്ള സ്ത്രീ ആയിരുന്നു. ഷീ ഈസ് വെരി സ്ട്രോങ്, നല്ല കരുത്തുള്ള, ജിമ്മാണ് നല്ല കേട്ടോ, മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള. ആൻഡ് ഇസ് എ റോൾ മോഡൽ ടു എവ്രി വൺ. എല്ലാവർക്കും നല്ല റോൾ മോഡൽ ആയിരുന്നു അവര്. ഇനിയോ, ദ ബ്ലാക്സ് at this period were suffering from the unjust rules implemented by the white men. അക്കാലത്ത് ഈ ബ്ലാക്ക് പീപ്പിൾ ഒരുപാട് പ്രയാസത്തിലായിരുന്നു. ഈ വൈറ്റ് മെൻ, വെള്ളക്കാർ ഇംപ്ലിമെന്റ് ചെയ്ത ഒരുപാട് ലോസ് കാരണം ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. ഷീ ഗേവ് സ്ട്രെങ്ത് ടു ബ്ലാക്ക് ആൻഡ് തസ് ദ US കോൺഗ്രസ് കോൾഡ് ഹർ. അവള് ബ്ലാക്ക് പീപ്പിളിന് നല്ല കരുത്ത് നൽകി. അതുകൊണ്ട് US കോൺഗ്രസ് ഈ പാർക്സ് എന്ന് പറയുന്ന ഈ റോസാ പാർക്സിനെ വിളിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് ദ മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് എന്ന 2 പേരൊന്ന് ഓർത്തു വെക്കണം. അത് നിർബന്ധമാണ്. Though she is aware of the consequences she is going to face, she is willing to raise voice against the injustice. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അതെടുത്തു പറയേണ്ടതാണ്. ഓക്കെ, ഇനി എന്താണ്? ഷീ പേസ് ദ വേ ഫോർ മെനി പീപ്പിൾ ടു സ്റ്റേ സ്ട്രോങ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്. ഷീ പേസ് ദ വേ ഫോർ മെനി പീപ്പിൾ ടു സ്റ്റേ സ്ട്രോങ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്. ഈ പറയുന്ന ഒരുപാട് ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്, അസ്തിത്വത്തിന് വേണ്ടിയിട്ട് വലിയ സംഭാവന നൽകിയ ഒരു സ്ത്രീയാണ്. അത് പറയണമെന്നില്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് ഇതിൻ്റെ അകത്തുനിന്നും ഒരു 4-5 പോയിന്റ്സ് ഇതിൻ്റെ അകത്തുനിന്നും ചെയ്തോ, നോട്ട് ചെയ്ത് വെച്ചോ മതി. ക്യാരക്ടർ സ്കെച്ചായി. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓക്കെ അല്ലേ? ഇനി അടുത്തത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഇത് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് പെട്ടെന്ന് മറന്നു പോകുന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിലേ അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ് മാത്രം ഒന്ന് എഴുതിയെടുക്കുക. അത് പരീക്ഷയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യുക, കാച്ച പൊളിക്കുക. റെഡി അല്ലേ?
റെഡി അല്ലേ? ഓക്കെ, അടുത്തത് ഡയറി എൻട്രി ആട്ടോ. ഡയറി എൻട്രി, ഹൗ ടു റൈറ്റ് എ ഡയറി. സാറേ എങ്ങനെ ഡയറി എഴുതാം? എനിക്കറിയാം ഡയറി എഴുതാം, ഞാൻ എഴുതാറുണ്ട് ഡയറി. എന്താണ്? ഐ വോക്ക് അപ്പ് അറ്റ് 5 o'clock in the morning, ഐ ബ്രഷ്ഡ് മൈ ടീത്ത്, ഐ വെന്റ് ടു ബാത്ത്. ഇതൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ എഴുതിയാൽ മതി. ഇപ്പൊ അപ്ഗ്രേഡഡ് ആയി, 8ാം ക്ലാസ്സിലെത്തി. പോയിന്റ്സ് ശ്രദ്ധിച്ചോ. യു ഷുഡ് റൈറ്റ് ആസ് ഇഫ് യു ഹാവ് റിയലി ബീൻ ഇൻ എ പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ. എന്താണോ സന്ദർഭം. റോസാ പാക്സിന്റെ ഡയറി ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ റോസാ പാക്സ് ആയിട്ട് വേണം ഡയറി എഴുതാൻ. റെഡി അല്ലേ? മദർ മാറ്റേഴ്സ് മനസ്സിലായോ? സിഗ്മ ഓൺലി. ദൈവമേ. പിന്നെ അപ്പോ നിങ്ങൾ റോസാ പാക്സ് ആയിട്ട് വേണം ഡയറി എഴുതാൻ. ഓക്കെ, ഇനിയോ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ. ഞാൻ എന്റെ ഡയറി എഴുതുന്ന പോലെ എഴുതുമ്പോൾ ഐ വെച്ചിട്ടല്ലേ നമ്മൾ എഴുതുക. അതാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. ഞാൻ ഓടിക്കതച്ച് വന്നപ്പോഴേക്കും 8:30 ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയൂലേ നമ്മൾ, when I went to the class to take a chapter for the 8th standard students, the rain was raining there എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ കഥ പറയാന്നാണ് അതിന് പറയാ. ക്ലിയർ അല്ലേ? ഇനി എന്ന് വെച്ചാൽ ഹി ഷീ എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഐയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സീക്രട്ട് റെക്കോർഡ് ഓഫ് വൺസ് ലൈഫ്, സോ വൺ ക്യാൻ വെരി ഹോണസ്റ്റ് അബൌട്ട് വൺസ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊരു സീക്രട്ട് ആയിട്ട് ഞാൻ മാത്രം കാണാൻ വേണ്ടി ഞാൻ എഴുതുന്ന സാധനമാണല്ലോ ഡയറി. അപ്പൊ അതിൽ വളരെയധികം എന്താ പറയുക, എനിക്ക് എന്നും തുറന്നു പറയാം, എന്ത് സ്റ്റൈലിലും എനിക്ക് പറയാം. മനസ്സിലായില്ലേ? ഇമോഷണൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത്. കഥ പറയുന്നു വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓ വാട്ട് എ ഡേ ഇറ്റ് വാസ്, എന്തൊരു വല്ലാത്ത ദിവസമായിരുന്നു അല്ലേ. I never expected this will happen in my life. ഇതെന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇത്തരത്തിലുള്ള സെന്റൻസുകൾ എഴുതുന്നതിനാണ് നമ്മൾ ഇമോഷണൽ സെന്റൻസ് എന്ന് പറയാ, ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറയാ. മനസ്സിലായില്ലേ? അതിപ്പോ എങ്ങനെയാ എഴുതാ സാറേ? എളുപ്പത്തിലൊരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മളിങ്ങനെ സെന്റൻസ് പകുതി വെച്ച് നിർത്തുക, കുത്ത്. ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ്, കുത്ത്. ഇതാണ് ഇമോഷണൽ ലാംഗ്വേജ്. അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടാം, ഓ മൈ ഗോഡ്, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക്. ഇത് ഇമോഷണൽ ലാംഗ്വേജ്. ഇത് ഇടയ്ക്ക് പുട്ടിന് തേങ്ങടുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഡയറിയിൽ ഉൾപ്പെടുത്തിയാൽ എന്ത് സെറ്റായി, ഇമോഷണൽ ലാംഗ്വേജ് സെറ്റായി. അതിനൊരു മാർക്ക് ഉണ്ട്. റെഡി അല്ലേ? അപ്പോ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഫോർമാറ്റിലേക്ക് വരാം. നമുക്ക് പെട്ടിയിലാക്കൂലേ നമ്മള്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാനൊരു പാട്ടു പാടും, പിന്നെ ഉറങ്ങാൻ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പോ അത് വേണ്ട. ഡേറ്റ് ഡേ എഴുതണം. അറിയാലോ, നമ്മൾ ഡേറ്റ് എഴുതുന്നു. ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ, ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12/12/2023 അല്ലേ. ഇനി സ്റ്റാർട്ട് വിത്ത് വാട്ട് ഹി ഓർ ഷീ ഫീൽസ്. ആദ്യം തന്നെ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ, അല്ലെങ്കിൽ വാട്ട് എ ഡേ ഇറ്റ് വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് തുടങ്ങാം. നമ്മുടെ ഫീൽ, ഡേനെ കുറിച്ചുള്ള ഫീൽ പറഞ്ഞിട്ട് തുടങ്ങാം. കോണ്ടന്റ് ഓഫ് ദ ഡയറി എഴുതാം. പിന്നെ നമ്മൾ എന്താണോ എഴുതേണ്ടത് അത് എഴുതുന്നു. പിന്നെ സിഗ്നേച്ചർ താഴെ ഒരു സൈൻ ഇട്ടാൽ നല്ലത്. സൈൻ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ നോക്കുക. റോസാ പാക്സിന്റെ ചാപ്റ്റർ എന്നൊരു എക്സാമ്പിൾ നോക്കുക. November 29th ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, 1955. ഏതാ വർഷം? റോസാ പാക്സിന്റെ വർഷം. അതിനാ ഡേറ്റ് ഓർമ്മയിൽ വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഡിയർ ഡയറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡിയർ ഡയറി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സാറേ ഇത് ലെറ്റർ എഴുതുന്നത് പോലെ അല്ലേ? അത് ഡിയർ ഡയറി എന്നൊക്കെ എഴുതാൻ പറ്റുമോ? എഴുതാം. ഞാൻ എൻ്റെ ഡയറിയോട് വളരെ രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം. ഡിയർ ഡയറി എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡിയർ ഡയറി എന്ന് എഴുതിയാൽ വളരെ നല്ലത്. ഓക്കെ, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നിന്നുള്ള സാധനമാണത്. ഓക്കെ, ഇനി ടുഡേ കാണുന്നില്ലേ മക്കളെ? ടുഡേ ഓൺ മൈ വേ ഹോം, എൻ്റെ വീട്ടിലേക്കുള്ള ഇന്നത്തെ വരവിൽ ഐ ഹാഡ് ടു സ്റ്റാൻഡ് ഓൺ ദ ബസ്. നോക്ക്, ഫസ്റ്റ് പേഴ്സണിലല്ലേ പറഞ്ഞത്. എനിക്ക് ബസ്സിൽ നിന്നിട്ടാണ് വരേണ്ടത്. ആഫ്റ്റർ ഐ പെയ്ഡ് മൈ ഫെയർ ഐ ഗോട്ട് ഫ്രം ദ ബസ് ടു വാക്ക് അറൌണ്ട് ടു ദ ബാക്ക് ആൻഡ് ഗോട്ട് ഓൺ. I realized it was already full, very full. There was barely enough room to stand, let alone sit after my long day work. There was even a little girl standing because the white frock wouldn't let her sit. I couldn't believe how insensitive they were being, including the bus driver. Of course, the whites on the front of the bus were seated comfortably, all spread out and taking up seats for their important briefcases and whatnot. അവരുടെ പെട്ടിക്ക വെക്കാനൊക്കെ അവർ ഈ സീറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. This isn't the first time I felt frustrated on the bus. Not only are we forced to sit or stand in the back, but we have to pay full fare
and then get back off the bus. So don't walk through the white section. നിങ്ങൾക്ക് ബസ്സിൽ ഫുൾ പൈസ കൊടുക്കുകയും വേണം, ബാക്കിൽ നിൽക്കുകയും വേണം. ഇത് വല്ലാത്തൊരു ഗതികേടാണ്. As if they were going to catch something from us. I don't understand what makes the white people believe they are better than us blacks. But I am getting awfully frustrated with them and their superior mindset. Pretty soon somebody is going to have do something about the way the buses are working around here. They can call what's going to separate but equal, but they aren't fooling me or any of the other black folk. Raymond has been getting fed up also. I feel like that the poor man is going to snap if we don't see some changes around here. God bless you. Losa Louis Sparks എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിക്കാം. ഇതുപോലെ ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് വായിച്ചെന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് നിങ്ങളുടെ രീതിയിലേക്ക്, നിങ്ങളുടെ ഭാഷയിൽ എന്ന് വെച്ചാൽ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, എഴുതാം. അതിനൊരു ചെറിയ ക്ലൂ മാത്രമാണിത്, ഇത്രയും എഴുതണമെന്ന് മാത്രം. അപ്പോൾ ഡയറി പെട്ടിയിലാക്കാൻ മറക്കരുത്, ഡയറി സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് ക്ലാസ് എപ്പോഴാ കഴിയാന്ന് ഗൾഫിൽ നിന്നും വന്ന ആൾക്കാരോട് എപ്പോഴാ പോവാന്ന് ചോദിക്കുന്നത് പോലെ അല്ലെ, ആരോ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. പെപ്സി. അടുത്തത് ഹൗ ടു റൈറ്റ് എ ന്യൂസ് റിപ്പോർട്ട്. ഇതാണ് പറയാൻ പോകുന്നത്. ന്യൂസ് റിപ്പോർട്ടർ ആദ്യം ഹെഡിങ് കൊടുക്കണം സാർ, അടുത്തത് ഡേ ആൻഡ് ഡേറ്റ് കൊടുക്കണം സാർ, അടുത്തത് കീ സെന്റൻസ് ആദ്യം 5 W's എന്ന് വെച്ചാൽ ഒരു ഹെഡിങ് വേണം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഹെഡിങ് നോക്കുക, നോ ബ്ലാക്ക് കമ്മ്യൂട്ടേറ്റേഴ്സ് ഇൻ ദ മോൺഗോമറി ബസ്. നമ്മുടെ ഹെഡിങ് എന്താണ്, ഒരു ഹെഡിങ് വേണം. ഹെഡിങ്ങിൽ ഗ്രാമർ ഒന്നും പ്രശ്നമില്ല, നല്ല എന്തായിരിക്കണം, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ് ആയിരിക്കണം, നമ്മളെ ആകർഷിക്കുന്ന ഹെഡിങ് ആയിരിക്കണം. അതാണ് നോ ബ്ലാക്ക് കമ്മ്യൂട്ടേഴ്സ്. കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് ആണ്. ആ വേർഡ് പ്രശ്നമുള്ള ആള് ശ്രദ്ധിച്ചോ, പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഴ്സ് ഇൻ മോൺഗോമറി ബസ്സസ്. വാർത്ത വന്നതാണ്, യാത്രക്കാരില്ലാതെ മോൺഗോമറി ബസ്സുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. താഴെ സ്ഥലത്തിന്റെ പേര് ഇതാ മോൺഗോമറി, ഡിസംബർ ഡേറ്റ്, വർഷം എഴുതിയിട്ടുണ്ട്, 2 കുത്തിട, കോളം എന്ന് പറയും. നെക്സ്റ്റ് എഴുതുന്നത് ഈ ഹെഡിങ് ഇല്ലേ, അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് ആദ്യത്തെ സെന്റൻസ്, അതിന്റെ ഒരു വിശദീകരണമാണ് ആദ്യത്തെ സെന്റൻസ്. മോൺഗോമറി ബസ്സസ് പൈൽഡ് വിത്ത് ഓൾമോസ്റ്റ് എംപ്റ്റി സീറ്റ്സ്. നിറയെ സീറ്റുകൾ ഒഴിഞ്ഞിട്ടാണ് ബസ്സുകൾ പോകുന്നത്. നോ ബ്ലാക്ക് പാസഞ്ചേഴ്സ് വാസ് ട്രാവലിംഗ് ഇൻ ദ മോൺഗോമറി ബസ്സസ് ആസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ്. റോസ പാർക്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ കണ്ട ആളുകളൊന്നും, ബ്ലാക്ക് പീപ്പിൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ബസ്സിൽ കയറുന്നില്ല. എ ബ്ലാക്ക് വുമൺ ഹു വാസ് അറസ്റ്റഡ് ഫോർ ദ ബ്രേക്കിംഗ് ദ ലോ. ദ ബ്ലാക്ക് കമ്മ്യൂട്ടേഴ്സ് മീൻസ് പാസഞ്ചേഴ്സ് ടുക്ക് ടു വാക്കിംഗ്. എല്ലാവരും നടക്കാൻ തുടങ്ങി, സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ടാക്സികൾ ഷെയർ ചെയ്തിട്ട് പോകാൻ തുടങ്ങി. സം ഓഫ് ദം ഈവൻ ഡിസൈഡഡ് ടു യൂസ് ഷെയർഡ് ടാക്സീസ്. നൺ ഓഫ് ദം വർ സീൻ എക്സോസ്റ്റഡ്. ആരും കുഴങ്ങി കണ്ടിട്ടില്ല, നടന്ന് ക്ഷീണിച്ച് തളർന്ന് ആരെയും കണ്ടിട്ടില്ല. റാദർ ദേ വർ സീൻ മോർ സ്പിരിറ്റഡ് ആൻഡ് ഡിവോട്ടഡ്. പക്ഷേ ഓഫീസിലേക്കൊക്കെ നടന്നു വരുന്ന ആൾക്കാർ നല്ല കുട്ടപ്പന്മാരായിട്ടാണ് വരുന്നത്, ഡിവോട്ടഡ് ആയിട്ടാണ് വരുന്നത്, സ്പിരിറ്റഡ് ആയിട്ടാണ് വരുന്നത്. On being asked about the hazards they face reach their workplace, they said they weren't troubled a bit than traveling in the race segregated bus. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ടൊക്കെ നിങ്ങൾ ബസ്സിലേക്ക് വരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രയാസമില്ല, ഇത്തരം വൃത്തികെട്ട ബസ്സുകളിൽ കയറുന്നതിനേക്കാൾ നല്ലത് ഇത്തരം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതാണ് റേസ് സെഗ്രിഗേറ്റഡ് എന്ന് പറഞ്ഞത്. ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണ വിവേചനമുള്ള ബസ്സുകളിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ, നല്ലത് നടന്നു വരുന്നതാണെന്നാണ് അവരുടെ അഭിപ്രായം. ദേ എക്സ്റ്റെൻഡഡ് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ടു റോസ പാർക്സ്. അവർ പറയുന്നത് അവരുടെ എല്ലാ സപ്പോർട്ടും ആർക്ക്, റോസ പാർക്സിനുണ്ട്. ആൻഡ് ഹെർ മിഷൻ ടു എബോളിഷ് റേസിസം. റേസിസം എന്ന് പറയുന്ന വിപത്തിനെ, ഈ പറയുന്ന റേസിസം എന്ന് പറയുന്ന വിപത്തിനെ ഇവിടുന്ന് കരകടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഉണ്ടായിട്ടുണ്ട്. It was reported that a lion's share of the financial flow was contributed by the black passengers and the Montgomery private transport recorded its historical decline to as 95%. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? 95% ഈ ബസിന്റെ വരുമാനത്തിൽ ആരുടെ പങ്കാണ്? ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ സിംഹഭാഗവും ആരുടെ ഷെയറാണ്? ഈ കറുത്ത വർഗ്ഗക്കാരുടെയാണ് അല്ലേ? നമ്മളെപ്പോഴും കളിയാക്കുന്ന ആൾക്കാരില്ലേ അല്ലെ? നമ്മളെപ്പോഴും ഈ എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആൾക്കാരില്ലേ? എസ് ടിക്കാരില്ലെങ്കിൽ ബസ് കാലിയാണ്, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ബസ് കാലിയാണ് അല്ലേ? അത് നമ്മളങ്ങനെ തള്ളിക്കളയേണ്ട ആളുകളല്ല. അപ്പൊ അതുപോലെ ഈ പറയുന്ന കറുത്ത വർഗ്ഗക്കാരാണ് ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ആയിട്ടുള്ളത്. അവരുടെ വരുമാനത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗം ഇവർ തന്നെയാണ്.
വെൻ ദ ക്ലാസ് എൻ്റെ ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്നത് ശ്രീകുമാറോ ക്ലാസ് കഴിയും നമ്മുടെ പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള ദിവസമല്ലേടോ. ഇനി നോക്കാം. ദ കമ്പനി ഫിയർഡ് മോർ ലോസ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. കമ്പനിക്ക് പേടിയായി, പ്രൈവറ്റ് ബസ്സുകൾക്ക് പേടിയായി. ഇനിയും ഇതിനേക്കാളും വലിയ എന്താ പറയാ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് അവർ വലിയ എന്താ പറയാ സമ്മർദ്ദം ചെലുത്താണ് ഈ മാറ്റം ഉണ്ടാക്കാൻ നിയമത്തിൽ. ദെൻ ദ 5 മാർക്ക് ഇസ് യുവേഴ്സ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഒന്നുകൂടെ ഞാൻ എന്താ പറയാ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഹെഡിങ് എഴുതുന്നു, നല്ല അട്രാക്റ്റീവ് ആയ ഹെഡിങ്. താഴെ സ്ഥലത്തിന്റെ പേര് എഴുതുന്നു, മൗണ്ട് ഗോമറി. തൊട്ടടുത്ത ഡേറ്റ് എഴുതുന്നു, ഡിസംബർ എന്താണ് ഫസ്റ്റ് ഡേ ആണ് അല്ലെ, സെക്കൻഡ് ഡേ എന്ന് കൊടുക്കാം. 1955 എന്ന് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇയർ കൊടുക്കണം നിർബന്ധമില്ല, 2 കുത്ത്. ശേഷം ഹെഡിങ്ങിന്റെ എക്സ്പാൻഷൻ. ആ വാർത്ത ഇങ്ങനെ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാലോ വാർത്ത എന്തായിരിക്കും എന്നുള്ള കാര്യം. അതിങ്ങനെ ജസ്റ്റ് നിങ്ങളെ വാക്കിൽ എന്ത് ചെയ്താൽ മതി, പാസ്റ്റ് ടെൻസ് ആക്കിയാൽ മതി. ഇസം ഒന്നും ഉപയോഗിക്കാതെ വാസിലൊക്കെ പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ സീന്. ഓക്കെ, അപ്പൊ ഒരുപാട് മാർക്കൊന്നും നിങ്ങൾക്ക് കുറയ്ക്കൂല. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, ഞാൻ എഴുതിയാൽ സാറേ ഞാൻ അതുകൊണ്ട് ഞാനൊന്നും എഴുതില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ എന്തെങ്കിലും എഴുതണം. എന്തെങ്കിലും എഴുതിയ പേപ്പറിലല്ലേ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. ഒന്നും എഴുതാത്ത ബ്ലാങ്ക് പേപ്പറിലെ ടീച്ചർ എവിടെയാണ് മാർക്ക് ഇടാ അല്ലേ? സർക്കാർ പറഞ്ഞ എന്തെങ്കിലും കുട്ടി എഴുതിയാൽ മാർക്ക് കൊടുക്കണമെന്നാണ്. എന്തെങ്കിലും എഴുതണ്ടവര് ഇവന് പേടിച്ചിരിക്കുകയാണ്. ഒരു പേടിയും പേടിക്കണ്ട. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡന്റ് ആയിട്ട് എഴുതി ശരിയാക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നോക്കാം. ന്യൂസ് റിപ്പോർട്ട് സെറ്റല്ലേ പൊളിയല്ലേ? യെസ്. അടുത്തത് സ്പീച്ചാണ്. ദൈവമേ, തീർച്ചയായിട്ടും എന്റെ കൂടെ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോ പിന്നെ ഫയർ ആവാതിരിക്കാൻ പറ്റുമോ? ഹൗ ടു റൈറ്റ് എ സ്പീച്ച്. ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാലോ, സ്പീച്ച് ചെയ്യുമ്പോൾ അഡ്രസ് ചെയ്യണം, ആളുകൾ അഭിസംബോധന ചെയ്യണം. റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് മാത്രം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും മതി. റെസ്പെക്ടഡ് പ്രിൻസിപ്പൾ, ഓൺ ആൻഡ് അല്ലെങ്കിൽ ഓൾ ദ ഡിഗ്നിറ്ററീസ് ഓഫ് ആൻഡ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ് എന്നൊക്കെ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, അടിപൊളിയാവും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് സ്കൂളിലാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് മാത്രം സ്റ്റാർട്ട് ചെയ്താലും മതി. അഡ്രസ്സിന്റെ മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് എന്ത് കിട്ടും, പിന്നെ ഡിഗ്നിറ്ററീസ്, ആ സാധനം വിശിഷ്ട വ്യക്തികൾ. ഓക്കെ, റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയാസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എന്ന് പറഞ്ഞ് തുടങ്ങുക. യു മേ യൂസ് എക്സ്പ്രഷൻ ലൈക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, റെസ്പെക്ടഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട്. എനിക്ക് ഇഷ്ടമുള്ള ഏതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ഡിയർ ഫ്രണ്ട്സ് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നു സാർ, മതിയടോ, അത് മതി. അടുത്തത്, ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ സ്പീച്ച് ഷുഡ് ബി ഗിവൺ എ ക്ലിയർ ഐഡിയ ഓഫ് ദ കണ്ടന്റ്. നല്ല കൃത്യമായിട്ട് പറയണം. ഫസ്റ്റ് ലൈൻസിൽ മെൻഷൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ സെന്റൻസ് തന്നെ നമ്മൾ പറയണം. ഞാൻ എന്തിനെ പറ്റിയാ പറയാൻ പോകുന്നത്, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ടു സ്പീക്ക് യു സംതിങ് അബൌട്ട് എന്ന് പറയാൻ തുടങ്ങിയാൽ മതി. സിമ്പിൾ ആയിട്ട് പറയാം, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ, ഞാൻ അവിടെ നിൽക്കാണ്, ടു സ്പീക്ക് യു സംതിങ് അബൌട്ട്, നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്തോ ഒരു കാര്യം. സ്പീച്ച് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, അതുപോലെ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് നേരെ ഒരു കോമൺ എക്സ്പ്രഷനിലേക്ക് വരാം. കുറച്ച് എക്സ്പ്രഷൻസ് നോക്കാം നമ്മൾ സാധാരണ സ്പീച്ചിൽ ഉപയോഗിക്കുന്ന. ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലെ, ഗുഡ് മോർണിംഗ് ആലോചിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയാം. ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ എന്ന് പറയാം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ആവശ്യം ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, സ്പീച്ചിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സാധനമാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു സേ ദാറ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു സേ ദിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതാം. ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ, ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ വളരെ വലിയ ഒരു ആവശ്യമാണ്. എന്താണെങ്കിലും അങ്ങോട്ട് തള്ളി മറക്കന്നെ. ഐ വുഡ് ലൈക്ക്, എന്താ ഞാൻ തള്ളിയതല്ല കേട്ടോ, നിങ്ങൾ സ്പീച്ച് ചെയ്തുമ്പോൾ തള്ളി മറക്കാനാ പറഞ്ഞത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ. താങ്ക് യുല് അവസാനിപ്പിക്കുക. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എന്താ എക്സാമ്പിൾ ഇതാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നുള്ള സ്പീച്ച്. ടുഡേ വി ആർ ഗാദർഡ് ഹിയർ ഫോർ എ സ്പെഷ്യൽ റീസൺ. നമ്മൾ ഇന്നിവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക കാരണത്തിലാണ്. എന്താണ് ആ പ്രത്യേക കാരണം? We know that Rosa Parks, who refused to give her seat to the white men, is arrested by the police and she is now in jail. നമുക്കറിയാം, റോസ പാർക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരിന്ന് ജയിലിൽ അറസ്റ്റഡ് ആണ്.
We are all blacks and face the same predicament. We should stand united to give her justice. We have been facing this discrimination for decades. Decades എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി, കാലങ്ങളായി, 10 വർഷത്തിന് ഡിക്കേറ്റ് എന്ന് പറയാം. ഒരുപാട് വർഷമായെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അങ്ങനെ വേണം പറയാൻ. ഫസ്റ്റ് പേഴ്സണിൽ നിന്നുകൊണ്ട് പറയണം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പോലെ വേണം പറയാൻ സ്പീച്ച്. Now that we have got some to fight for justice, we should not take our step back. We must fight until death so that the law be made just. എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരാം. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്ക് നോക്കാം. It is hence my dear friends, അങ്ങനെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നു ചങ്ങായിമാരെ, മനസ്സിലായോ? എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, എന്താണ്? It is our duty of each of us to not succumb to the iron fist of the white people to suppress the us. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്, കടമയാണ്, ഡ്യൂട്ടിയാണ് each one of us not to succumb to the iron fist. ഉരുക്കുമുഷ്ടിക്ക് മുൻപിൽ ഒരു അയൺ ഫിസ്റ്റ് ഓർമ്മ ഉണ്ടാവല്ലോ. നിങ്ങൾ സറണ്ടർ എന്ന് വേർഡ് ഓർത്ത് വെച്ചാൽ മതി. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സറണ്ടർ ആവാൻ നമ്മൾ തയ്യാറല്ല. Let us unite for the noble cause. നമുക്കെല്ലാവർക്കും ഏകമായി നിൽക്കാം, അല്ലെങ്കിൽ ഇതാണ് ഏകോപനം. യുണൈറ്റ് ചെയ്തിട്ട് നിൽക്കാം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. എന്തിന്? ഒരു നോബിൾ കോസിന് വേണ്ടിയിട്ട്, ഒരു കുലീനമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. ഇനി അങ്ങനെ അവസാനിക്കുമ്പോൾ I request each one of you to join this cause. Let us walk for our freedom. അല്ലെങ്കിൽ let us work for our freedom. താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ സ്പീച്ച് സെറ്റാണ്. അപ്പോൾ ഇനി ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്റർവ്യൂ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാ പറയാൻ പോകുന്നു ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഇസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? എല്ലാ ഇന്റർവ്യൂ ക്വസ്റ്റ്യനിലും ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ആവശ്യം വരും. എന്താണ്? വാട്ട് ഇസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? ഹൂ ഇസ് യുവർ റോൾ മോഡൽ? ഡു യു എൻജോയ് ദിസ് കരിയർ? Can you tell me little about yourself? നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് കുറച്ച് പറയാൻ പറ്റുമോ? What is your greatest professional achievement? നേടിയ വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? Tell me about the challenges you have faced at work. ജോലി സ്ഥലത്ത് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻ യു ടെൽ us സംതിങ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്? കുട്ടിക്കാലത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തരുമോ? വാട്ട് ഇസ് യുവർ മെസ്സേജ് ടു ദ ന്യൂ ജനറേഷൻ പിള്ളേരോട് എന്താണ് പറയാനുള്ളത്, നമ്മളോട് എന്താ പറയാനുള്ളത്? പിന്നെയോ വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്രൊജക്ട്? നിങ്ങളുടെ അടുത്ത പ്രൊജക്ട് എന്താണ്? വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ ഡാഷ്? അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ആളോട് അനുസരിച്ചിട്ട് മതി. ഇത് സെറ്റാണ്. ഈ സാധനം നിങ്ങൾ എന്ത് ചെയ്തോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് തന്നെ എഴുതിയാൽ മതി. നമുക്ക് ആ മാർക്ക് എവിടെയും പോവില്ല. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ സോവർ എന്നാണ്. സോവർ എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, വിത്ത് വിതയ്ക്കുന്ന കർഷകനാണ്, ഫാമറാണ്. വിതയ്ക്കുന്നതിനാണ് സോ എന്ന് പറയാ. ഇവിടെ ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്. ചിത്രത്തിൽ കാണുന്ന ആൾ എന്താ ചെയ്യുന്നത്? കർഷകനാണ് അല്ലെ? അദ്ദേഹം ഈ പോയം, സോവർ എന്ന് പറഞ്ഞ പോയം ലെസ് ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്തായാലും വില്ലേജ് ബ്ലാക്ക് സ്മിത്തും സോവറും അങ്ങനെ നോക്കുമ്പോൾ സോവറാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ്. എന്തായാലും വിക്ടർ ഹ്യൂഗോയുടെ മാരി ഹ്യൂഗോ എന്ന് പറയണ്ട, വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞാൽ മതി. വിക്ടർ ഹ്യൂഗോ, ഇനി വിക്ടർ ഓർമ്മയില്ലെങ്കിൽ വി ഹ്യൂഗോ എന്നെങ്കിലും പറഞ്ഞു വെക്കുക. പോയറ്റിന്റെ പേര് ഒന്ന് ഓർത്തു വെക്കുക. എഴുതിയ ഒരു പോയമാണ് വിക്ടർ മാരി ഹ്യൂഗോ. ഫ്രഞ്ച് പോയറ്റാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഫ്രഞ്ചുകാരനാണ്. നേരെ കവിതയിലേക്ക് വരുന്നു. സമ്മറിയാണ്. വളരെ സ്പീഡിൽ ഞാൻ പോകും, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ തന്നെ പറഞ്ഞതാണ് അല്ലെ. സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കൂൾ. എടാ, നമ്മള് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അല്ലെ, കളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഹലോ ഹായ് സാർ എന്തത് ഡിവാലറ്റ് പേരൊന്നും മനസ്സിലാവില്ലല്ലോ. ഓക്കെ, ഏതായാലും ചായ കുടിച്ചിട്ട് അങ്ങനെ ഉമ്മറത്തൊരു ഇരുത്തരിക്കാറുണ്ട് അല്ലെ. എന്ത് കളിയാന്ന് കളിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ അന്നത്തെ പ്ലാൻ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ഇരുത്തരിക്കാറില്ലേ? ആ ഇരുത്തത്തില് ഇരിക്കുന്ന സമയത്ത് പോയിട്ട് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഉമ്മറത്തിരിക്കുകയാണ്. ഓക്കെ, ഈ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് മൂപ്പര് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിറ്റിംഗ് ഇൻ ദ പോർച്ച് വേ കൂൾ. പോർച്ച് വേ എന്ന് പറഞ്ഞാൽ ഇതാണ് പോർച്ച് വേ. മനസ്സിലായേ? ഇത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഉമ്മറത്ത് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂൾ, നല്ല തണുപ്പുണ്ട്.
ഫേഡ്സ് ദ റഡി സൺലൈറ്റ്. റഡി എന്ന് പറഞ്ഞാൽ ചുവന്ന കറത്തിലുള്ള സൺലൈറ്റ്. അപ്പൊ ഏകദേശം സമയത്തായത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവല്ലോ അല്ലെ? സന്ധ്യാനേരം ആവാനായിട്ടുണ്ട്, വൈകുന്നേരം ആവാനായിട്ടുണ്ട്. ഫെയ്ഡ്, അത് ഫെയ്ഡായി പോകുന്നുണ്ട്, സൂര്യപ്രകാശം ഫെയ്ഡായി പോകുന്നുണ്ട്. ട്വൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായി ചിത്രത്തിൽ കാണുന്നത്. ട്വൈലൈറ്റ് നമ്മൾ വൈകുന്നേരത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രകാശം ഇങ്ങനെ വരാറില്ലേ? ഒരു 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 എന്താ പറയാ, ഒരു പോക്ക് വെയിൽ എന്നൊക്കെ പറയുന്ന സമയമല്ലേ, ഒരു കുറച്ച് ഡിമ്മായിട്ടുള്ള നല്ല പരന്ന പ്രകാശം, അതാണ് ട്വൈലൈറ്റ്. ഹെയ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ ഗോ ഫാസ്റ്റ്, അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. വൈകുന്നേരം നമ്മൾ കളിക്കുന്ന സമയത്ത് ഉണ്ടാവാറുന്ന ഒരു വെളിച്ചല്ലേ, ഒരു ഉതുപ്പല്ലേ സൂര്യന്റെ, അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അതാണ് ട്വൈലൈറ്റ്. ദ ട്വൈലൈറ്റ് ഹെയ്സ്റ്റൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ധൃതി വെച്ച് പോവുക, ടു ഗോ ഫാസ്റ്റ്, പെട്ടെന്ന് പോകുന്നുണ്ട്. ഓൺ ടു റൂൾ, ഹെയ്സ്റ്റൺ ഓൺ ടു റൂൾ, പെട്ടെന്ന് സന്ധ്യ ആയി തുടങ്ങി, പെട്ടെന്ന് മൂപ്പര് ഭരണം ഏറ്റെടുത്തു. ആര്? ഈ പറയുന്ന സൂര്യപ്രകാശത്തിന്റെ ചുവന്ന കിരണങ്ങൾ അവിടെ നിറയാൻ തുടങ്ങി, സന്ധ്യാനേരമായി തുടങ്ങി. ഓക്കെ, അല്ലെങ്കിൽ സന്ധ്യ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്, സൂര്യ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും the working hours are well nigh past. well nigh എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്നർത്ഥം. well nigh എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്നർത്ഥം. ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ ഉണ്ടാവുമോ? ഞാൻ സാധനം തരുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ആ സാധനം ഞാൻ തരുന്നുണ്ട്, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്രീസിയേഷൻ ചോദിക്കാറില്ല സാധാരണ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്. വർക്കിംഗ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞു, ജോലി സമയമൊക്കെ കഴിഞ്ഞു, ജോലി സമയമൊക്കെ. ഹായ് സചിത്ര വിദ്യൻ എവിടുന്നാണ്? അപ്പൊ ഏതായാലും വർക്ക്സ് ആർ ചാർജ് ടു മനസ്സിലായില്ല? ഓക്കെ, വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്. വർക്കിംഗ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, സന്ധ്യാനേരമായിട്ടുണ്ട്, വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് അവേഴ്സ്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളൊക്കെ വിട്ടു, ജോലിക്ക് പോയവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നാണ് പോയിട്ട് പറയുന്നത്. ഇതാ ഞാനിങ്ങനെ രണ്ടാമത്തെ പേജിൽ ഇതിന്റെ ചെറിയ സമ്മറി കൊടുത്തിട്ടുണ്ട്, അത് നോക്കി വെച്ചാൽ മതി. നിങ്ങൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആലോചിക്കുകയാണെങ്കിൽ ഇത് സ്ലൈഡ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും, നോക്കി വെക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാ പറഞ്ഞ സംഭവം ഇതാണ്. ദ പോയിറ്റ് സേസ് ദാറ്റ് വൺ ഡേ ഹി സിറ്റ്സ് ഓൺ എ പോർച്ച്വേ എൻട്രൻസ് ടു എൻജോയ് ദ സൺസെറ്റ്. ഒരു ദിവസം മുപ്പര് സൺസെറ്റ് ഉഷാറാക്കാനോ എന്താണ് സൺസെറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പര് അവിടെ ഇരിക്കുകയായിരുന്നു, പോർച്ച്വേയിൽ ഇരിക്കുകയായിരുന്നു. ഹി വാച്ചസ് ദ റെഡ് സൺലൈറ്റ് ഫെയ്ഡിങ് അവേ ഫാസ്റ്റ്. റെഡ് സൺലൈറ്റ് മുപ്പര് കണ്ടു, പെട്ടെന്ന് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഈവനിങ് അപ്രോച്ചസ് ദ ട്വൈലൈറ്റ് ബിഗിൻസ് ടു റൂൾ, ദാറ്റ് ഇസ് ഡോമിനേറ്റ് ദ ലൈറ്റ്. എന്ന് വെച്ചാൽ ഈ ഈവനിങ് ആയപ്പോൾ ഈ ട്വൈലൈറ്റ് ഇങ്ങനെ അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് ദ ഡാർക്ക്നെസ് സ്റ്റാർട്ട് സ്പ്രെഡിങ് ഓൾ ഓവർ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാട്ടോ. ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്. അവിടം മുഴുവനും ഷാഡോസ് ആണ് റീനാപ്പി, അവിടം മുഴുവനും ഷാഡോസ് ആണ് ഹബീബെ, ഷാഡോസ് ആണ്. എന്ന് വെച്ചാല് സൂര്യത ഈ ചിത്രം നോക്ക്, ഇങ്ങനെ ഉണ്ടാവാറില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? വൈകുന്നേരം ആവുന്ന സമയത്ത് ഷാഡോസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അക്രോസ് ദ ലാൻഡ്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബട്ട് വൺസ് ഓവർ ലിംഗേഴ്സ് സ്റ്റിൽ. എന്ന് വെച്ചാൽ രാത്രി ആയി തുടങ്ങി, ഇരുട്ട് വീണ് തുടങ്ങി, ഷാഡോസ് വീണ് തുടങ്ങി. പക്ഷേ അവിടെ വൺസ് ഓവർ, ഒരു ഫാർമർ, ഒരു കർഷകൻ എന്ത് ചെയ്യാണ്? ലിംഗേഴ്സ് സ്റ്റിൽ. ലിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? സ്റ്റേ ഇൻ എ പ്ലേസ് ലോങ്ങർ ദാൻ നെസസറി ബിക്കോസ് ഓഫ് അൺവില്ലിംഗ്നെസ് ടു ലീവ്. പോകാൻ താല്പര്യമില്ലാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക. നോക്കണ സമയം 9:25. ഇയാൾ പോയിട്ടില്ലേ? ഇയാൾ സൈലത്തൊന്നും പോയിട്ടില്ലേ? ഇയാൾ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതാണ്. ഇയാൾക്ക് വീട് കൂടി ഒന്നില്ലേ? ലിംഗറിങ്. ഐ ആം ലിംഗറിങ് ഹിയർ. എനിക്ക് പോകാൻ തോന്നുന്നില്ല. 8ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ മറ്റൊരാൾ പരീക്ഷയാണ്, ഞാൻ എങ്ങനെയാ പോവാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എ ടീച്ചർ ഇസ് ലിംഗറിങ് ഹിയർ. ഒരു ടീച്ചർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേപോലെ ഒരു സോവർ ഇസ് ലിംഗറിങ് ദേർ. അവിടെ ഒരു സോവർ വീട്ടിൽ പോയില്ല, അയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഓൾഡ്, പ്രായമുള്ള മനുഷ്യനാണ്. ഇൻ റാഗ്സ്, ടോൺ ക്ലോത്ത്സ് ആണ്, കീറിയ വസ്ത്രങ്ങൾ. ഓക്കെ, കീറിയ വസ്ത്രങ്ങളാണ്, ടോൺ ക്ലോത്ത്സ്. ഈ പേഷ്യന്റ് സ്റ്റാൻഡ്. മൂപ്പര് ഹാർട്ട് പേഷ്യന്റ് ആണെന്നല്ല ഉദ്ദേശിച്ചത്. ഈ പേഷ്യന്റ് എന്ന് പറഞ്ഞ പേഷ്യന്റ് ഏത് പേഷ്യന്റ് ആണ് മക്കളെ? ക്ഷമ എന്ന പേഷ്യന്റ് ആണ്. ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുകയാണ് മൂപ്പര്. ലുക്കിംഗ് ഓൺ ഐ ഫെൽ ത്രിൽ. അതിങ്ങനെ കണ്ടപ്പോ എനിക്കൊരു ത്രില്ലുണ്ടായി. ഓക്കെ, ഇങ്ങനെ കേരളത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കാഴ്ച കണ്ടപ്പോ എനിക്കും തോന്നി, ഗെയിം കളിച്ചുകൊണ്ടിരുന്ന, ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന എനിക്കും തോന്നി, എടാ ഒന്ന് പഠിക്കണമല്ലോ. എന്നാല് ഇതുപോലെ ഈ പറയുന്ന
പണിയൊക്കെ കഴിഞ്ഞ് ആ സൺസെറ്റ് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മടി ചടഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ പോയറ്റിന് തോന്നുകയാണ്, ഇത് കൊള്ളാലോ, ഇത് സംഭവം കൊള്ളാലോ, ഈ മനുഷ്യൻ മാത്രം ഇപ്പോഴും ജോലി ചെയ്യുന്നു, പ്രായമുള്ള മനുഷ്യനാണ് അല്ലേ. അപ്പോ എന്ത് സംഭവിച്ചു നോക്കാം. ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിൽഓത്തി എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. സിൽഓത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽഓത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് സിൽഹോത്ത്. മനസ്സിലായോ? ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കറുപ്പായിട്ട് നമ്മൾ കാണൂലേ, ഇങ്ങനെ ഷാഡോ പോലെ കാണൂലേ, സിൽഹോത്ത് എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിൽഓത്ത്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നേല് കറുത്തതും നല്ല നീളം വലിയതുമായിട്ട് എനിക്ക് തോന്നി. ഡോമിനേറ്റ്സ് ദ ഫെറോസ് ഡീപ്പ്. ഫെറോസ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളിങ്ങനെ കുഴിക്കൂലേ, ഫെറോസ് ഉണ്ടാക്കൂലേ, ചാലുകൾ ഉണ്ടാക്കൂലേ പാടങ്ങളില്, അതാണ് ഫെറോസ്. അപ്പോ ആ ഫെറോസില് ഇയാളുടെ നിഴലിങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാല് എടുത്തു കാണിക്കത്തക്ക രീതിയിൽ അതങ്ങനെ നിൽക്കുന്നുണ്ട്. നൗ ഹി സ്ലോ ദ ടാസ്ക് ഇസ് സെറ്റ്. നൗ ടു സോ ദ ടാസ്ക് ഇസ് സെറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? സോ ചെയ്യുക, വിത്ത് വിതറുന്ന ടാസ്ക് ആണ്, ജോലിയാണ് ഇനി ബാക്കിയുള്ളത്. സൂൺ ഷാൽ കം എ ടൈം ടു റീപ്പ്. ഇപ്പൊ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാല് സോ ചെയ്യുക എന്നുള്ളതാണ്, വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ പേടിക്കണ്ട, ഉടനെ തന്നെ ഒരു സമയം വരാനുണ്ട്. ഇതെല്ലാം കൊഴിയുന്ന ഒരു സമയം വരെ, കൊഴിയുന്ന എന്ന് പറഞ്ഞാൽ കൊയ്തെടുക്കാനുള്ള സമയം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ നിങ്ങളിപ്പോ ഈ സമയത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഉറക്കമൊളിച്ചുകൊണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ക്രിസ്മസ് പരീക്ഷ കഴിയുന്ന സമയത്ത് സന്തോഷത്തിന്റെ ഒരു വിളവെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. മക്കളെ, പരീക്ഷാ പേപ്പർ കിട്ടുന്ന അന്ന് തല ഉയർത്തി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് തല ഉയർത്തി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. 10ാം ക്ലാസ്സിലുള്ള ചേട്ടനുണ്ട്, എപ്പോഴും ഫുൾ മാർക്കാണ്, എന്നെ ഒരു പുച്ഛമാണെങ്കിൽ ചേട്ടൻ പാവാട്ടോ. അപ്പോ നമുക്കൊന്ന് ഉഷാറായിട്ട് നിൽക്കണ്ടേ അല്ലേ? നമുക്ക് നേരെ ഒന്ന് എല്ലാവരുടെയും മുമ്പിൽ മാർക്ക് ഷീറ്റൊക്കെ ഒന്ന് കാണിക്കണ്ടേ അല്ലേ? ആ മാർക്ക് ഷീറ്റ് കാണിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കുറച്ചൊന്ന് സഫർ ചെയ്താൽ മതി. ഓക്കെ, സൂൺ ഷാൽ കം എ ടൈം ടു റീപ്പ്. പെട്ടെന്ന് തന്നെ വരും ഒരു സമയം. എന്തിനുള്ള? ഇപ്പൊ ഒന്ന് കഠിനമായിട്ട് സോ ചെയ്യാന്ന് പറഞ്ഞാൽ വിത്ത് വിതച്ചാൽ പെട്ടെന്ന് തന്നെ സമയം വരും. എന്തിന്? അത് റീപ്പ്, വിളവെടുക്കാൻ. നെക്സ്റ്റ്, മാർച്ചസ് എലോങ് ദ പ്ലെയിൻ. ആ പ്ലെയിനിലൂടെ അയാൾ ഇങ്ങനെ നടക്കുകയാണ്. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ദിലീപ് പറഞ്ഞ പോലെ അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം അല്ലെ? അപ്പൊ അതേപോലെ ഇയാൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ആൻഡ് സ്കാറ്റേഴ്സ് വൈഡ്. സ്കാറ്റർ എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്നതിനാണ്. ഇവിടെ ചിതറുക എന്നാണ് ശരിക്കും സ്കാറ്ററിന്റെ അർത്ഥം. ഇവിടെ വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം. ഫ്രം ഹിസ് ആൻഡ് ദ പ്രഷ്യസ് ഗ്രെയിൻ. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും പ്രഷ്യസ്, വിലപിടിച്ച ഗ്രെയിൻ, ധാന്യമാണ്. ഈ വിത്ത് ധാന്യമാണ്, വില പിടിച്ചതാന്ന് പറയുന്നു. എന്താ കാര്യം എന്നറിയോ? വിത്തിനെ വില പിടിച്ചതാന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ മക്കളെ? മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ ആഹാരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് ഈ വിത്തല്ലേ. ചോറ് കഴിക്കുന്നത് അല്ലേ, നമ്മള് റൊട്ടി ആണെങ്കിൽ റൊട്ടി കഴിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഗോതമ്പും അരിയൊക്കെ അല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനെ കൊണ്ടാണ് ഇതിനെ പ്രഷ്യസ് ഗ്രെയിൻ എന്ന് പറഞ്ഞത് കേട്ടോ. പ്രഷ്യസ് ഗ്രെയിൻ ആണ് അയാള് വിത്തായിട്ട് വിതയ്ക്കുന്നത്. മൂടി ഐസ് ടു സേ ഹിം സ്ട്രൈഡ്. ഇപ്പോഴും മൂടി പുതച്ച് കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവന്മാര് കേട്ടോ, ഈ പോയറ്റ് നിങ്ങളെ പോലെ ആയിരുന്നു. ഞാനിങ്ങനെ മൂടിയായിരിക്കുകയാണ്. ഐസ് ടു സീ ഹിം സ്ട്രൈഡ് എന്ന് പറഞ്ഞാല് ടു വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ്. വലിയ കാലടികളോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ നടക്കുന്നതിനാണ് സ്ട്രൈഡ് എന്ന് പറയാ. സ്പീഡിൽ നടക്കുക. ഞാൻ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്, ഞാൻ യങ് ആണ്, ഓൾഡ് മാൻ എന്താ ജോലി ചെയ്യുന്നു അല്ലെ. അച്ഛൻ ഞായറാഴ്ച രാവിലെ എന്തൊക്കെയോ പണിയെടുക്കുകയായിരിക്കും, എന്തൊക്കെയോ വീട്ടിൽ അറ്റകുറ്റ പണിയെടുക്കുന്നുണ്ടായിരിക്കും. ഞാനിങ്ങനെ നല്ല പതച്ച് കിടന്ന് ഉറങ്ങുകയായിരിക്കും. അച്ഛൻ ഇടയ്ക്ക് വന്നിട്ട് ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് പോകും. അത് എനിക്കുള്ളൊരു സിഗ്നലാണ് അല്ലെ. രണ്ടാമത്തെ ഓഫ് ചെയ്തിലും ഞാൻ എണീറ്റില്ലെങ്കിൽ അതൊരു വാണിംഗ് ആണ് അല്ലെ, അതൊരു വാണിംഗ് ആണ്. പിന്നെ ചിലതൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കും. അമ്മ അപ്പൊ കോഫി തരും. അപ്പൊ ഏതായാലും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇയാളെ പോലെ കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഞാൻ മൂടിയായിട്ട് അയാളങ്ങനെ നോക്കിക്കാണ്. ഇയാൾ എന്താ ചെയ്യുന്നത്, എന്തൊരു നടത്താൻ നടക്കുന്നത്.
ഡാർക്ക്നെസ് ഡീപ്പൻസ്. ഞാൻ നോക്കുമ്പോൾ ഇരുട്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്താ കാരണം? രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡാർക്ക്നെസ് ഡീപ്പൻസ്, രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൺ ദ ലൈറ്റ്, ലൈറ്റ് പോയടോ. നൗ ഹിസ് ജസ്റ്റേഴ്സ് ടു മൈ ഐസ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗ്യങ്ങൾ, അയാൾ ചെയ്യുന്ന ഈ ആംഗ്യങ്ങളില്ലേ, ഈ ജസ്റ്റേഴ്സ് ആംഗ്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ആർ ഓഗസ്റ്റ്, അത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹനീയമാണ്, അല്ലാതെ മാസമല്ല കേട്ടോ. ഇവിടെ മഹനീയമാണ്, മെജസ്റ്റിക് ആണെന്ന് അർത്ഥം. അത് വളരെ മഹനീയമാണ്. ആൻഡ് സ്ട്രേഞ്ച് ഹിസ് ഹൈറ്റ്, മുപ്പയുടെ ഹൈറ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു ഹൈറ്റാണ് ഇയാൾക്ക്. അതാ ഹൈറ്റ് അല്ല കേട്ടോ, അയാളെ എനിക്ക് തോന്നുകയാണ് അയാൾ വല്ല ഹൈറ്റ് ഉള്ള ആളെ പോലെ. സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈ, ആകാശം, നക്ഷത്രലോകത്തെ ആകാശം മുട്ടെ അയാൾ എൻ്റെ മുമ്പിൽ ഇന്ന് വലുതായിരിക്കുന്നു. മനസ്സിലായോ? നക്ഷത്രലോകത്തെ ആകാശം മുട്ടെ അദ്ദേഹം ഇന്ന് എൻ്റെ മുമ്പിൽ വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് അയാളെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി എന്നർത്ഥം. പോയിട്ടിനെ ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ട് ഈ പ്രായത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാറില്ലേ, പെട്രോൾ പമ്പിലൊക്കെ ജോലി എടുക്കുന്ന ചില പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് അല്ലേ. ആ ഒരു ജീവിതത്തിന്റെ അവസാനത്തെ വിശ്രമ സമയങ്ങളിൽ പോലും അവരുടെ അന്നത്തിനായിട്ട്, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ അന്നത്തിനായിട്ട് എന്ത് ചെയ്യുക, ജോലിക്ക് വരികയാണ് ചെയ്യുന്നത്. പാവങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാനും സഹായിക്കാനൊക്കെ സാധിക്കണം. അത്തരം ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് അവരുടെ പൊക്കമെന്ന് പറയുന്നതുണ്ടല്ലോ, ആകാശം മുട്ടയാണ്. അല്ലെ, യാചിക്കാനൊന്നും ഒരു നിൽക്കൂല. ഓരെന്താ ചെയ്യുന്നത്, ഒരു അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പൊ അത്തരത്തിലൊരാളെ കണ്ടപ്പോൾ പോയറ്റിന് ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്ന ഒരു സിമ്പിൾ പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗൈസ്, റെഡിയാണോ? എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോയത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച്, എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം താഴെ കമന്റ് ബോക്സിൽ. ഇത് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. നല്ല മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാധ്യാരിക്ക് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തോളാം, അഭിപ്രായം പറഞ്ഞോളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും മാരത്തോൺ ലൈവില് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. ക്ലിയർ ആണ്? ഐ ആം സഞ്ജു മോൺസ്റ്റർ ഗെയിമിംഗ്. ഐ ആം സഞ്ജുസ് ആൻസർ ആണോ? വാട്ട് ആർ ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഫാമിംഗ് എന്നൊരു ചോദ്യമുണ്ട്. മണ്ടൻ ചോദ്യമാണ് ഇത്, ചോദിക്കൊന്നുമില്ല പരീക്ഷയ്ക്ക്. പ്ലോവിംഗ്, മാനറിംഗ്, സോയിങ്, വീഡിംഗ്, ഇറിഗേഷൻ, ഹാർവെസ്റ്റിംഗ്, ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നിങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്ന വേർ ഇസ് ദ സ്പീക്കർ സിറ്റിംഗ്, അതൊരു ചോദ്യമാണ്. ലൈൻസ് നമ്മൾ ചോദിക്കും എന്തോ സൂപ്പർ ക്ലാസ് ആണ് സാർ, എനിക്ക് ഇതിലല്ല വേണ്ട കേട്ടോ. നമ്മുടെ കമന്റ് ബോക്സ് ഇല്ലേ, ലൈവ് കഴിഞ്ഞാൽ അതിൽ എന്നെ മറക്കരുത്. നമ്മളെന്ത് ചെയ്യണം, ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നുപോയ ആൾക്കാരുണ്ടെങ്കിൽ അതും അമർത്താം. നിങ്ങളുടെ കമന്റ് ബോക്സിൽ ശേഷം, ക്ലാസ്സിന് ശേഷം ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടിപൊളിയാക്കാം. ഓക്കെ, ഇനെ കൂൾ പോർഷുവേ ആണ് മൂപ്പിട്ടിരിക്കുന്നത്. ഇത് മറന്നു പോകരുത്. ഇനെ കൂൾ പോർഷുവേ കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട, പോയത്തിലുണ്ടാവും. ആ ലൈനിൽ അടിപൊളിയാക്കിയിട്ട് എഴുതിയാൽ മതി. വാട്ട് ടൈം ഓഫ് ദ ഡേ ഇറ്റ് ഇസ്, ഏത് സമയമാണ്? ഈവനിങ് ആണ് സാർ. ഒരു മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്താണ് അടുത്ത ചോദ്യം നോക്കുക. ബട്ട് വൺ സോവർ ലിംഗർ സ്റ്റിൽ, അങ്ങനെ ഒരു സോവർ മാത്രം അവിടെ അലഞ്ഞിരിഞ്ഞെടുക്കുന്നു. വൈ ഡസ് ദ സോവർ ലിംഗർ, മൂപ്പർ എന്തിനാണ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞെടുക്കുന്നത്? വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദ വേർഡ് ലിംഗർ സജസ്റ്റ് അബൌട്ട് ദ സോവർ? ഈ ലിംഗർ എന്ന് പറയുന്ന വേർഡ് എന്താണ് ഈ സോവറിനെ കുറിച്ച് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്? ഹി ലിംഗർ സോ ദാറ്റ് he can sow the seeds. മൂപ്പർ അലഞ്ഞിരിഞ്ഞെടുക്കുന്നത് മൂപ്പർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇത് സോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് he is dedicated to his work. ഇതിനർത്ഥം എന്താണ്? അയാൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അയാളുടെ ജോലിയിൽ അയാൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങൾ നോക്കടാ, ഈ രാത്രിയിൽ അന്തസ്സായിട്ട് അല്ലെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യുക? അതെന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മടിയനാണോ? അല്ല, യു ആർ 100% ഡെഡിക്കേറ്റഡ് ടു യുവർ വർക്ക്. ഇതെന്നെ ആലോചിച്ചാൽ മതി, ഒരു മാർക്ക് കിട്ടും നമുക്ക്. 2 മാർക്കായിരിക്കും ചോദ്യത്തിന്. ഒന്ന്, he can sow the seeds, അയാൾ വിത്ത് വിതയ്ക്കാൻ വേണ്ടി. രണ്ടാമത്തെ എന്താണ്? നമ്മളെ പോലെ ഡെഡിക്കേറ്റഡ് ആണ്. ഡെഡിക്കേറ്റഡ് ആ വേർഡ് ഓർത്ത് വെക്കുക. നമ്മൾ പറയാറില്ലേ, ഈ സോങ് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഡെഡിക്കേറ്റഡ് ടു ഹിസ് വർക്ക്, ജോലിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വൈ ഡസ് ദ സ്പീക്കർ ഫീൽ എ ത്രിൽ ഓൺ സീയിങ് ദ സോവർ നൗ? എന്തുകൊണ്ടാണ് സ്പീക്കറിന് ഒരു ത്രില്ല് തോന്നുന്നത് ഈ സോവറെ കാണുമ്പോൾ? ഈസ് ഇംപ്രസ്ഡ്, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. ഓൺ സീയിങ് ദ സിൽഹൗത്തി ഓഫ് ദ sower dominating over the fields. Black and high Silhouette dominate the Faroes deep. വലിയതായിട്ട് അദ്ദേഹത്തിന്റെ സിൽഹോത്തി അദ്ദേഹത്തിന് തോന്നുകയാണ്. അല്ലെങ്കിൽ അത് സിൽഹോത്തി എന്ന പേര് കിട്ടിയില്ലെങ്കിൽ നീല്, ഷാഡോ ഒക്കെ എഴുതിയാലും മതി കേട്ടോ. ഹൗ ഡസ് ദ സോവർ ഗോ അബൌട്ട് പെർഫോമിംഗ് ഹിസ് ടാസ്ക്? സോവർ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടാസ്ക് പെർഫോം ചെയ്തിട്ട് മൂപ്പർ എങ്ങനെയാണ് പോകുന്നത്? അദ്ദേഹത്തിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തിട്ട് മൂപ്പർ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് ചോദ്യം.
എങ്ങനെ പോകുന്നത്? ഹി മാർച്ചസ്, പട്ടാളക്കാരെ പോലെ അല്ലെ, സുരേഷ് ഗോപിയെ പോലെ അയാൾ എന്ത് ചെയ്യാണ്? മാർച്ച് ചെയ്യാണ് along the field to and fro and scatters the seeds. മൂപ്പരെങ്ങനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട് സീഡുകളൊക്കെ. ഇനി അപ്പോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പോകുന്നു. അപ്പൊ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്ക് പോയറ്റിക് ഡിവൈസസ് ഓർമ്മിക്കണം. അലിട്രേഷൻ എന്താണെന്ന് അറിയാലോ? അലിട്രേഷൻ ചോദിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, അലിട്രേഷനിൽ സോവർ, സ്റ്റിൽ, എസ് ആവർത്തിച്ച് വരുന്നു. സോ നമുക്ക് അതിനെന്ത് വിളിക്കാം? അലിട്രേഷൻ എന്ന് വിളിക്കാം. അലിട്രേഷൻ എന്ന് പറഞ്ഞാല് കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരിക ഒരു വരിക്കകത്ത്. കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വവൽസ് അല്ലാത്ത സൗണ്ടുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരില്ലേ, അതിനെയാണോ കോൺസണന്റ് സൗണ്ട്സ്. ഇവിടെ നോക്ക്, ബട്ട് എ സോവർ ലിംഗ സ്റ്റില്. സോവറിൽ എസ് ഉണ്ട്, സ്റ്റില്ലിലും എസ് ഉണ്ട്. സ് ആവർത്തിച്ച് വരുന്നു. സോ നമുക്ക് അതിനെന്ത് വിളിക്കാം? യെസ്, അലിട്രേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഡി ഡോമിനേറ്റ്സ് ദ ഫെറോസ് ഡീപ്പ്, അതിലും ഡോമിനേറ്റ്സ് ഡീപ്പ്, ഡി സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. അതുപോലെ സൂൺ ഷാൽ കം എ ട്രിപ്പ് ടു ടൈം ടു റീപ്പ് എന്ന് പറയുന്നതിൽ സൂണിലും എസ് സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മാരത്തോൺ ലൈവില് നമ്മൾ പൊളിക്കാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോ ബാക്കി ഭാഗങ്ങൾ നിങ്ങളെ കത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്വന്തം JD സാറ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ മൈക്ക് സാറിന് കൈമാറാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് മാരത്തോണിൽ എന്തൊക്കെയാണോ ആവശ്യം അതും നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് മെൻഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു JD സാർ. ഓക്കെ ഏതായാലും നമ്മൾ അടിപൊളിയായിട്ട് പവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റാണ്, പൊളിയാണ്, വേറെ ലെവലാണ്. ഏതായാലും നമ്മളിതാ ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് മക്കളെ. സെറ്റാണ്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒരു ഫയർ ഇട്ടിട്ട് നമ്മുടെ ഷാജു സാറിന് ഡെഫിനറ്റ്ലി നേരത്തെ ഒരു വെൽക്കം ചെയ്തതും ഫയർ ആയിരുന്നു. അതുപോലെ ഷാജു സാർ ഡെഫിനറ്റ്ലി നമുക്ക് അടിപൊളിയായിട്ട് സോവറൊക്കെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഷാജു സാറിന് ഒരു ഫയർ കൂടി ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു ഇമോജിയാണ് ഇടുന്നത്. വാട്ടെവർ, നിങ്ങൾ പൊളിയാണ്, സെറ്റാണ്. യെസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സ്ലൈഡ് ആയി പോയി. ഓക്കെ ഒരു സ്ലൈഡ് ഇതിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. യെസ്, നോക്കാം. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ജസ്റ്റ് എല്ലാവരും ആ ഒരു ഇമോജി ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഐ എം റിയലി ലവ് യു ഗൈസ്. നമുക്ക് നോക്കാം. ഇതൊന്ന് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇമ്പോർട്ട് ടു കറന്റ് ഡോക്യുമെന്റ്സ്. ഓക്കെ, വന്നിരിക്കുന്നു. യെസ്, ഇതാണ് ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത്. നൈറ്റിംഗേൾ ആൻഡ് റോസ്. സാറ് മുങ്ങിയതല്ല, ഇവിടെയുള്ള സാധനം മാറ്റി വെച്ചതാണ് ഗൈസ്. ഏതായാലും മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ സൈലം ഒരു ഓഫർ തന്നിരുന്നു ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇത്രയും ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കുമെന്ന് പറഞ്ഞു. മക്കളെ ലൈറ്റ് ഓൺ ദ ഹിൽസ് നമ്മൾ സെറ്റാക്കി, റോസാ പാത്സ് ഷാജു സാർ സെറ്റാക്കി, അതുപോലെ തന്നെ സോവർ ഷാജു സാർ സെറ്റാക്കി, വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് നേരത്തെ നമ്മൾ എടുത്തു. നൈറ്റിംഗേൾ ആൻഡ് ദ റോസ് ആണ് ഇനി എടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇനി നൈറ്റിംഗേൾ ദ റോസും ഫസ്റ്റ് ഷവറും ഇനി എടുക്കാനുണ്ട്. ഇതിലെ മോസ്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി ഈ 2 ചാപ്റ്ററിൽ നിന്ന് പറയാനുള്ളത്. നമുക്ക് നോക്കിയാലോടാ, സെറ്റാക്കിയാലോടാ. നിങ്ങൾ സെറ്റാണെന്ന് കമന്റ് ബോക്സ് ഓൾറെഡി പറയുന്നു. യു ഗൈസ് ആർ സെൻഡിങ് ദാറ്റ് ഇമോജി. ഇനി നൈറ്റിംഗേൾ ആൻഡ് ദ റോസിനുള്ള കംപ്ലീറ്റ് കഥയാണ് പറയാൻ പോകുന്നത്. കംപ്ലീറ്റ് കഥ പറയാൻ നിന്നാൽ നിങ്ങൾക്ക് നാളെ നേരം വെളുക്കും. അതുകൊണ്ട് ഇതിന്റെ സമ്മറി പറയുന്നു. ഡെഫിനറ്റ്ലി ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അതും നമ്മൾ പറയാൻ പോവുകയാണ്. ഓസ്കാർ വൈൽഡ് ആണ് ഇതിന്റെ ഓതർ. മറക്കല്ലേ, ഓസ്കാർ വൈൽഡിനെ മറന്നുപോയല്ലേ. ഒരു നരേഷനോ അല്ലെങ്കിൽ ഒരു ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ തന്നു കഴിഞ്ഞാലോ, ദിസ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഓസ്കാർ വൈൽഡ്, നിങ്ങൾക്ക് എഴുതാനുള്ള മൈൻഡ് വേണം. യെസ്, കണ്ടോളൂ. അതിന്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഓൾവേസ് യൂസ്ഫുൾ ആണ്. The story begins with a young student who is lamenting in his garden because the love of his life will dance with him in the ball only if he brings her a red rose. ഒരു ചെക്കന് ഒരു ഗാർഡനിൽ കിടന്ന് ഇങ്ങനെ കരയുന്നതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത്. അവന്റെ കാരണം എന്താണ്? അവന്റെ ജീവൻ, അവന്റെ പ്രണയിനി അവന്റെ കൂടെ ഡാൻസ് ചെയ്യണമെങ്കിൽ ഒരു റോസ് അവന് കൊടുക്കണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. But there is no red rose in the garden. ആ ഗാർഡനിൽ ഒരു ചുവന്ന പൂക്കളും ഇല്ല. ഇനി മക്കളെ, ഇതിന്റെ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് മറ്റേ ചാപ്റ്റർ വന്നിട്ട് നിങ്ങൾക്ക് എക്സാക്ട് കഴിഞ്ഞ വർഷത്തെ 2022-23 വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട് ഇതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് അങ്ങ് പറഞ്ഞു തരും. യെസ്, ഡെഫിനറ്റ്ലി നേരത്തെ ഷാജു സാർ പറഞ്ഞതുപോലെ ആരെങ്കിലും മൂടിപ്പൊതച്ച് കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി മെസ്സേജ് അയച്ചിട്ട് PUBG കളിച്ചു കൊണ്ടിരിക്കുന്നതിൽ അങ്ങുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് അവരോട് പെട്ടെന്ന് തന്നെ ഓടി
വരാൻ പറയുക. ജസ്റ്റ് ഇതാ ഇതിന്റെ എക്സാക്ട് എക്സാം പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൈയടിച്ചു പോയി ഗൈസ്, ഫുൾ ദുരന്തോഷിക്കാണല്ലോ. ഏതായാലും നമ്മ ഇന്ന് പൊളിക്കും. യെസ്, അങ്ങനെ ആ ഗാർഡനിൽ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ്, ലാമെന്റിങ് ആയിട്ടിരിക്കുകയാണ്. ദി നൈറ്റിംഗേൾ ലിവിങ് ഇൻ ദ ഓക്ക് ട്രീ ഓഫ് ഹിസ് ഗാർഡൻ. ആ ഗാർഡനിലെ ആ മരത്തിന്റെ മുകളിൽ, ഓക്ക് ട്രീന്റെ മുകളിൽ ആരുണ്ട്? നമ്മുടെ നൈറ്റിംഗേൾ ഉണ്ട്, നമ്മുടെ രാപ്പാടി ഉണ്ട്. യെസ്, here's a young man crying over his helplessness and lamenting the fact that all his learning is useless since it cannot win him a girl's love. അവന്റെ കംപ്ലീറ്റ് വിഷമവും ആ ഒരു പെൺകുട്ടിയെ വിൻ ചെയ്യാൻ കഴിയുന്നില്ല, ആ പെൺകുട്ടിക്ക് ആ റെഡ് റോസ് നൽകാൻ കഴിയുന്നില്ല, ആ പെൺകുട്ടിയുടെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് നമ്മുടെ നൈറ്റിംഗേൾ മനസ്സിലാകുന്നു. എന്നിട്ട് നൈറ്റിംഗേൾ എന്ത് ചെയ്യുന്നു ഗൈസ്? ദി നൈറ്റിംഗേൾ കംസ് ടു നോ ദാറ്റ് ദി യങ് മാൻ ഈസ് വീപ്പിംഗ് ഫോർ എ റെഡ് റോസ്. ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടാണ് ചെക്കൻ കരയുന്നത്. Yes, she feels the pain of the boy and wants help him. അവനെ സഹായിക്കണം എന്നുള്ള മനസ്സ് നമ്മുടെ പാവം നൈറ്റിംഗേളിന് വരുന്നു, ആ ഒരു രാപ്പാടിക്ക് വരുന്നു. ആ രാപ്പാടി എന്ത് ചെയ്യുന്നു? The bird flies and goes to the various bushes but cannot find a red rose. എല്ലാ ചെടിയിലേക്കും പോയി, എല്ലാ റോസാപ്പൂവിന്റെ ചെടിയിലേക്കും മരത്തിലേക്കും പോയി നോക്കി, ഒരു സ്ഥലത്തും ഒരു റോസാപ്പൂവിന്റെ ഒരു റെഡ് റോസും കിട്ടുന്നില്ല. Finally she comes to know about a way of getting a red rose by a tree. ഒരു മരത്തിൽ റെഡ് റോസ് കിട്ടുന്ന ഒരു ഐഡിയ അദ്ദേഹത്തിന് മനസ്സിലായി, നൈറ്റിംഗേളിന് മനസ്സിലായി. She performed a suicidal act. ഒരു സൂയിസൈഡൽ ആക്ട് അങ്ങോട്ട് ചെയ്യാണ്. എന്താണ് ആ സൂയിസൈഡൽ ആക്ട്? വൈൽ സിംഗിങ് വിത്ത് ഹിസ് ഹാർട്ട് ഓൺ ദ തോൺ. അവന്റെ ഹൃദയത്തിൽ ഈ റോസാ ചെടിയുടെ മുള്ളിങ്ങനെ തറച്ച് കയറുന്ന സമയത്ത് മൂൺലൈറ്റിൽ എന്താക്കണം? ഗിവിംഗ് ഹർ ഹാർട്ട് ബ്ലഡ് ടു ദ വീൻ ഓഫ് ദ റോസ് ട്രീ. ആ റോസ് ട്രീയുടെ ആ ഒരു നരമ്പിലേക്ക്, ആ ഒരു നരമ്പിലേക്ക്, അതിന്റെ ആ ഒരു തണ്ടിലേക്ക് ഈ ചുവന്ന ബ്ലഡ് ഒഴുക്കണം. വിച്ച് ടേൺസ്, അത് പാട്ടും പാടണം, മൂൺലൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പാട്ടും പാടണം. വിച്ച് ടേൺസ് ഇറ്റ് ടു എ ബ്യൂട്ടിഫുൾ റെഡ് റോസ്. അതങ്ങനെ ഒരു റെഡ് റോസ് ആയി മാറുന്നു. അവിടെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നതല്ല, അതിന്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇൻ ദിസ് പ്രോസസ് നൈറ്റിംഗേൾ ഡൈസ്. ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ പാവം നൈറ്റിംഗേൾ മരണപ്പെടുകയാണ് ഗൈസ്. ആ മരണപ്പെട്ടിട്ടാണെങ്കിലും ആ നൈറ്റിംഗേളിന്റെ ആ ബ്ലഡ് കൊണ്ട് എന്താക്കുന്നു? ആ വിന്ററിൽ ഉറച്ചു കിടക്കുന്ന ആ ഒരു റെഡ് റോസ് ട്രീയിൽ നിന്നും ഒരു പുഷ്പം, ഒരു റെഡ് റോസ് എന്താക്കുന്നു? ഉതിർന്നു വരുന്നു. When the student wakes up, he sees the red rose under his window. വിൻഡോന്റെ താഴെ അതാ ഒരു റെഡ് റോസ് അങ്ങനെ നിൽക്കുന്നുണ്ട്. Pluck it joyously and brings to his love. അത് വളരെ സന്തോഷത്തോടു കൂടി എടുത്തിട്ട് തന്റെ പ്രണയിനിക്ക് കൊടുക്കുന്നു. And the girl reject the rose. തേച്ചു ഗൈസ്. ആ പെൺകുട്ടി കൊടുത്തപ്പോൾ അവൾ എന്താക്കി? റിജക്ട് ചെയ്തു, വേണ്ട. ബൈ സീയിങ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് മാച്ച് ഹർ ബ്ലൂ ഡ്രസ്. അവളുടെ ഡ്രസ്സിന് ഇത് മാച്ച് ആയി. ഞാൻ ബ്ലൂ ഡ്രസ് അല്ലേ, നീ കൊണ്ടുവന്ന റെഡ് ഡ്രസ് അല്ലേ, റെഡ് ഡ്രസ് ഉണ്ടെങ്കിൽ ഇത് സൂട്ട് ആവുമെന്ന് പറഞ്ഞു. ആൻഡ് someone else has brought her jewel that are worth more than a rose. അല്ലേ, എനിക്ക് വേറൊരാൾ എന്താക്കിയിട്ടുണ്ട്? ഇത് കൊണ്ടു തന്നിട്ടുണ്ട്. എന്ത് കൊണ്ടു തന്നിട്ടുണ്ട്? ജ്വല്ലറി കൊണ്ടു തന്നിട്ടുണ്ട്. കണ്ടോ, ഈ മാലകളൊക്കെ കൊണ്ടുവന്നത് എന്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എന്റെ വുഡ്ബി ആണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഈ റോസാപ്പൂവിനേക്കാളും വില ഈ ഒരു ജ്വല്ലറിക്കാണ്. ദ ബോയ് ത്രോസ് റെഡ് റോസ് ഇൻ എ ഗട്ടർ. ഏതൊരു ഗട്ടറിലേക്ക് വലിച്ചെറിയുന്നു തന്റെ റെഡ് റോസ്. ആ ബോയ് മനസ്സിലാക്കുന്നില്ല ആ റോസിന്റെ വില. ആൻഡ് കാറ്റ് റൺസ് ഓവർ ഇറ്റ്. ഒരു പുൾക്കാറ്റ് അല്ലെങ്കിൽ ഒരു വാഹനം എന്താക്കുന്നു? അതിന്റെ മുകളിലൂടെ ചതഞ്ഞരിഞ്ഞു പോകുന്നു. നമ്മുടെ ആക്ച്വലി നൈറ്റിംഗേളുടെ ഹൃദയമാണ് അവിടെ ചതഞ്ഞരിഞ്ഞു പോകുന്നത്. ആൻഡ് ക്ലൈമാക്സ് കണ്ടോളൂ. അറ്റ് ദ എൻഡ് ഹി ഡിസൈഡഡ് ദാറ്റ് ലോജിക് ഈസ് ബെറ്റർ ദാൻ ലവ്. ലോജിക്കാണ് സ്നേഹത്തെക്കാളും വലുതെന്ന് ആ വിദ്യാർത്ഥി മനസ്സിലാക്കുന്നു. ആൻഡ് ലവ് ഈസ് അൺറിയലിസ്റ്റിക് ആണെന്ന് അവൻ പറയുന്നു. ലവ് എന്ന് പറയുന്നത് റിയൽ അല്ല, അതെന്തോ ഒരു അൺറിയൽ ആയിട്ടുള്ള ഒന്നും ഇല്ല, ആർക്കും സ്നേഹമില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നിനക്ക് റിയൽ ആയിട്ടുള്ള ലവ് കാണണോ? അബേബേ, കം ടു കമന്റ് ബോക്സ്, കം ടു ദ ലൈവ് സെഷൻ. ഈ കമന്റ് സെഷനിലേക്കും ഈ ലൈവ് സ്ട്രീമിംഗിലേക്കും കണ്ടാൽ മതി. ഇഷ്ടംപോലെ ആൾക്കാർ ഓൾറെഡി ഇത് ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കമന്റ് ബോക്സിൽ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. This is the real love. He goes back to his home and starts reading a book. അവന് വീട്ടിലേക്ക് പോയി ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. അവന് കരുതിയത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്നേഹം ഇല്ല എന്നാണ്. യെസ്, 1/4 ഒക്കെ ഇടുന്നുണ്ട്. ലവ് യു ഓൾ. ഓക്കെ, അതാരാണ്? ഓക്കെ, ഫിദ സുൽത്താന. വാവ്. യെസ്, നെക്സ്റ്റ് ഇതിന്റെ തീമാണ് പറയാൻ പോകുന്നത്. ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും പറഞ്ഞിട്ട് ഫസ്റ്റ് ഷവറും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അങ്ങോട്ട് തരും. അതോടുകൂടി നിങ്ങൾ മനസ്സിലാകും എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്.
തുടക്കം മുതൽ അവസാനം വരെ നൈറ്റിംഗേൽ ആൻഡ് റോസ് ഇസ് എ സ്റ്റോറി അബൌട്ട് ദ നേച്ചർ ഓഫ് ലവ്. സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു അടിപൊളി പാഠമാണ്. is what the student claimed to feel for the girl. ആ കുട്ടിക്ക്, ആ വിദ്യാർത്ഥിക്ക്, ആ ഒരു സ്റ്റുഡന്റിനോട്, ആ ഒരു ഗേളിനോട് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ വാട്ട് ഇൻസ്പയർ ദ നൈറ്റിംഗേൽ ടു സാക്രിഫൈസ് ലവ് ടു ക്രിയേറ്റ് റെഡ് റോസ്. ഒരു റെഡ് റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാപ്പാടി, നമ്മുടെ നൈറ്റിംഗേൽ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട്, അതും അവ മരിക്കുന്നതും ആ സാക്രിഫൈസും ഒക്കെ ഉണ്ടാക്കുന്നതിൽ പറയുന്നുണ്ട്. ഡൂയിങ് സോ ഷി തിങ്സ് വിൽ ഹെൽപ്പ് ദ സ്റ്റുഡന്റ് വിൻ ഹിസ് സ്വീറ്റ് ഹാർട്ട്സ് അഫെക്ഷൻ. അവന്റെ പ്രണയിനിക്ക് അവളുടെ ആ ഒരു സ്നേഹം ലഭിക്കും, അവളുടെ സ്നേഹം ഇവന് കിട്ടുമെന്നുള്ള കരുതൽ കൊണ്ടാണ് എന്താക്കിയത് നൈറ്റിംഗേൽ പാവം അവന്റെ ജീവൻ പോലും കളഞ്ഞുകൊണ്ട് റെഡ് റോസ് നൽകിയത്. The fact that the student know the girl appreciate the nightingale sacrifice. ആ സാക്രിഫൈസ് ആരും അംഗീകരിക്കുന്നില്ല, ആ ഗേളും അംഗീകരിക്കുന്നില്ല, ആ സ്റ്റുഡന്റും അംഗീകരിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു ഗൈസ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് പിന്നീട്? however the complicate the story's meaning, it is the end. In the end Wilde suggested, അതായത് ഓസ്കാർ വൈൽഡ് ആട്ടോ, suggest that the true love is possible. ട്രൂ ലവ് എന്നുള്ളത് പോസിബിൾ ആണ്, പക്ഷെ ചെക്കൻ കരുതുന്നത് ട്രൂ ലവ് എന്നുള്ളത് അൺറിയലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. but that much of what people commonly call love is unstable and self-interest. പൊതുവെ ജനങ്ങളൊക്കെ പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്, അൺസ്റ്റേബിൾ ആണ്. but true love is possible. You guys can see on the കമന്റ് ബോക്സ്. whatever. ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ കഴിയുന്നു. ചാപ്റ്ററിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, അതുപോലെ തന്നെ ആ ഗേളിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ആ നൈറ്റിംഗേളിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ബോയ്, അന്ന് രാത്രി ആ ബോയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ആ ബോയ് കുറെ കാലത്തിന് ശേഷം മനസ്സിലാക്കുന്നു ആ നൈറ്റിംഗേളിന്റെ കാര്യങ്ങളും കഥകളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അവൻ എഴുതുന്ന ഡയറി അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ലെറ്റർ. ഈ നൈറ്റിംഗേളിന്റെ സാക്രിഫൈസ് മനസ്സിലാക്കി തന്റെ ഫ്രണ്ടിന് അവനൊരു ലെറ്റർ എഴുതുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയൊക്കെയാണ് ഒരു എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ വരാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ആണെങ്കിൽ ഈ ഒരു ഇമോജി നിങ്ങളൊന്നിട്ടേ. അതിനുശേഷം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് ഫസ്റ്റ് ഷവറിന്റെ കുഞ്ഞു പോമാണ്. ഈ പോമിന്റെ അപ്രീസിയേഷനോട് പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ആ ഫസ്റ്റ് ഷവർ നമ്മൾ പറയാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളുടെ എക്സാക്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും. അതിലൂടെ നിങ്ങൾ ബാക്കിയെല്ലാം സെറ്റാകും. ഈ ഒരു ഇമോജി കമന്റ് ബോക്സ് കണ്ടു തുടങ്ങിയ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഫസ്റ്റ് ഷവർ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലേക്കാണ്. We need that emoji. Yes. much buddies commenting that emoji. Yes, ഇനി ഒന്നും നോക്കാനില്ല, ഫസ്റ്റ് ഷവറിലേക്ക് കടക്കുകയാണ്. ഇതാ കണ്ടോ, ഫസ്റ്റ് ഷവറിന്റെ കംപ്ലീറ്റ് സമ്മറി നമ്മൾ പറയും. ആദ്യം നമ്മൾ ചാപ്റ്റർ കളയട്ടെ. As I return from my workplace, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യണം. അസൈലത്തിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കൂൾ ഡ്രോപ്സ് കിസ്ഡ് മൈ പാച്ച്ഡ് ഫേസ്. നല്ല തണുത്ത തുള്ളികൾ കിസ്ഡ് മൈ പാച്ച്ഡ് ഫേസ്, എൻ്റെ വരണ്ടുണങ്ങിയ മുഖത്തേക്ക്. അത്ര വരണ്ടതൊന്നുമില്ല, ഏതായാലും വരണ്ടുണങ്ങിയ മുഖത്തേക്ക് തുള്ളികളായിട്ട് ഇങ്ങനെ ഉച്ച വീഴുകയാണ്. സൂൺ ദ ഫസ്റ്റ് ഷവർ കോൾഡ് മീ അൺഅവേഴ്സ്. ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ ആയിപ്പോയി. ആദ്യത്തെ തുള്ളി എൻ്റെ മുഖത്തേക്ക് വന്ന സമയത്ത്. ആൻഡ് സോക്ഡ് മീ, അതെന്നെ നനച്ചു. ഇപ്പൊ ഒരു മഴ പെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, വെള്ളം തൂക്കും. അതായത് ആ തുള്ളി എന്നെ എന്താക്കി? മഴത്തുള്ളികൾ എന്നെ നനച്ചു. സൂത്തിങ് മൈ ഫ്രൈഡ് നേഴ്സ്. ഫ്രൈഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിൻ അനുഭവിക്കുന്ന, അത്രയും സ്ട്രെയിൻ അനുഭവിക്കുന്ന, ക്ഷീണിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മഴ കിട്ടിയാൽ അല്ലേ, ആ ലെവലിലാണ്. ആ ലെവലിലാണ് ആ ഒരു മഴയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മഴ വന്ന സമയത്ത് അവന് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി എന്നാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇനി 2 സ്ലൈഡ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നേരെ നമ്മുടെ മറ്റേ പരിപാടിയാണ്. The very lines did it promptly erase. The very lines, വളഞ്ഞു കിടക്കുന്ന ആ ഒരു ലൈനുകളൊക്കെ did it promptly erase of day long heat. എൻ്റെ നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ ഇല്ലേ, ഡിജിറ്റ് പ്രോംപ്റ്റ്ലി ഇറേസ്, അതൊക്കെ മായ്ച്ചു കളഞ്ഞു. നിങ്ങളൊരു ഇന്ദുലേഖ ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ ആഡല്ല, അതായത് എനിക്ക് അറിയുന്ന ആകെ ഒരു പേര് ആ ഫേസ് വാഷാണ്. ഏതായാലും ഒരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളെ മുഖം കംപ്ലീറ്റ് കഴുകുകയാണെങ്കിൽ ചുളിവുകളും എല്ലാം പോയിട്ട് വളരെ ഭംഗിയുള്ള മുഖങ്ങളാകും. അതുപോലെ ഈ ഒരു മുഖത്തേക്ക് ഈ ഒരു നല്ല പുതുമഴ കിട്ടിയ സമയത്ത് ആ മുഖത്തുള്ള ചുളിവുകളൊക്കെ പോയി. ഓഫ് ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫാറ്റ്
സിംറ്റമാറ്റിക് ഫ്രം വിസേജ്. അതായത് ഒരാളുടെ മുഖത്തുണ്ടാവുന്ന ഫേസിൽ ഉണ്ടാവുന്ന എല്ലാ ചുളിവുകളും ആ ദിവസത്തെ കംപ്ലീറ്റ് ചൂട് കാരണം, ആ ഒരു ടയേർഡ് കാരണം അവൻ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കംപ്ലീറ്റ് ചുളിവുകളും മഴ കൊണ്ടുകൊണ്ട് ഒരു ഫീലിലേക്ക് വന്നു. വെറ്റ് ക്ലോത്ത്സ് ക്ലങ് ടു മൈ ബോഡി ലൈക്ക് എൻ ഇൻഫാന്റ്. ഒരു കുട്ടിയെ ഞാൻ എടുത്ത് കെട്ടിപ്പിടിക്കുന്നത് പോലെ എൻ്റെ ഡ്രസ്സുകൾ എൻ്റെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. യെസ്. എന്നിട്ടോ ടു ഇറ്റ്സ് മദേഴ്സ് ബോസം, അവൻ്റെ മദറിൻ്റെ ആ ഒരു മദറിൻ്റെ ചെസ്റ്റിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഡ്രസ്സിനെ പോലെ മഴത്തുള്ളികൾ എന്താക്കാണ് എൻ്റെ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. അൺസ്റ്റഡി മൈ ഗേറ്റ്. യെസ് എൻ്റെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ഗേറ്റ് കംപ്ലീറ്റ് എന്താക്കണം അൺസ്റ്റഡി ആക്കിക്കൊണ്ട് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ടോ ദ ഡസ്റ്റി ട്രീ സ്റ്റുഡ് ബാത്ത് ഇൻ an instant. ഡസ്റ്റി ട്രീസ്, പൊടി പിടിച്ച് കിടക്കുന്ന അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ല പൊടി, എന്തെങ്കിലും ഒരു പണി നടക്കുന്ന റോഡ് പണി നടക്കുക, അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ എന്താക്കി പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന ആ ഒരു മരത്തിലൊക്കെ ബാത്ത് ഇൻ an instant, എല്ലാം ഒന്ന് പെട്ടെന്ന്, ഇൻസ്റ്റന്റ് അത്രയും പെട്ടെന്നൊന്ന് കുളിച്ചു. ഡ്രസ്ഡ് ഇൻ എ വാസ്റ്റ് ഗ്രീൻ, വാഷ് ചെയ്തിട്ട് ഗ്രീൻ കളറില, മീൻസ് ആക്ച്വലി എല്ലാത്തിനെയും കഴുകി വൃത്തിയാക്കിയിട്ട് പച്ച കളറുള്ള ആ ഒരു ഇലകളായി മാറുകയാണ്. നേരത്തെ മഞ്ഞ കളറും ചുവപ്പ് കളറും ഒക്കെ ആയിരുന്നു, ഇപ്പൊ ഒരു മഴ പെയ്തവർക്ക് എല്ലാം നല്ല ഗ്രീൻ കളറായി. വാഷ്ഡ് ഗ്രീൻ, ലുക്ക് മാഗ്നിഫിഷ്യൻ, എല്ലാം വളരെ ഭംഗിയുള്ളതായിട്ട്, വളരെ അത്രയും സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ് ആയിട്ട് മാറുകയാണ്. ദ സെൻഡഡ് എർത്ത് റെപ്രസെന്റഡ് ഇറ്റ്സ് ഡിമാൻഡഡ് ഗ്ലോറി, ദ സെൻഡഡ് എർത്ത് റെപ്രസെന്റഡ് ഇറ്റ്സ് ഡിമാൻഡഡ് ഗ്ലോറി. അങ്ങനെ ആ ഒരു ഭൂമിക്ക് ഒരു പുതിയൊരു പുതുമണം ഉണ്ടായി. യെസ്. അങ്ങനെ പുതിയൊരു സ്മെല്ല്, ഭൂമിയുടെ സ്മെല്ല്, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആദ്യമായിട്ട് ഉണ്ടാകുന്ന, ഭൂമിയിൽ മഴ പെയ്യുന്ന സമയത്ത്, വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്. യെസ്. ആ ഒരു സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ്. യെസ്. സക്ഡ് ഇൻ ഡസ്റ്റ് ഗിവിംഗ് റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തേക്ക് ഒരു എന്തായിരുന്നു ഒരു റിലീഫാണ്. ടു ദ ട്രാവലേഴ്സ് വെരി, വളരെ വിഷമിച്ച് കിടക്കുന്ന, വളരെ ക്ഷീണിച്ച് കിടക്കുന്ന ട്രാവലേഴ്സിനൊക്കെ ഈ ഒരു പെട്ടെന്നുണ്ടായ ഈ ഒരു മഴ കാരണം എന്താണ് പൊടിയിൽ മുങ്ങിക്കടന്നതിനൊക്കെ ഒരു ആശ്വാസമാണ് എന്ന് പറയുന്നുണ്ട്. സോ ഇതോടുകൂടിയിട്ട് ലാസ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ കിടക്കാണ്. To thank the rain, God, I looked up in the sky. ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഞാൻ എന്താക്കി, മുകളിലോട്ട് ഇങ്ങനെ നോക്കി. ദൈവമേ, ഈ ഒരു മഴ തന്നതിന് നന്ദി എന്ന് പറയാൻ വേണ്ടി മുകളിലേക്ക് നോക്കിയ സമയത്ത് എന്താ സംഭവിച്ചു? More drops drenched me in the sky. ആകാശത്ത് നിന്ന് വീണ്ടും ധാരാളം വെള്ളം എങ്ങനെ വന്നുകൊണ്ട് ഡ്രഞ്ച്ഡ്, എന്നെ നനച്ചു കളഞ്ഞു. യെസ്, മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റിൽ ഞാൻ എന്താകണം, അത്ഭുതപ്പെട്ടുകയാണ്. ഐ ഹറീഡ് ഹോം. ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ ഓടി പെട്ടെന്ന് നടന്നു. വെയ്ഡിങ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. ഈ കളകളാരവം ഒഴുകുന്ന ഈ ഒരു വെള്ളത്തിലൂടെ, വെയ്ഡിങ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ നീട്ടി വെച്ച് നടക്കുന്നതിനാണ് വെയ്ഡിങ് എന്ന് പറയാം. അങ്ങനെ കാല് നീട്ടി വെച്ച് നടക്കുന്നതിനാണ് വെയ്ഡിങ് എന്ന് പറയാം. അങ്ങനെ ഈ ഒരു വെള്ളത്തിലൂടെ നീട്ടി വെച്ചുകൊണ്ട് ജസ്റ്റ് എന്താണ് ഒരു പെൺകുട്ടി, ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള ഒരു പെൺകുട്ടി എന്താണ് ജസ്റ്റ് മഴ നനഞ്ഞപ്പോഴുള്ള കംപ്ലീറ്റ് ഫീലിംഗ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഷവർ, ആദ്യത്തെ മഴ, പുതുമഴ എന്നൊക്കെ പറയും. പുതുമഴ നനഞ്ഞപ്പോൾ അവൾക്കുണ്ടായ അവസ്ഥകളാണ്. പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥകളാണ്. ആ അവസ്ഥകൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഐ ഹോപ്പ് യു ഗൈസ് കുഡ് അണ്ടർസ്റ്റുഡ്. ഇതിന്റെ പോയറ്റിക് അപ്രീസിയേഷനോട് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം ഡെഫിനറ്റ്ലി ഇതെല്ലാം ഏകദേശം ഇതിന്റെ സമ്മറി പറയുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഉദ്ദേശം the expression like dusty tree stood bathed in an instant was green magnificent എന്ന് പറയുന്നത് എന്താണ്? rain upon nature. We have here the expression. Okay, ഇതൊക്കെ എന്താക്കുന്നുണ്ട്? ഇതിനേക്കാൾ നിങ്ങൾക്ക് ഉപകാരമുള്ളത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു അപ്രീസിയേഷനേക്കാൾ സമ്മറി ആയിരിക്കും വേണ്ടി വരിക. ഡെഫിനറ്റ്ലി ആ സമ്മറിലേക്ക് കിടക്കാണ്. The poet tells about how the cool raindrops embraced her face when she was returning from her work. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ എത്രത്തോളം കൂൾ ആക്കേണ്ടതെന്ന് എന്നുള്ളതാണ് പോയറ്റ് പറയുന്നത്. She explains how she was soaked and though it was surprising she felt very comforted. അവൾ എത്ര നനഞ്ഞു പോയിരുന്നെങ്കിലും അവൾ ഭയങ്കര കംഫർട്ടഡ് ആയിരുന്നു അല്ലേ. ഒരു ദിവസം നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണാണ് അല്ലേ. പക്ഷെ ഇവൾക്ക് അത്രയും ക്ഷീണിച്ചത് കൊണ്ട് അതൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. It wiped out the lines of a day long tiredness from her face. അവരുടെ മുഖത്ത് നിന്നുള്ള ആ ഒരു ടയർഡ്നെസിന്റെ ലൈൻസ് ഒക്കെ അവൾ എന്താക്കി മായച്ചു കളഞ്ഞു. The
The rain held tightly to her like a baby clinging onto the mother's breast. അമ്മയുടെ ദേഹത്ത് കുഞ്ഞിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഡ്രസ്സ് ഒട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. Then she describes how her steps became unsteady. എങ്ങനെ അവളുടെ സ്റ്റെപ്പുകളൊക്കെ അൺസ്റ്റഡി ആയിപ്പോയി, അവൾ എന്തായിപ്പോയി, മായാലോകത്ത് ആയതുപോലെ ആയിന്നാ പറയുന്നത്. The rain washed off all the dust on the trees, making them look beautiful in their green color. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഇലകളുടെ ഒക്കെ കളറ് മൊത്തം ഗ്രീൻ കളറായി മാറി. ഫുൾ ഡസ്റ്റ് ഉണ്ടായിരുന്നതൊക്കെ പോയി. And the smell of the earth was very appealing and it sucked all the dust in. അവിടെയുള്ള എല്ലാ പൊടികളും മാഞ്ഞു പോയി. അത് മാത്രമല്ല അവർ പുതുമഴയുടെ മണവും ഉണ്ടായിരുന്നു. And giving a calm surrounding for travelers who are tired ആയി കിടക്കുന്ന ട്രാവലേഴ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു ഉന്മേഷം കിട്ടി. Then she looked up in the sky to thank God. ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയതാ. When more raindrops kept falling on her, അപ്പതാ ധാരാളം മഴകൾ ഇങ്ങനെ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ്. Very amazed at this wonderful gift of nature. ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ഗിഫ്റ്റ് അവൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അമേസ്ഡ് ആയിക്കൊണ്ട് she quickly walked back home. അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് നടന്നു, വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് how will be the question pattern? ഇതുവരെ നമ്മുടെ കൂടെ നിന്ന നമ്മുടെ 8ാം ക്ലാസ്സിലെ അവെഞ്ചേഴ്സ് അല്ല, യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് എക്സാക്ട്ലി ഉണ്ടാവുന്ന പാറ്റേൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഈ ചാപ്റ്റർ സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇമോജി ഇട്ടേ. ദെൻ നമുക്ക് എന്താക്കാം, എക്സാക്ട് പാറ്റേണിലേക്ക് കിടക്കുകയാണ്. യെസ്, കഴിഞ്ഞ വർഷം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. യെസ്, ഐ എം ഗെറ്റിംഗ് മച്ച് മോർ എക്സാക്ട് ഇമോജീസ് ഓഫ് ദാറ്റ്. യെസ്. ഓക്കെ, ഏതാണ് ചെറുതായിട്ട് LM10 ഫാനാണ് ഗൈസ്. ഓക്കെ, യെസ്, സെറ്റാണ്, പൊളിയാണെന്ന് പറയുന്നുണ്ട്. യെസ്, സെറ്റാണ്. ഓക്കെ, താങ്ക് യു. കണ്ടോളൂ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായി ചോദിക്കണേ. സെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ വർഷത്തെ 2022-23 വർഷത്തെ ക്രിസ്മസ് എക്സാം ആണ്. സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കണ്ടോ, ലൈറ്റ് ഓൺ ദ ഹിൽസ് നമ്മൾ ഇന്ന് രാവിലെ ഫസ്റ്റ് എടുത്ത ചാപ്റ്ററാണ്. ഫസ്റ്റ് എടുത്ത ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് 1 മുതൽ 5 വരെ ഒരു പോർഷൻ അങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദിസ് ഫാമിലി? നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും നോക്കാതെ നിങ്ങൾ ഈ ഒരു ആൻസർ പറയും, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയും. ഹൗ? കാരണം നിങ്ങൾ അത്രയും അടിപൊളിയായിട്ട് വെറും 10 പോയിന്റിൽ നിങ്ങൾ അത് പഠിച്ചതാണ്. ഓർമ്മയുള്ള കുട്ടികൾ ഇത് പറഞ്ഞിട്ടെ, വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി? ഫാമിലിയെ സ്ട്രക്ക് ആക്കിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ട്രാജഡി എന്തായിരുന്നു? നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുമോ എന്നുള്ളത് ഈ ഒരു ആൻസർ പറയും നിങ്ങൾ. ഓക്കെ. എടാ, കമന്റ് ബോക്സിൽ റൊണാൾഡോന്റെ സ്യൂ ഇടാന്നൊക്കെ പറയുന്നുണ്ട്. റൊണാൾഡോ പൊളിയാണ്, മെസ്സി പൊളിയാണ്, നെയ്മറും പൊളിയാണ്, എല്ലാവരും വേറെ ലെവലാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആൻസർ പറയും. ഓക്കെ, ക്ലിയർ അല്ല സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമേ ബിഗ് ട്രാജഡി, നമ്മുടെ ഫാമിലിയെ സ്ട്രക്ക് ചെയ്ത ട്രാജഡി എന്തായിരുന്നു? ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്ററിൽ. യെസ്, സിസ്റ്റർ ഡൈഡ്. അത് മതിയടാ, മുതലായില്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യും. യെസ്. ഹൗ ഡിഡ് ദ മദർ കൺസോൾ ദ ബോയ് എന്നുള്ളത് ഇതിൽ നിന്ന് ആൻസർ കിട്ടും. അതായത് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ചാപ്റ്ററിൽ നിന്നോ അൺസീൻ പാസേജ് ആയിട്ടോ ഒരു പാസേജ് തരും, എന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ടോ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. എല്ലാ വർഷവും അങ്ങനെയാണ് ചോദിച്ചത്. വി ക്യാൻ എക്സ്പെക്ട് ദിസ് വിൽ കണ്ടിന്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് പിന്നെതാ സോവർ. നമ്മുടെ ഷാജു സാർ ഇപ്പൊ സോവർ വൃത്തിക്ക് വിത്തൊക്കെ വിതയ്ക്കണ ഇങ്ങനെ കാണിച്ചു തന്ന് വിത്തൊക്കെ വിതച്ചിട്ടാ അവിടെ പോയത്. ഓക്കെ, നിങ്ങളുടെ ഡെഡിക്കേഷൻ ഒക്കെ അത്രയും ഇംപ്രസീവ് ആയിട്ട് പറഞ്ഞൊക്കെ പോയത്. അതുപോലെ സോവർ നിങ്ങൾ പോച്ച് വേ സിറ്റിംഗ് ഒക്കെ എടുത്ത് സെറ്റാക്കി പറഞ്ഞിട്ടുണ്ട്. യെസ്, ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോം? വേർ ഈസ് ഹി സിറ്റിംഗ്? ഇതിലെ സ്പീക്കർ ആരാ? യെസ്, ഓതറാണ്. ഇതിന്റെ പോയറ്റാണ് സ്പീക്കർ. അതുപോലെ തന്നെ എവിടെയായിരിക്കുന്നത്? പോച്ചുവേ കൂളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സ് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്, ഏതായാലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ, കവിതയുടെ പോർഷൻ തന്നിട്ട് എക്സാക്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ടോ പിന്നെന്താ,
ഇനി അൺസീൻ പാസേജ് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പാസേജും കൂടെ തരും, ഒരു ഗണ്ണിക തരും, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ പറയാൻ പറ്റും. ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം? ഈ ഒരു സെന്റൻസ് ചിലപ്പോൾ ഇനി ചോദിച്ചോളണമെന്നില്ല, ഇത് ഓൾറെഡി ചോദിച്ചോണ്ട് ഇനി ചോദിച്ചോളന്നില്ല. ഇത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്താ വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. What did Anne Frank write in her diary? ഡയറിയിൽ ആൻ ഫ്രാങ്ക് എന്താ എഴുതിയെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പൊ ആ ഒരു സാധനം മൈൻഡിൽ കയറുക. ആൻ ഫ്രാങ്ക് ഡയറിയിൽ എന്താ എഴുതിയത്, അതുപോലെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. വേർ വാസ് ആൻ ബോൺ? ആൻ എവിടെയാണ് ജനിച്ചത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് മൈൻഡ് കയറ്റിയതിനു ശേഷം പിന്നീടാണ് ഈ പാസേജ് വായിക്കാൻ തുടങ്ങേണ്ടത്. ആൻ ഫ്രാങ്ക് ഈസ് എ ബെസ്റ്റ് നോൺ ഫോർ ഹാവിംഗ് റിട്ടൺ ദ ഡയറി ഓഫ് എ യങ് ഗേൾ ഇൻ വിച്ച് ഷീ റൈറ്റ്സ് അബൌട്ട് ദ 2 years that she had her family spent hiding during World War. ആൻസർ ആണത്. അതിലെന്താ എഴുതിയത്? അബൌട്ട് 2 years that she had her family spent hiding during the World War II. World War II സമയത്ത് അവളും അവളുടെ ഫാമിലിയും ഹൈഡ് ചെയ്തതിനെ പറ്റിയിട്ടാണ് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. She was born in 1923 in Germany. ആൻസർ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടോ, ജർമ്മനിയിലാണ്. ഇത് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ടൈം വേസ്റ്റിംഗ് ആണ്. പിന്നെയും നമ്മൾ ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കേണ്ടി വരും. അത് വേണ്ട. നിങ്ങൾ അതിന്റെ ഒരു ഐഡിയ ആണ്, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും. ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ടത് പ്രാക്ടീസിന് വേണ്ടി ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് അയച്ചു തരും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി, ഫോർ ഫ്രീ നോട്ട്സിൽ ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. പ്രാക്ടീസ് ആണ്, കാരണം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ആണ്. വാട്ട് എവർ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, എക്സ്പെക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഒരു പ്രൊഫൈൽ എഴുതാൻ തരും. പ്രൊഫൈൽ നിങ്ങളുടെ ഇഷ്ട സാധനമാണ് പ്രൊഫൈൽ. പക്ഷേ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളോട് എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഏതായാലും ഇതുപോലെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുണ്ടാകും, അതുപോലെ തന്നെ ഡയറി എൻട്രി എഴുതാനുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈറ്റ് ഓൺ ദ ഹിൽസിൽ ആരുടെ ക്യാരക്ടർ സ്കെച്ചാ? ബോയിന്റെ ക്യാരക്ടർ സ്കെച്ചാ ചോദിച്ചത്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലോ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നൈറ്റിംഗേൾ ആൻഡ് ദ റോസ്, അതിലെ ബോയിന്റെ ചോദിക്കും, അതിലെ സ്റ്റുഡന്റിന്റെ ചോദിക്കും, അതിലെ ഗേളിന്റെ ചോദിക്കും, അതിലെ നൈറ്റിംഗേളിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അങ്ങനെ പല ചാപ്റ്ററിൽ ചോദിക്കും. അതൊക്കെ എങ്ങനെ സെറ്റ് ആക്കുമ്പോൾ നമ്മൾ പറഞ്ഞുതരും. അതുപോലെ തന്നെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്റർ മെയിനായിട്ട് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഏതെങ്കിലും ചിലപ്പോൾ സ്പെസിഫിക് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അതിനെ ഇട്ടേക്കാം. എന്തായാലും നമ്മൾ പാസ്സാക്കണം. എല്ലാ ചാപ്റ്ററും നമ്മൾ എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പലരും ചോദിച്ചു. ഗ്രാമർ സെറ്റാക്കി തരും സാറേ. ബട്ട് ഡോണ്ട് വറി, നിങ്ങളുടെ കൂടെ സൈലം ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മെഗാ മാരത്തോണുകളുണ്ട്. അതിൽ നമ്മൾ ഗ്രാമർ സെറ്റ് ആകും. നമ്മൾ അതല്ലാതെ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ കിട്ടാൻ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനിയും ലൈക്ക് ചെയ്യാത്ത ആൾ, ഇത്രയും നട്ടപ്പാതിരിക്ക് നമ്മൾ ലൈവ് എടുത്തിട്ട് ഇനിയും ലൈക്ക് ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ടോ? ലൈക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രേസൽ വെർബിന്റെ എന്തൊക്കെയാണ് ഫ്രേസൽ വെർബ്, എവിടെയൊക്കെയാണ് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. ഫ്രേസൽ വെർബിന്റെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇതാണ് ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിയല്ലോ. യെസ്, പാറ്റേൺ കിട്ടിയല്ലോ. ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് വരും. ഇത് മാത്രമല്ല, നോട്ടീസ്, അങ്ങനെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നോട്ടീസ്, സ്പീച്ച്, അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്താക്കും, മെഗാ മാരത്തോൺ വരുന്നതാണ്. അതിൽ ബാക്കി കാര്യങ്ങളും നമ്മൾ ഡിസ്കോഴ്സ് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തു. മിനി മാരത്തോൺ എന്ന പേരിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ സൗണ്ട് ഉണ്ടാക്കി പോയതല്ല. മുഴുവൻ ചാപ്റ്റേഴ്സും വീണ്ടും 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 എടുത്ത് കാണിക്കുകയാണ്. നമ്മൾ ശരിയിട്ട് ടിക്കിട്ടാണ് പോകുന്നത്. യെസ്, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തു ഗൈസ്. കവർ ചെയ്തിട്ടുണ്ട്. നൈറ്റിംഗേൾ ആൻഡ് ദ റോസ് കവർ ചെയ്തു. ഫസ്റ്റ് ഷവറിംഗ് കവർ ചെയ്തു. നിങ്ങൾക്ക് വേണ്ട ഫുൾ ചാപ്റ്റേഴ്സ് ഇന്നത്തെ ഈ ലൈവിൽ കവർ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഗ്രാമർ സെഷനും അതുപോലെ തന്നെ ഡിസ്കോഴ്സസും മെഗാ മാരത്തോണും അതുപോലെ തന്നെ കോണ്ടന്റ് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇന്നത്തെ ഫുൾ സ്ലൈഡ് കിട്ടും. ഷാജു സാറിൻ്റെ എൻ്റെ എല്ലാ സ്ലൈഡും കിട്ടും. അത് മാത്രമല്ല, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഷാജു സാറും ഞാനും എടുത്തിരുന്ന ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ലൈവ് എൻഡ് ആയതിനു ശേഷം ഉറങ്ങുന്നതിന് മുമ്പ്, പോയി വെള്ളം കുടിച്ച് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ
ഡെഫിനറ്റ്ലി അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിജയം. ഞങ്ങൾ കുറച്ച് അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ മറന്നുപോയത്. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും പറയണം. നമ്മൾ രണ്ടാളും ക്ലാസ് എടുത്തിരുന്നു, ഷാജു സാറും അതുപോലെ തന്നെ ഞാനും എടുത്തിരുന്നു. എന്തായാലും ക്ലാസ്സിനെ പറ്റിയ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ദിസ് ഈസ് എനർജി. ഇത്രയും നട്ടപ്പാതിലേക്ക് സൗണ്ട് ഇല്ലാതെ വെള്ളമില്ലാതെ ഇതില്ലാതെ നമ്മളിവിടെ ക്ലാസ് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കമന്റ് ബോക്സ് സെറ്റാക്കാം, മാക്സിമം സെറ്റാക്കാം. ക്ലാസ് വേറെ ലെവൽ. യു ആർ സ്ലിപ്പിംഗ് പ്ലീസ്. ഓക്കെ, യെസ് ശരിയാണ്. നമ്മൾ നാവൊക്കെ കുടയുന്നുണ്ട്, വഴക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്. യെസ് ശരിയാണ്. യെസ് നമ്മൾ എന്താക്കണം, വൈൻഡ് അപ്പ് ചെയ്യാണ്. 10 മണിയായി, ഇനിയും ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. യെസ് ഐ നോ. ഓക്കെ, വാട്ടെവർ. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ 2 സവർ സൂപ്പർ. താങ്ക് യു. ഓക്കെ, ഏതായാലും കമന്റ് ബോക്സിൽ ഇപ്പോഴല്ല, ലൈവ് എൻഡ് ആയതിനു ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഏതായാലും ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് നമ്മുടെ ലാംഗ്വേജസിന്റെ ലൈവുകളാണ്. നിങ്ങൾക്ക് മറ്റന്നാളുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് സെഷനുകൾ നമ്മൾ ഈ നാളെ വൈകുന്നേരം മെഗാ മാരത്തോണുകളായിട്ട് നൽകാൻ പോവുകയാണ്. ഇംഗ്ലീഷിലാണ്, ഉറുദു, അറബി, സാൻസ്ക്രിറ്റ്, പിന്നെന്താ മലയാളം. ഓക്കെ, ഇതെല്ലാം അടിപൊളിയായിട്ട് നാളെ മെഗാ മാരത്തോൺ ഉണ്ട്. സോ അടിപൊളിയാക്കുക, സെറ്റാക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴല്ല, ലൈവ് അവസാനിച്ചതിന് ശേഷം അറിയിക്കുക കേട്ടോ. ഓക്കെ, ഏതായാലും ഗുഡ് നൈറ്റ് സർ. താങ്ക് യു. ലെറ്റ്സ് സീ ഇൻ അനദർ ലൈവ് സെഷൻ. അണ്ടിൽ നെറ്റ്സ് ബൈ. താങ്ക് യു.